ഒമിക്രോൺ ബാധയിൽ KSRTC ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ള ക്ലാസ്സാണ് നടക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇതിൽ പങ്കെടുക്കുമെന്ന് കരുതുന്നു. തുടർന്ന് ഇതിനുശേഷം നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ സെഷനും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം മാഡം. നന്ദി പ്രശാന്ത്. ഇന്ന് ആരോഗ്യവകുപ്പിൽ നിന്ന് നമ്മളോടൊപ്പം സെഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ ട്രെയിനിങ് റീന മാഡം നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ആദ്യത്തെ ഒരു സെഷൻ ഡോക്ടർ അമർ ഫെറ്റിൽ സാറാണ് നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത്. സാറ് ആരോഗ്യവകുപ്പിന്റെ കോവിഡ് സെല്ലിന്റെ നോഡൽ ഓഫീസറാണ്, ഒരു പീഡിയാട്രീഷ്യൻ കൂടിയാണ്. രണ്ടാമത്തെ സെഷൻ ഡോക്ടർ ജിത്തേഷ് ആണ് കൈകാര്യം ചെയ്യുന്നത്. സാറ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. SHSRC എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പിന്റെ ഗവേഷണ വിഭാഗത്തിന്റെ തലവനാണ് അദ്ദേഹം ഒരു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടും കൂടിയാണ്. നമുക്ക് മാഡത്തിന്റെ ഒരു ചെറിയ കീനോട്ട് അഡ്രസ് കേട്ടതിന് ശേഷം പരിശീലന സെഷനിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും ഒമിക്രോണിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വളരെ തിരക്ക് പിടിച്ച് കേൾക്കാൻ ശ്രദ്ധിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാവർക്കും ഊഷ്മളമായ ഒരു ട്രെയിനിങ് സെഷൻ ആശംസിക്കുകയാണ്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മുടെ അമർ സാറിനെ സെഷനിലേക്ക്. ഇവിടെ ഒരു KSRTCയും ആരോഗ്യവകുപ്പുടെ കൊളാബറേറ്റ് ചെയ്യുന്ന ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ ടീമിൽ ഹെഡ് ചെയ്യുന്ന ഡോക്ടർ റീനയുണ്ട്. കേരളത്തിലെ സകല ട്രെയിനിങ്സും ഓർഗനൈസ് ചെയ്യുന്ന ഡോക്ടർ ദിവ്യ ഉണ്ട്. ഡോക്ടർ ജിതേഷ് നമ്മുടെ SHSRCയിലുണ്ട്. KSRTC വിശിഷ്ടമായിട്ടുള്ള അതിഥികൾ ശ്രീ പ്രശാന്തിന്റെ ലീഡർഷിപ്പിലും മീഡിയ സെൽ മുതലായ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പിൽ കുറെ പേര്, എനിക്ക് തോന്നുന്നു 127 പേര് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് പെട്ടെന്ന് വിളിച്ചു കൂട്ടുന്നതിന്റെ ഒക്കെ ഒരു പശ്ചാത്തലം എന്ന് വെച്ചാൽ കേരളം ഇപ്പൊ 3ാം തരംഗത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അതിന് അങ്ങനെ പറയാൻ കാരണം എന്താണ്? നിങ്ങളെല്ലാവരും പേപ്പർ വായിക്കുന്നു, TV കാണുന്നു. അപ്പൊ അതിനകത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസുകളിൽ ഒന്ന് നമ്മുടെ ദൈനംദിനമായിട്ടുള്ള രോഗികളുടെ എണ്ണം വളരെ കൂടിയിരിക്കുന്നു എന്ന്. അതുപോലെ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പോസിറ്റീവ് കിട്ടുന്നത്. ഇപ്പൊ ഓരോ 100 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഏകദേശം 50 പേരെ ചുറ്റിപ്പറ്റിയൊക്കെ പോസിറ്റീവ് കിട്ടുന്നു. അപ്പൊ ഇതൊക്കെ നേരത്തെ ഒരു 3 മാസം മുമ്പൊക്കെ നോക്കിയാൽ 3-ലും 4-ലൊക്കെ നിന്നാണ് ഈ 50-ലെത്തിയത്. ഡെയിലി രോഗികൾ 2000-ഉം 1000-ത്തിലോട്ടൊക്കെ താഴ്ന്നു വന്നതാണ് തിരിച്ചു കയറി ഇപ്പൊ 50,000-ത്തിലോട്ടൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കുറെ ആങ്സൈറ്റി ഉണ്ട്. ഇപ്പൊ ഇളവുകളുടെയും അല്ലെങ്കിൽ നമ്മൾ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു പോകുന്നതിന്റെ ഭാഗമായിട്ട് ഓഫീസുകളെല്ലാം ജോലി ചെയ്യുന്നു. ആരും പറയാൻ തന്നെ അറിയാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബാക്ക് ബോൺ, നാടിന്റെ ബാക്ക് ബോൺ എന്ന് വിളിക്കാവുന്ന KSRTC ആണ്. കാരണം ഈ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു സാധനം സന്തോഷമായിട്ട് ഉള്ളത് KSRTC ആണ്. ഞാനും ഒരു സ്ഥിരം യൂസറാണ്. ഏത് അസമയത്തും എനിക്ക് വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഞാൻ ഓട്ടോ പിടിക്കുന്നവരും KSRTC ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിലൊരു സന്തോഷമുണ്ട്, നമ്മളെ ഒരു സ്വന്തം ഫീലിംഗ് അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പിൽ ഇരുന്ന ഡോക്ടർ ബിജു സാറാണ് ഇപ്പൊ അവിടെ KSRTC ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ നമുക്ക് വേറെ ഒരു സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഇങ്ങനെ ഒരു സെഷൻ ചെയ്യുന്നതിന് നമുക്ക് എല്ലാവർക്കും എനിക്ക് പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ സന്തോഷമുണ്ട്. ഈ ആൻസൈറ്റിയാണ് നമുക്കിപ്പോ എല്ലാവരുടെ മനസ്സിനകത്തുള്ളത്. അപ്പോ അത് ഒരു സൈഡില്. രണ്ടാമത്തെ സൈഡില് ഇന്ന് എല്ലാവരുടെ നാക്കിലുള്ള ഒരു വാക്കാണ് ഒമൈക്രോൺ. അപ്പൊ ഒമൈക്രോൺ പണ്ടൊന്നും വൈറസിന്റെ പേര് പോലും കൊറോണ സാർസ് CoV-2 എന്നോ കൊറോണ പോലും പണ്ട് അറിയാത്ത കാലത്ത് ഇപ്പൊ എല്ലാവർക്കും ആ പേര് അറിയാം. പണ്ട് കാലത്ത് കേരളത്തിൽ ആർക്കും വൈറസുകളുടെ പ്രത്യേക പേരൊന്നും അറിയില്ല. ഇപ്പൊ അത് മാത്രമല്ല, വൈറസിന്റെ വകഭേദത്തിന്റെ പേര് വരെ ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഡെൽറ്റ വകഭേദം, ഇപ്പൊ ഒമൈക്രോൺ വകഭേദം എന്നൊക്കെ എല്ലാവരും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അടുത്ത വീട്ടിലെ പരിചയക്കാരന്റെ പേര് പറയുന്ന പോലെയാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒമൈക്രോൺ എന്ന് പറയുന്ന വകഭേദവും അതിനെന്താണ് പങ്ക് ഇതിനകത്ത്, ഈ 3rd വേവിനകത്ത്? ഒന്ന്, നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനത്തെ വേവുകളൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നേരത്തെ പ്രതീക്ഷയുണ്ട്. കാരണം അങ്ങനെയാണ് വൈറസ് രോഗങ്ങൾ, പ്രത്യേകിച്ചും അതിങ്ങനെ തിരകൾ പോലെ തന്നെയാണ് വരുന്നത്. കടപ്പുറത്ത് മുമ്പ് തിര കാണുന്ന പോലെയാണ്. ഒരു തിര വന്ന് ശമിച്ച് പിന്നെ അടുത്ത പതുക്കെ വരും, പിന്നെ അടുത്ത വരും. എപ്പോഴെങ്കിലും ഒരിക്കൽ ജനങ്ങൾക്കെല്ലാം ഇമ്മ്യൂണിറ്റി അല്ലെ പ്രതിരോധ ശക്തി കിട്ടുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ചില വൈറസുകൾക്ക്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഈ കോവിഡ് അല്ലെ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അപ്പോ ഈ എന്താണ് രോഗമെന്നുള്ളതും ഞാൻ പറയാം. ശരി, അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് പോകാമോ ഇപ്പൊ തന്നെ? എനിക്ക് യെസ്, അടുത്തത്. അപ്പൊ എന്താണ് ഇത് നമുക്ക് ഇപ്പൊ ഇത്ര കൂടി എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ടെൻഷൻ വേണ്ടെന്ന് പറയുന്ന ഒരു കാരണം കൂടെ ഉണ്ട് ബാക്കിൽ.
അനുഭവമാണ്, അനുഭവത്തിന്റെ വെളിച്ചമാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ 2 വേവ് നമുക്ക് തീരെ പരിചയം, ഓരോ ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്വതന്ത്ര പരിചയമില്ലാത്ത കാലമാണ്. അന്ന് പോലും കഴിഞ്ഞ 2 പ്രധാനപ്പെട്ട വേവ് വന്നപ്പോൾ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളും വളരെ നല്ലൊരു മെച്ചപ്പെട്ട പ്രവർത്തന ശൈലിയും മെച്ചപ്പെട്ട റിസൾട്ടുകളും കേരളത്തിന് സാധിച്ചു. അതിൽ 2 വശമുണ്ട്. നമുക്ക് ഏറ്റവും അധികം ജീവൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റി, മരണങ്ങളെ കുറച്ച് നിർത്താൻ പറ്റി. അതിങ്ങനെ ആളിക്കത്തി ആൾക്കാർ ഹോസ്പിറ്റലിലേക്കൊക്കെ ഓടിപ്പോയി ബെഡില്ലാണ്ട് കഷ്ടപ്പെടുകയും ഓക്സിജൻ ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന സ്ഥിതിയെല്ലാം നമ്മൾ ഒഴിവാക്കി. ജനങ്ങൾക്ക് പൊതുവെ കഷ്ടപ്പാട് വരാണ്ടിരിക്കാൻ എപ്പോഴും ആരോഗ്യവകുപ്പ് ഒപ്പം നിന്ന് അങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റി. അപ്പോൾ ഒന്ന് ആരോഗ്യവകുപ്പിന്റെ സൈഡിൽ കുറെ പ്രവർത്തനങ്ങളുണ്ട്. അതിനകത്ത് വെറും ഡോക്ടറും നഴ്സും മാത്രമല്ല, എപ്പോഴും നമ്മൾ ഓർക്കുന്ന നമ്മുടെ ഫീൽഡ് ഹെൽത്ത് ജീവനക്കാരുണ്ട്, HI JPH അവരെല്ലാം കൂടെ ഓടി നടന്ന് നാട്ടിൻ പുറത്ത് വീടുകളിലെത്തിയൊക്കെയുള്ള പല പ്രവർത്തനങ്ങൾ അവർ അഹോരാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല നേതൃത്വം, എല്ലാതരം അഡ്മിനിസ്ട്രേറ്റീവ് നേതൃത്വം ആരോഗ്യവകുപ്പിന് ശക്തിയായിട്ട് എല്ലാ നേരത്തും ഉണ്ട്. ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിന് വളരെയധികം കൺട്രോൾ റൂമും മറ്റ് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അതൊരു സൈഡിൽ അത്. പിന്നെ ഗവൺമെന്റിന്റെ എല്ലാ ഡിവിഷൻസും അതിന്റെ കൂടെ ചേർന്ന് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനും ഗവൺമെന്റ് മെക്കാനിസംസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റേ സൈഡിലോ പൊതുജനങ്ങൾ എന്ന് പറയുന്നത് ശക്തമായ ഒരു ഫോഴ്സാണ്. നമ്മളുമായിട്ട് ഏകദേശം നല്ലൊരു സഹകരണം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് അല്ലറ ചില്ലറ കുറ്റമൊക്കെ പറയുമെങ്കിലും മറ്റു നാടുകളിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് മലയാളിയുടെ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ പൊതുവെ നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളുകയും അനുസരിക്കുകയൊക്കെ ചെയ്യുന്നുള്ളത് മറ്റു സ്ഥലത്ത് പോയി വരുമ്പോൾ നമുക്ക് കാണാം. ഈ മാസ്കിന്റെ ഉപയോഗം ഇപ്പൊ KSRTCയിലുള്ള നിങ്ങൾക്കറിയാം, ഒരു ഇൻഡസ്ട്രിയൽ ബസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ നാടുകളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചയും ഇവിടെ കാണുന്ന കാഴ്ചയും വളരെ വ്യത്യസ്തമാണ്. അപ്പോ അങ്ങനെ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിച്ചു. അപ്പൊ ഇനിയിപ്പോ കോവിഡിന്റെ ഈ 3ാം തരംഗം എന്ന് പറയുമ്പോൾ കേസ് കൂടിയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ ടെൻഷൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയാണ് ഇതിന്റെ ഈ 3ാം തരംഗത്തിന്റെ പിന്നിലെ വശ കാര്യങ്ങളെ പറ്റി നമുക്ക് ആലോചിക്കേണ്ടത്. ഒന്ന്, ഈ കഴിഞ്ഞ 2 വേവ് എല്ലാം കഴിഞ്ഞ് 2ാമത്തെ വേവിലെല്ലാം ഡെൽറ്റ വൈറസ് എന്ന് പറഞ്ഞ വകഭേദമായിരുന്നു. കോവിഡ് വൈറസ് ഒന്ന് തന്നെയാണ് കേട്ടോ, അതിന്റെ വകഭേദങ്ങളാണ് ഈ പറയുന്നത്. വകഭേദം എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഘടകപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ട് അതിന്റെ പെരുമാറ്റം അതനുസരിച്ച് മാറുന്നു, ലക്ഷണങ്ങൾ ചെറുതായി മാറാം. അങ്ങനെയാണ് ഈ വകഭേദങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ ഈ ഡെൽറ്റ കഴിഞ്ഞ 2-3 മാസമായിട്ട്, അല്ലെ കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മളെ പറയാം, വിദേശത്ത് നിന്ന് വന്ന ഈ ഒമൈക്രോൺ വകഭേദം അത് പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെല്ലാം വ്യാപിക്കുകയും ഇവിടെ ഇപ്പൊ സമൂഹ വ്യാപനം ഉണ്ടാവുകയും അത് കൂടുതൽ പകരുന്നു. അതിന്റെ കാരണം ഇതിന്റെ പകർച്ചാശേഷി നേരത്തെ ഒക്കെ ഉള്ള വകഭേദങ്ങളെക്കാളും 6-7-8 മടങ്ങൊക്കെ കൂടുതലുണ്ടെന്നാണ് നമ്മളിപ്പോ അനുമാനിക്കുന്നത്. അത്രയും ഈസി ആയിട്ട് പകരാം. അപ്പൊ അത് ഒന്ന്. 2ാമത്തത് നമ്മൾ എല്ലാം ജനജീവിതം നോർമൽ പറയുമ്പോൾ ആൾക്കാർ ജോലിയും തിരക്കിലും എല്ലാം പോകുന്നു. 1 മാസം മുമ്പേ അല്ലെ 2 ആഴ്ച മുമ്പേ വരെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, ഈ കടകളിലും മാളുകളിലും അങ്ങനത്തെ എന്റർടൈൻമെന്റ് സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. കുറെ കാലം അടച്ചിരുന്നതിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നിലയ്ക്ക് ആൾക്കാർ ഒന്ന് ആശ്വാസം എന്ന് പറഞ്ഞ് ഈ സ്ഥലങ്ങളെല്ലാം തള്ളുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പലതരം മാളുകളിലും പിന്നെ കടപ്പുറങ്ങളിലും എല്ലാം ഉള്ള തിരക്ക് നമ്മൾ കണ്ടാൽ ഞെട്ടുന്ന തോതിൽ തിരക്കുണ്ടായിരുന്നു. അത്രയും ക്രൗഡായിട്ട് അവിടെയൊക്കെ ഓപ്പൺ സ്പേസിൽ പോലും ക്രൗഡ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ആണ് അതിന്റെ ടോട്ടൽ ഇഫക്റ്റ് ആയിരിക്കും ഇപ്പോ ഉള്ള വർധനവ്. ഇപ്പൊ പ്രധാനമായിട്ടും ഒമൈക്രോൺ തന്നെ ആയിരിക്കും ഉള്ളത്, ഡെൽറ്റയും കൂടെ ഉണ്ട്, ഒരു മിക്സ്ചറാണ്. ഇപ്പൊ 2ഉം കൂടെ ഉണ്ട്, 2 വകഭേദങ്ങളും ഉണ്ട്. ഒരു 2-3 ആഴ്ച 1 മാസത്തിനുള്ളിൽ മിക്കവാറും അത് ഒമൈക്രോൺ മാത്രമായിരിക്കും, മറ്റേതൊക്കെ തീരും. അപ്പൊ അത് വലിയ നമ്പറിൽ ഇങ്ങനെ ഉണ്ടാകുന്നു. പക്ഷെ അടുത്ത സ്ലൈഡ് നോക്കാമോ? അപ്പൊ അങ്ങനെ ഒരു വലിയ തോതിൽ അതിങ്ങനെ പകരുന്നു. അപ്പൊ അങ്ങനെ പകരുമ്പോ ഇത് നമ്മൾ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും. ഇപ്പൊ KSRTCയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ബസ്സിന്റെ സ്റ്റാഫാണ്. അപ്പൊ ഒരു ബസ്സിനകത്ത് എത്ര ആൾക്കാർ എവിടെ നിന്നൊക്കെ കയറുന്നു, എത്ര പേര് ഇറങ്ങുന്നു അതറിയില്ല. ബസ്സിനകത്ത് സാമൂഹിക അകലം പാലിക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. എല്ലാവരും പാക്ട് ക്രൗഡ്സ് തന്നെയാണ് ബസ്സിൽ, സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് അടക്കം പോകുന്നുണ്ട്. അപ്പൊ അന്നേരം അതിന്റെ ഒരു ആങ്സൈറ്റി എന്തായാലും അൺഅവോയ്ഡബിൾ ആണ്. ഇനി ജോലി ചെയ്ത് വീട്ടിൽ പോയാൽ അവിടുന്ന് വല്ലതും കിട്ടി വീട്ടിൽ കൊടുക്കുമോ എന്നുള്ള ആങ്സൈറ്റി വരാം. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ ഇതിന്റെ പകർച്ചയെ പറ്റിയും സുരക്ഷാ മാർഗങ്ങളെ പറ്റിയായിരിക്കും നമ്മൾ ഇനി സംസാരിക്കുന്നത്. നെക്സ്റ്റ്, എന്താണ് കോവിഡ് എന്ന് ചോദിച്ചാൽ ഇത് വൈറസ് ആണ്. ഞാൻ നേരത്തെ വൈറസിന്റെ പേര് 2-3 പറഞ്ഞു. SARS-CoV-2 അല്ലെ കൊറോണ വൈറസ്, അത് ഉണ്ടാക്കുന്ന രോഗമാണ് കോവിഡ് എന്ന് പറയുന്നത്. അതൊരു ജലദോഷ വൈറസ് പോലത്തെ ഒരു വൈറസ് ആണ്. ജലദോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വൈറൽ ഫീവർ ഉണ്ടാക്കുന്ന ഒരു തോതിലുള്ള വൈറസ് തന്നെയാണത്. നെക്സ്റ്റ് സ്ലൈഡ്. അങ്ങനെ ഇത് ചെയ്യുന്നത്, ഈ വൈറസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ
മൂക്കിനകത്ത് ഒക്കെ നമ്മുടെ ശ്വാസം വലിക്കുമ്പോൾ ഇത് നമ്മുടെ ചുറ്റുപാട് ഉണ്ടെങ്കിൽ നമ്മുടെ അകത്ത് പോകാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ചുറ്റുപാട് മലിനമാകുന്നത്? ഇത് പകരുന്ന രീതികൾ നോക്കണം. ഒന്ന്, നമ്മൾ ചുമയ്ക്കുക, തുമ്മുക, സംസാരിക്കുക. ആ നേരത്ത് നമ്മുടെ വായിന്ന് പോകുന്ന നേരിട്ടുള്ള സ്പ്രേയും തീരെ ഇൻവിസിബിൾ അല്ല, അദൃശ്യമായിട്ടുള്ള ഒരു സ്പ്രേ നമുക്ക് ചുറ്റും ഒരു 1-2 മീറ്റർ ദൂരം വരെയൊക്കെ പോകാം. അപ്പൊ അങ്ങനെ മുമ്പിൽ ഒരാളിന് അങ്ങനെ പകരാം. അതിന് പുറമെ ഇപ്പോഴത്തെ ഈ വകഭേദങ്ങൾക്കെല്ലാം കാറ്റിൽ തങ്ങി നിൽക്കാം, അത് വായുവിൽ കൂടെ അത് പകരാം. പിന്നെ പരിസരങ്ങളെല്ലാം അണുക്കളും കൊണ്ട് എപ്പോഴും മലിനമാണെങ്കിൽ അവിടെ തൊട്ട് കഴിഞ്ഞിട്ട് അറിയാതെ നമ്മുടെ ഈ കൈ മൂക്കിന്റെ അടുത്തോ മൂക്കിൽ കൊണ്ടും തൊടുകയോ മുഖത്ത് തൊടുകയോ ഒക്കെ ചെയ്താൽ അങ്ങനെയും കിട്ടാം. അപ്പൊ ഇതാണ് അത് കിട്ടുന്ന ഏറ്റവും പ്രധാന വഴികൾ. വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ വളരെ കോമൺ ലക്ഷണങ്ങളാണ്. അപ്പോ ഇത് ഇങ്ങനത്തെ ക്രൗഡിലൊക്കെ ഉള്ളപ്പോ എല്ലാവർക്കും കിട്ടുമോ എന്നുള്ള ചോദ്യമുണ്ട്. ലക്ഷണങ്ങളൊക്കെ വരാം, പക്ഷെ ഈ പേടി മാറുന്നത്. അപ്പൊ എല്ലാവർക്കും കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടുന്നത് എല്ലാവർക്കും കിട്ടാൻ സാധ്യത ഉണ്ട്. സൂക്ഷിപ്പില്ലെങ്കിൽ കിട്ടാൻ വളരെ എളുപ്പമാണ്. സൂക്ഷിപ്പുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത ഗണ്യമായി കുറവാണ്. പക്ഷെ എന്നാലും കിട്ടിയേക്കാം. പിന്നെ സൂക്ഷിച്ച് നമ്മൾ വേണ്ട പ്രിക്കോഷൻ ഒക്കെ ചെയ്തിട്ടാണ് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു മൈൽഡ് വെറൈറ്റി ആയിരിക്കാം കിട്ടാൻ ചാൻസ്. കുറച്ചുകൂടെ മൈൽഡ് ആയിട്ടുള്ള അണുബാധയായിരിക്കും. കാരണം അത്രയും വെളിച്ചമാകത്ത് കയറ്റാതെ ചെറിയ തോതിലാണ് കിട്ടിയെങ്കിൽ സ്വാഭാവികമായിട്ടും അസുഖത്തിന്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ അതിന്റെ ശക്തിയും കുറച്ച് കുറയാം. പിന്നെ എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ചില ആൾക്കാർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ KSRTC അല്ലെങ്കിൽ ക്രൗഡഡ് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും. ഇപ്പൊ KSRTC പറയാനില്ല, ഹോസ്പിറ്റലിലാണെങ്കിലും ക്രൗഡഡ് സ്ഥലങ്ങളാണ്. അങ്ങനെ ഏത് ക്രൗഡഡ് സ്ഥലങ്ങളിൽ ഇപ്പൊ വലിയ തിരക്കുള്ള കമ്പോളങ്ങളിൽ അവിടെയൊക്കെ സ്ഥിരമായി പണിയെടുക്കുന്ന ആൾക്കാർ, അതുപോലെ KSRTCയിലുള്ള സ്റ്റാഫ്, എസ്പെഷ്യലി ബസ്സിൽ ഉള്ള സ്റ്റാഫിനൊക്കെ ഒരു റിസ്ക് സമ്പർക്കം കൂടുതലായിട്ടുള്ളവർക്ക്. പിന്നെ ഈ രോഗം കൂടുതലുള്ള സ്ഥലത്ത് യാത്ര ചെയ്യുന്നവർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗവ്യാപനമുള്ള സ്ഥലത്ത് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ അതിന് വരാനുള്ള ചാൻസ് കുറച്ചുകൂടെ ഉണ്ട്. വരുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, വരാനുള്ള ചാൻസ് ആണ് പ്രിക്കോഷൻ കുറഞ്ഞാൽ, നമ്മുടെ സൂക്ഷിപ്പ് കുറഞ്ഞാൽ. പിന്നെ പൊതുവെ വയോജനങ്ങൾക്കും കുട്ടികൾക്കൊക്കെ പ്രതിരോധ ശക്തി കുറച്ച് കുറവായതുകൊണ്ട് അവർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്നാൽ ഇത് കൂടുതൽ ഗൗരവമാകുന്ന എപ്പോഴാണ്? അത് ചിലപ്പോൾ നേരത്തെ അസുഖങ്ങളുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും പ്രമേഹ രോഗം അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഇപ്പോൾ ഡയബറ്റീസ് ആണ് പറയുന്നത്. അപ്പൊ പ്രമേഹം എന്ന് പറയുമ്പോൾ ശരിയായി ചിട്ടയായിട്ട് മരുന്നും അതിൻ്റെ ചിട്ടകളൊന്നും പാലിക്കാതെ ചിലപ്പോൾ കൺട്രോൾ പാളിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഇല്ല, ഡയബറ്റീസ് തന്നെ നല്ലോണം സൂക്ഷിക്കുന്നവരുണ്ട്, അത്ര സൂക്ഷിക്കാത്തവരുണ്ട്. അപ്പൊ അങ്ങനെ സൂക്ഷിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറയാം. ഗർഭിണികൾക്ക് രോഗസാധ്യത കൂടുതലാണ്. പിന്നെ ഈ അവയവം മാറ്റി ട്രാൻസ്പ്ലാന്റ് അല്ലെ, കിഡ്നിയോ മറ്റു അവയവങ്ങളൊക്കെ മാറ്റി വെച്ച ആൾക്കാർ ഇത് നമ്മുടെ നാട്ടിലുണ്ട് കുറെയൊക്കെ. ക്യാൻസർ ചികിത്സ ചെയ്യുന്നവരുണ്ട്. ഈ കിഡ്നിക്കൊക്കെ അസുഖം വന്ന് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ HIV ഒക്കെ ഉള്ള ആൾക്കാർക്ക് രോഗപ്രതിരോധ ശക്തി കുറവാകും. അപ്പൊ അവർക്ക് കൂടുതൽ വരാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിന്റെ രോഗസാധ്യത കൂടുതലുമാണ്. അടുത്തത് ഈ പകരം രീതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ലക്ഷണങ്ങൾ. അപ്പൊ ഇത് കിട്ടിയോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന എങ്ങനെയാണ്? ലക്ഷണം, ഏത് രോഗവും കിട്ടിയോ എന്നറിയുന്ന ലക്ഷണങ്ങൾ വെച്ചാണ്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഒന്ന് പനിയാണ്. പിന്നെ ഒരു ലക്ഷണം തൊണ്ടയ്ക്കകത്ത് കാറില് തൊണ്ടവേദന, വരണ്ട കുത്തിയുള്ള ചുമ, ഇത് അടുത്ത ഒരു കോമൺ ലക്ഷണമാണ്. പിന്നെ ക്ഷീണത്തെ പറ്റി എടുത്തു പറയാനുണ്ട്. കാരണം ക്ഷീണം ഇതിന് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ക്ഷീണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ഷീണമുണ്ട്. ക്ഷീണം ഒരു റയർ സാധനമല്ല. ക്ഷീണം നമുക്ക് എല്ലാവർക്കും എന്നുള്ള കാര്യമാണ് ജോലി കഴിഞ്ഞാൽ. പക്ഷെ ഇതിന്റെ ക്ഷീണം സാധാരണ ഉള്ളതിനോട് നോക്കിയാൽ വളരെ വളരെ സ്ട്രോങ്, വല്ലാത്ത ക്ഷീണമാണ്. അതായത് നമുക്ക് നേരത്തെ അനുഭവിച്ചിരുന്ന വ്യത്യാസം മിക്കവാറും ആൾക്കാർ പറയാറുണ്ട്. വളരെ വല്ലാതെ ക്ഷീണം തോന്നി എന്നുള്ളത് പറയാം. സോ ക്ഷീണം, ഇത് മൂന്നും ഏറ്റവും കോമൺ ലക്ഷണങ്ങളാണ്. പിന്നെ കൊച്ചു ലക്ഷണങ്ങൾ അല്ലാത്ത കുറെ എണ്ണമുണ്ട്. സ്ഥിരമായി കാണുന്ന മേല് വേദന, കൈവേദന, കാലുവേദന, സന്ധികൾ വേദന, ചിലർക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടാകാം. പിന്നെ ചിലർക്ക് കണ്ണിൽ ചുവപ്പ് നിറം ഉണ്ടാകാം. പിന്നെ ഒരു വളരെ എല്ലാവർക്കും പറയാൻ ഇഷ്ടമുള്ള 2 ലക്ഷണങ്ങളുണ്ട്. അതായത് രുചി പോയി, മണം പോയി. അത് പക്ഷേ ഇങ്ങനെ പറയുന്നെങ്കിലും ഇപ്പൊ കോവിഡിന്റെ ഇപ്പോഴത്തെ വകഭേദമൊക്കെ വന്നപ്പോൾ ഈ രുചിയും മണവും പോക്ക് അത്ര വലിയ കോമൺ ഒന്നും അല്ല. മിക്കവാറും വന്നവർക്കെല്ലാം രുചിയും മണവും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഈ രുചിയും മണവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ രോഗത്തിന് നമുക്ക് കിട്ടിയില്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. രുചിയും മണവും ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ ഇതാണ് ഏറ്റവും കോമൺ ലക്ഷണങ്ങൾ. കൂടുതൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ വിരലിന്റെയും കാലിന്റെ നഖത്തിനൊക്കെ നിറമാറിലൊക്കെ വരാം. പക്ഷെ അതൊക്കെ കൂടുന്ന അവസരത്തിലാണ്. അടുത്തത്, അപ്പൊ കൂടുന്ന കാര്യം പറയുമ്പോൾ ഈ രോഗം കൂടുമ്പോ അത് നമ്മളെ ശ്വാസകോശത്തിനെയും അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയാൽ ലങ്സ്, ശ്വാസകോശം, ലങ്സ് അവിടെയൊക്കെയാണ് ബാധിക്കുന്നത്.
അപ്പൊ ആദ്യം തൊണ്ട മൂക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ലങ്സിനെയാണ് ഏറ്റവും ശക്തിയായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത്. ഒരു 95 അല്ലെ 97% വരെ ആൾക്കാർക്ക് വളരെ ചെറുതായിരിക്കും രോഗലക്ഷണങ്ങൾ. പക്ഷെ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടെ ഗുരുതരമായിട്ട് ശ്വാസ തടസ്സം, അല്ലെ ശ്വാസം വലിക്കുമ്പോൾ നെഞ്ഞിനകത്ത് വെയിറ്റ് കയറ്റി വെച്ചാലോ ശ്വാസം വലിക്കുമ്പോൾ വേദന ഉണ്ടാകാം. അങ്ങനെ ചിലപ്പോൾ ചുമച്ചു തുപ്പുമ്പോൾ കഫത്തിൽ രക്തത്തിന്റെ ഒരു അംശം കാണാം. നെഞ്ചുവേദന ചിലപ്പോൾ വല്ലാണ്ട് തോന്നിയേക്കാം. പിന്നെ അബോധാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആദ്യമൊക്കെ മാനസികമായിട്ടുള്ള ഒരു കുഴച്ചിലാണ്. അത് കാര്യങ്ങളൊന്നും നമുക്ക് ക്ലിയർ ആകാൻ നമ്മൾ മെന്റൽ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥ. രാത്രിയും പകൽ അറിയാതിരിക്കുക, കൂടെയുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയാണ്ടിരിക്കുക, അങ്ങനെ മനസ്സിന്റെ ഒരു കോൺഷ്യസ്നസ് ഉണർവ് പോകുന്ന പോലത്തെ ഫീലിംഗ് ആൻഡ് അബോധാവസ്ഥ വരാം. അപ്പൊ ഇതൊക്കെയാണ് ഈ കുറച്ചുകൂടെ ഗുരുതരമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ. അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ അനുമാനം എന്താണ്, ഈ ഗുരുതര ലക്ഷണങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ ഉള്ളിൽ നല്ല പ്രശ്നം ഉണ്ടായി കാണും. അപ്പോ ന്യൂമോണിയ അതൊരു കോംപ്ലിക്കേഷനാണ്. അത് ശരിക്ക് അപൂർവമായി വരുന്ന കോംപ്ലിക്കേഷനാണ് ന്യൂമോണിയ. പണ്ട് എല്ലാവർക്കും അറിയാം, ഈ കഫക്കെട്ടിനെയാണ് ശക്തിയായ കഫക്കെട്ടാന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുക. അതിനെയാണ് നമ്മൾ ഡോക്ടർമാരെ ന്യൂമോണിയ എന്ന് വിളിക്കുന്നത്. ആശുപത്രിയിൽ കടന്ന് ചികിത്സിക്കേണ്ടി വരും. മിക്കവാറും വീട്ടിൽ നിന്ന് ഗുളിക വെച്ചൊന്നും ന്യൂമോണിയ മാറ്റാനത്ര എളുപ്പമല്ല. പിന്നെ ശക്തിയായിട്ടുള്ള ശ്വാസതടസ്സം വരാം. അങ്ങനെ വരുമ്പോൾ വേണ്ടത്ര ഓക്സിജൻ ബോഡിക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കിടത്തി, ഈ ICUവിൽ കിടത്തി ചിലപ്പോൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ് കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാകാം. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഈ രക്തത്തിൽ പലതരം അണുബാധകൾ വിരിഞ്ഞു കയറാം. അങ്ങനെ കുറെ അണുബാധയും കൂടെ വരുമ്പോഴേക്കും രക്തത്തിനകത്ത് ചിലപ്പോൾ ഉള്ളിൽ ക്ലോട്ടിങ് വരും, പുറമെ ബ്ലീഡിങ് വരാം. അങ്ങനെ ഒരു അവസ്ഥ വരാം. ഉള്ളിൽ ക്ലോട്ടിങ് തുടങ്ങുന്നു, രക്തത്തിനെ കട്ടുപിടിച്ച് തുടങ്ങുന്നു. ആൻഡ് ചിലപ്പോൾ നമ്മുടെ അവയവങ്ങൾ, കിഡ്നി, അവിടെ ഇവിടെയൊക്കെ കൊച്ചു രക്തസ്രാവങ്ങൾ അതിനകത്തൊക്കെ ഉണ്ടായിട്ട് പിന്നെ എല്ലാം പ്രവർത്തനം താളം തെറ്റാം. അപ്പൊ ഇതെല്ലാം കൂടിയാണ് ഈ IC കിടക്കുമ്പോൾ നമ്മൾ ഡോക്ടർ പറയില്ലേ, ഇത് കുറെ കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്, ഇനി കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ മനസ്സിൽ കണ്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് ICയുടെ മുമ്പിൽ വന്ന് ബൈസ്റ്റാൻഡറുകൾ പറയുന്നത് ഈ കണ്ടീഷൻ അത്ര നല്ലതല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാകുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ പേടിയൊന്നും ആകണ്ട. നേരത്തെ പറഞ്ഞല്ലോ, വീണ്ടും പറയാണ്, ഇതിന്റെ ഈ സ്ട്രെയിൻ, അതായത് ഒമൈക്രോൺ സ്ട്രെയിൻ പൊതുവെ അത് കോംപ്ലിക്കേഷനിൽ പോകുന്നത് വളരെ കുറവാണ്. പക്ഷെ സൂക്ഷിക്കണം. അപ്പൊ പ്രതിരോധ പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മൾ പാലിക്കണം. അതിന് നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞ എല്ലാം ബേസിക് കാര്യങ്ങളുണ്ട്. ആദ്യമേ പറഞ്ഞു, പണ്ടും പറഞ്ഞു, നടുക്കും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. ബേസിക് ആദ്യ കാലത്ത് 2020 കോവിഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ വീണ്ടും ക്ഷണിക്കുകയാണ്. ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞിട്ട്. ആ ബാക്ക് ടു ബേസിക്സിനകത്ത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കണം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ പണ്ട് ആദ്യകാലത്തൊക്കെ ആൾക്കാർ തുണി മാസ്ക് ഇട്ടുമായിരുന്നു, ചിലർ സ്റ്റൈലുള്ള തുണി മാസ്ക് കിട്ടും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് തുണി മാസ്ക് ഒന്നും പോരാ, ഒന്നിക്ക് N95 മാസ്ക് അത് തന്നെ വേണം. അപ്പൊ ഇത് N95 മാസ്ക് ശരിയായ രീതിയിൽ നമ്മൾ മൂക്കും വായും എല്ലാം പൊട്ടുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ മുമ്പിലൊന്നും തൊട്ട് കളിക്കുക. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചെവിയിൽ ഇവിടെ വെച്ച് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ N95 മാസ്ക് ഉപയോഗിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 2 3 ലെയർ മാസ്ക്, നമുക്ക് സർജിക്കൽ മാസ്ക് എന്ന് പറയും, നീളമുള്ള ഇങ്ങനെ മടക്കുള്ള ഒരു സാധനമുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, 2 എണ്ണം. അപ്പൊ ഈ വിധത്തിലൊക്കെയാണ് മാസ്ക്. പിന്നെ മാസ്ക് ശരിയായ രീതിയിൽ കണ്ട് മുകളിലോട്ട് എത്തണം, താഴെ എത്തണം, കവർ ചെയ്തിരിക്കണം, ടൈറ്റ് ആയിരിക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് മാസ്കിന്റെ ശരിയായ ഉപയോഗം. ഒരു സാധാരണ മാസ്ക് ഒരു 6-8 മണിക്കൂറൊക്കെ പരമാവധി യൂസ് ചെയ്യാം. നമ്മൾ സംസാരിക്കുക അതുപോലെ ചെയ്യുമ്പോഴേക്കും അതിന്റെ ഉള്ളിൽ നനയുകയാണെങ്കിൽ ഈ മാസ്കിനെ നമ്മൾ ഊരിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൈക്ക്, അങ്ങനെ മാറ്റേണ്ട ജോലിയിലൊക്കെ ഏർപ്പെടുന്നവർ, നീണ്ട നേരം ജോലിയിൽ ഏർപ്പെടുന്നവർ ഒരു പ്ലാസ്റ്റിക് കവറുടെ കയ്യിൽ നമ്മൾ ഊരിയിട്ട് ആ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇടുക. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി അത് അത് നശിപ്പിക്കേണ്ടതാണ്, അങ്ങനെ നശിപ്പിക്കുക. അതെല്ലാം റീയൂസ് ചെയ്യേണ്ട. N95 ചിലതൊക്കെ റീയൂസ് ചെയ്യാം. കാരണം ഇത് വിലയുള്ള മാസ്ക് ആണെങ്കിൽ ഇത് കൊണ്ടുപോയി, ഇപ്പൊ ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് അപ്പൊ നമ്മുടെ 7 സെറ്റ് മാസ്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. 7 എണ്ണം. അതെല്ലാം നമ്മൾ മഷി കൊണ്ട് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി അതിനെ അടയാളപ്പെടുത്തുക. അപ്പൊ തിങ്കളാഴ്ച ഇട്ട മാസ്ക് തിങ്കളാഴ്ച മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഷെഡിൽ അല്ലെങ്കിൽ ഈ ചായത്തിന്റെ കടിയിൽ പോയി ഒരു നല്ല ചൂടൊക്കെ കിട്ടുന്ന സ്ഥലത്ത്, കാറ്റും കിട്ടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും തൂക്കിയിട്ടേക്കുക. ഇത് അടുത്ത ഒരാഴ്ച കൊണ്ട് പതുക്കെ ഉണങ്ങി വരും. അടുത്ത തിങ്കളാഴ്ച പിന്നെ ഇത് തുടവും. നാളെ ചൊവ്വാഴ്ച എടുക്കുന്ന ഏതാണ്? ചൊവ്വാഴ്ച നേടിയ മാസ്ക്. അത് തന്നെ യൂസ് ചെയ്താൽ അടുത്ത ചൊവ്വാഴ്ച വരെ അത് തൂക്കി കിടക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് 7 മാസ്ക് കൊണ്ട് ചിലപ്പോൾ 2, 3, 4 സൈക്കിൾ ഉപയോഗിച്ച് നഷ്ടം വരാതെയും നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. അപ്പൊ ഇത് മാസ്കിന്റെ ഉപയോഗം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എല്ലാവരും മാസ്ക് ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു സത്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറെ കുറഞ്ഞിട്ടുണ്ട് ഭാഗ്യവശാൽ. പക്ഷെ ഒന്നുകൂടി ചിത്രങ്ങൾ കാണിക്കാം, എന്തൊക്കെ അബദ്ധങ്ങൾ സാധാരണ വരുന്നത്. ആ ചിത്രം ഉണ്ടോ നിതീഷ്? ഇതിന്റെ പിറകെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, ഒന്ന് ജമ്പ് ചെയ്ത് പോകണം.
മാസ്ക് തെറ്റി ഉപയോഗിക്കുന്ന എന്നൊരു ചിത്രങ്ങളുണ്ട്. യെസ്, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയം തോന്നുന്നുണ്ടാവും. ബസ്സിലും അല്ലെങ്കിൽ ക്രൗഡിലും ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന പാസഞ്ചേഴ്സിനെ നോക്കിയാലും ഇന്ന് വളരെയധികം ആൾക്കാരെ ശരിക്കും പച്ച ടിക്കറ്റ് വരെ കറക്റ്റായി കിട്ടുന്നുണ്ട്. പക്ഷെ നേരത്തെ തുണി മാസ്ക് ഒക്കെ തീരെ വീതിയില്ലാത്തത്, അപ്പൊ എപ്പോഴും മൂക്ക് നിറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ വായി പുറത്ത് കാണുന്നുണ്ടായിരുന്നു, ചിലരിങ്ങനെ കമ്മൽ ചെവി തൂക്കിയിട്ട മാസ്ക്, ചിലർ താടിയിൽ കഞ്ചി കെട്ടി തൂക്കിയ പോലെ അങ്ങനെ ഒരു മാസ്ക്. അപ്പൊ പല വിധത്തിലും പല സ്റ്റൈലിലും ആൾക്കാർ വയ്ക്കാറുണ്ട്. കോവിഡ് വൈറസിന് ഇതൊന്നും വളരെ തമാശയാണ്, നേരെ കയറി നമ്മളെ ബാധിക്കും. അതുകൊണ്ട് ഇതിനകത്ത് ആദ്യത്തെ മനുഷ്യൻ, പച്ച ടിക്കറ്റ് മനുഷ്യനാണ് ഏറ്റവും ബുദ്ധിയുള്ളതും ഏറ്റവും സേഫ് ആയിട്ട് ഇറങ്ങി വരാൻ പോകുന്നത്. സോ ആ വിധത്തിൽ എല്ലാവരും ചെയ്യണം. ബസ്സിലും തിരക്കിലും ഒക്കെ നമുക്ക് അനൗൺസ്മെന്റ് കൊണ്ട് നേരിട്ട് പറയുമ്പോഴും ഒരു ഫ്രണ്ട്ലി വാക്ക് പറഞ്ഞാൽ ഇത് തെറ്റിക്കുന്ന ആൾക്കാരെ നമുക്ക് തിരുത്തുകയും, കാരണം അവരൊക്കെ മാത്രമല്ല കൂടെയുള്ള പാസഞ്ചേഴ്സിനും സ്റ്റാഫിന്റെ എല്ലാം റിസ്ക് ആണ്. അപ്പൊ എല്ലാവരുടെയും പൊതു നന്മ മുൻനിർത്തിക്കൊണ്ട് തിരുത്താൻ നമുക്ക് പറയാം. മറ്റ് പാസഞ്ചേഴ്സ് കൂട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ തിരുത്താൻ കണ്ടക്ടറോ ഡ്രൈവറോ പറയുകയാണെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് പറയുമ്പോൾ അതിനൊക്കെ നല്ല വാല്യൂ ഉണ്ട്. എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. KSRTCയിലെ ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ പാസഞ്ചേഴ്സിന് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടാണ്. എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന ബസ്സുകളുണ്ട്. ചിലത് സ്ഥിരമായിട്ടുള്ള പാസഞ്ചേഴ്സും ഈ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ വളരെ സംസാരിച്ച് ജോളിയായിട്ട് പോകുന്ന ടീംസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, പിന്നെ അപ്പൊ മാസ്കിന്റെ കാര്യം. രണ്ടാമത്തത് നമ്മൾ എപ്പോഴും കൈ കഴുകുന്ന കാര്യം, കൈ വൃത്തിയായിരിക്കണം. അപ്പൊ കൈ വൃത്തിയാക്കാൻ നമുക്ക് കൊണ്ടു നടക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സാനിറ്റൈസറിന്റെ കൊച്ചു കുപ്പിയുണ്ട്, പോക്കറ്റിലൊക്കെ പിടിക്കാൻ പറ്റുന്ന ഈ PE കുപ്പികളുണ്ട്. ഇങ്ങനത്തെ ചെറിയ കുപ്പി, ഇത് നമുക്ക് പോക്കറ്റിൽ വെക്കാം. എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും തോന്നി അപ്പൊ തന്നെ കയ്യിലെടുത്തൊന്ന് നമുക്ക് 2 ഞെക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കൈ വൃത്തിയാക്കി. അപ്പൊ ഒരു 40 സെക്കൻഡ് അല്ലെ 20 സെക്കൻഡെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ഉരയ്ക്കണം. ഇത് എല്ലാ സ്ഥലത്തും ആക്കിയിട്ട് ചുമ്മാ തേച്ചാൽ പോരാ, എല്ലാ ഭാഗത്തും ആകണം. തള്ളവരലടക്കം എല്ലാ സ്ഥലത്തും ആകണം അത്. ഇനി അതെല്ലാം നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് നമുക്കൊരു ഡ്യൂട്ടി റൂമിലോ എവിടെയെങ്കിലൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡിൽ ഇറങ്ങി ആഹാരം കഴിക്കാൻ പോകുന്നു, എല്ലാവരും ഈ ക്യാൻറ്റീനിൽ ഇറങ്ങി ആഹാരം, അപ്പൊ അവിടെ സോപ്പും വെള്ളം ഉണ്ടെങ്കിൽ അത് ഒരു 40 സെക്കൻഡ് അല്ലെങ്കിൽ 60 സെക്കൻഡ്, 1 മിനിറ്റൊക്കെ നല്ലോണം പതപ്പിച്ച് എല്ലാ ഭാഗവും വൃത്തിയാക്കി കഴുകണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൈ വൃത്തിയായി. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്താണ് ഈ ശാരീരിക അകലം. അത് വലിയ പ്രശ്നമാണ്. കാരണം ഇന്ന് നമ്മൾ നോർമൽ ലൈഫിലോട്ട് പോകുമ്പോൾ ശാരീരിക അകലം പാലിക്കാൻ വലിയ പ്രയാസമാണ്. ബസ്സിനകത്ത് എനിക്ക് ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. കാരണം അങ്ങനെ കൺട്രോൾഡ് ആയിട്ട് ഓടിക്കാൻ അത്രയും ബസ്സും ഇല്ല, അത്രയും ഇത് എന്താണ് അത് നടക്കുന്ന കാര്യമല്ല എന്നറിയാം. പക്ഷെ പറ്റുന്ന അവസരങ്ങളിൽ നമ്മൾ എവിടെയൊക്കെയാണ് ജോലി സ്ഥലത്ത് ഏതൊക്കെ അവസരം നമുക്ക് പറ്റും അവിടെ നമ്മൾ അകലം പാലിച്ച് നിൽക്കുന്നത് എപ്പോഴും നല്ലത്. കാരണം ഇവിടെ കിട്ടാത്ത ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് പറ്റുന്ന നേരത്തൊക്കെ ചെയ്യുക, ഡു യുവർ ബെസ്റ്റ് എന്നുള്ളതാണ്. പിന്നെ ഈ ഇപ്പൊ ഒരു ക്രൗഡിനകത്ത് പോയിട്ട് അകലം പാലിക്കുമെന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പോ പറ്റുമെങ്കിൽ അങ്ങനത്തെ ക്രൗഡഡ് സ്ഥലങ്ങളിൽ നമ്മൾ വോളണ്ടറി ആയിട്ട് നമ്മൾ ചെല്ലേണ്ട ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ചെല്ലാതിരിക്കും. ഉദാഹരണം ഇപ്പൊ ഒരു മരണത്തിന്റെ ചടങ്ങ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളുടെ ഒരു വിവാഹ ചടങ്ങ് അവിടെ വീട്ടില്, അപ്പൊ അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അറിയാം ബന്ധുക്കളൊക്കെ ആകുമ്പോൾ തന്നെ കുറെ ആള് കാണും. നമ്മളും കൂടെ ചെല്ലുമ്പോഴേക്കും അപ്പൊ നമുക്ക് ഫോൺ വിളിച്ചും വീഡിയോ കോളായിട്ടൊക്കെ ആശംസ പറയാം. മറ്റേ സിറ്റുവേഷനിലാണെങ്കിൽ സങ്കടം അല്ലെങ്കിൽ അവരുടെ ഒരു അനുശോചനം പറയാം. നമ്മൾ ചെല്ലുന്ന ഒഴിവാക്കുക. ഒരു 2-3 മാസത്തേക്കെങ്കിലും ക്ഷമിക്കുക എല്ലാവരും. അങ്ങനെ ഈ എല്ലാ തരത്തിലും പോകുന്ന ഒഴിവാക്കുക. കടകളിലേക്കുള്ള പോക്കിന് ലിമിറ്റ് ചെയ്യുക. അത്യാവശ്യം എല്ലാവരും കൂട്ടി വെച്ച് ഒരു ദിവസം പോയി ഷോപ്പിംഗ് നടത്തുക, അല്ലെങ്കിൽ ലിസ്റ്റ് എഴുതി കൊടുത്തിട്ട് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു പോരുക. അവരെയൊക്കെ എടുത്തു വെച്ചിട്ട് വെറുതെ ബാഗ് എടുത്ത് തിരിച്ചു പോരുക, സാധനങ്ങൾ സഞ്ചി എടുത്ത് തിരിച്ചു പോരുക. അപ്പൊ അങ്ങനത്തെ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ നമ്മളിപ്പോ ചെയ്യണം. ക്രൗഡഡ് ഈ സാമൂഹ്യ അകലം. പിന്നെ ഈ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ജോലി സ്ഥലത്ത് ഇപ്പൊ KSRTC മൂവിംഗ് സ്റ്റാഫ് ആണെങ്കിൽ തീർച്ചയായും ബസ്സിനകത്താണ്, അവിടെ കാറ്റുവോട്ടം നല്ലോണം ഉണ്ട്. സോ ജനലുകളും എല്ലാം തുറന്നിട്ട് പോകുന്നതാണ് നല്ലത്. ഈ ജനല് പൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ കഴിയുന്നത്ര ബസ്സിനകത്തൊക്കെ, ഇവിടെ ബസ്സിനകത്ത് എന്തായാലും കാറ്റ് കിട്ടും, പക്ഷെ എന്നാലും ജനല് തുറന്നിട്ടാൽ നല്ലത്. ഞാൻ പറയാൻ കാരണം, ഞാൻ വയനാട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും കാണാറുണ്ട് ജനങ്ങളൊക്കെ ചെറിയ തണുപ്പുള്ളപ്പോൾ തന്നെ എല്ലാം കൂടെ താഴ്ത്തിയിടുന്നതാണ് ആ ഷട്ടർ. നമുക്കൊക്കെ അവിടെ ചെന്നാൽ കോഴിക്കോട് നിന്ന് മാനന്തവാടിക്ക് പോകുന്ന ബസ്സിനകത്ത് പുറത്ത് കണ്ട് ജനലൊക്കെ പൊക്കി വെച്ച് കൂൾക്കാറ്റൊക്കെ കിട്ടി പോകാൻ ഇഷ്ടം. പക്ഷെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഷട്ടർ താഴ്ത്തി പോകുന്നത് കാണാം. ഷട്ടർ ഓപ്പൺ ആയി രാത്രിയൊക്കെ ആണെങ്കിലും മിനിമം ലെവലിലെങ്കിലും ഷട്ടേഴ്സ് ഓപ്പൺ ആണെങ്കിലും കാറ്റോട്ടം കിട്ടും. പിന്നെ അല്ലാതെ മുറികളിലാണെങ്കിലോ, ഇപ്പൊ ഏതെങ്കിലും ഓഫീസ് ഡ്യൂട്ടി ചെയ്യുന്ന ഇഷ്ടംപോലെ സ്റ്റാഫ് ഉണ്ട് KSRTCയിൽ. നമ്മുടെ ഓഫീസ് മുറിയിലും ജനല് വാതിലുകളെല്ലാം തുറന്നിടുക, കർട്ടണം ഒക്കെ ഇട്ട് മൂടാതെ എല്ലാം ഓപ്പൺ ആയി കിടക്കണം. മുറിക്കകത്ത് കഴിയുന്നത്ര നമ്മൾ സ്പേസ് ഇട്ട് തന്നെ ഇരിക്കാൻ നോക്കുക. ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ വെവ്വേറെ നേരത്തെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ബാക്കി എല്ലാ സൂക്ഷിപ്പും ചെയ്തിട്ട് പിന്നെ കാര്യങ്ങൾ പൊളിയുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ആഹാരം കഴിക്കുമ്പോഴാണ്. ഓഫീസിലൊക്കെ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് കഴിക്കുന്നത്. സോഷ്യൽ ഒരു നേരമാണ് ആഹാരം. അപ്പോൾ എടുത്തു വെച്ച് സംസാരിച്ച് കഴിച്ച് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ചമ്മന്തിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സൈസ് ചെയ്ത് കറികളൊക്കെ ഒഴിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? വൈറസിന് നല്ല കൊയ്ത്താണ് ആ നേരത്ത് പകരം. അതുകൊണ്ട് കാരണം ഒരു പ്രൊട്ടക്ഷനും ഇല്ല. വൈറസ് ചിരിച്ചുകൊണ്ടാണ് കയറുമ്പോൾ. ഇത്രയും നേരം അവരെല്ലാം സൂക്ഷിച്ചിരിപ്പോൾ ഇതെല്ലാം തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വെവ്വേറെ നേരത്തെ കഴിക്കാൻ നോക്കുക. കഴിക്കുമ്പോൾ മിണ്ടാതിരുന്ന് കഴിക്കുക.
കഴിച്ച് വായും കഴുകി മാസ്ക് തിരിച്ചിട്ട് കഴിയുമ്പോൾ മാത്രമേ കളിയും ചെയ്യും സംസാരവും റിലാക്സിങ് ഒക്കെ പാടുള്ളൂ. അപ്പൊ ഇത് സോഷ്യൽ ചേഞ്ച് ആണ്. നമ്മൾ ഇതൊക്കെ കുറച്ചാൾ ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. വൈറസ് നമ്മൾ പറഞ്ഞതൊന്നും അങ്ങനെ അനുസരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തിട്ട് അതിന് തടിത്തപ്പ എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. നമ്മൾ ബുദ്ധിപരമായിട്ട് ചെയ്യുക. സോ ഇതാണ് പ്രിവെൻഷൻ, പ്രതിരോധ പ്രവർത്തനങ്ങൾ. പിന്നെ ഇതിന്റെ കൂടെ ഈ 3 വലിയ തൂണുകളാണ് പ്രതിരോധത്തിന്റെ. പക്ഷെ 4ാമത്തെ ഒരു തൂണുകളുണ്ട് ശക്തിയേകാൻ വേണ്ടി. അത് വാക്സിനേഷനാണ്. അപ്പോൾ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ജാനുവരിയിലാണ് 1 കൊല്ലമായി വാക്സിനേഷൻ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്. അങ്ങനെ തുടങ്ങി മുമ്പോട്ട് വന്ന് ഇപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർക്ക് നാട്ടിൽ, കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ നമുക്ക് വാക്സിനേഷൻ കൊടുക്കാൻ പറ്റി. അപ്പൊ ഈ വാക്സിനേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എടുക്കുന്നതിൽ കൂടെ ഗുണം എന്താണ്? വരുന്ന കോവിഡിന്റെ വീര്യം വളരെ കുറവാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ എല്ലാ തെളിവും കാണുന്നത്. കാരണം ഇത് ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞു നടക്കാറുണ്ട്, വാക്സിൻ എടുത്തവർക്ക് പിന്നെയും കോവിഡ് വന്നു, അപ്പൊ പിന്നെ ഇതൊക്കെ എന്തിനാ വേസ്റ്റ്, ഒരു കാര്യമില്ല. അതൊക്കെ നമ്മൾ ചുമ്മാ പറയുക ആൾക്കാർ. അതൊന്നും വിശ്വസിക്കരുത്. വാക്സിൻ എടുത്താലും കോവിഡ് വരാം. പക്ഷെ വന്നാൽ എന്താണ്, അത് മൈൽഡായി നിൽക്കുന്നതും ഹോസ്പിറ്റലിൽ കയറുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ആദ്യകാലത്തൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ ഒബ്സർവേഷനിൽ പോയി കിടക്കലും ഓക്സിജൻ കൊടുക്കലും ഇന്ന് എത്രയോ കുറവാണ് ഇന്നത്തെ തോത് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് വാക്സിൻ എന്തായാലും പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കാതിരിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ദിശയിൽ വിളിച്ച്, ദിശ എന്നുള്ള നമ്പർ നിങ്ങൾക്ക് അറിയാം, ഹെൽത്തിന്റെ ഒരു ഹെൽപ്പ് ലൈൻ ആണ്. 24 മണിക്കൂറും കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു ആരോഗ്യവകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ. അതിന് ബ്രേക്ക് ഇല്ല, ഓഫ് ഇല്ല, ഡൗൺ ടൈം ഇല്ല. നമ്പറുകൾ ഞാൻ പറയാം, അത് എല്ലാവരും ഒന്ന് എഴുതിയെടുത്തിട്ട് പിന്നെ നിങ്ങൾ ഫോണിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫോണിലൊക്കെ സേവ് ചെയ്യാം. പക്ഷെ 3 നമ്പർ ഉണ്ട്, അതുകൊണ്ട് അത് എഴുതിയെടുത്താൽ ഞാൻ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. അത് എപ്പോ വേണം നിങ്ങൾക്ക് വിളിച്ചാൽ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള ഏത് കാര്യത്തിനും, അത് കോവിഡിന് മാത്രമല്ല ഏത് ഹെൽത്തിന്റെ സിറ്റുവേഷനും എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാ എന്ന് ഒരു നല്ല കറക്റ്റ് ഐഡിയ പറഞ്ഞുതരും. എമർജൻസീസ് ആണെങ്കിൽ അതിന് എന്താ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞുതരും. നിങ്ങൾ സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആ സംശയം പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ അത് പറഞ്ഞുതരും, ഏത് വിഷയത്തിനെ കുറിച്ചും ആരോഗ്യത്തിന്റെ. അപ്പൊ അത് ഫസ്റ്റ് നമ്പർ 104 104 104. ഒരാൾ എഴുതുന്ന എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം. ഉടനെ പേപ്പർ എടുത്ത് ശ്രീ ദിലീപ് എഴുതുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനം. താങ്ക് യു ദിലീപ്, അതെങ്ങനെ കൃത്യമായിട്ട് എഴുതിയെടുത്തത്. 104. രണ്ടാമത്തെ നമ്പർ 1056 1056. പിന്നെ മൂന്നാമത്തെ നമ്പർ ഉണ്ട് 0471 255 2056. ഇവിടെ ഈ പ്രോഗ്രാം ഇരിക്കുന്നവരോടുള്ള അഭ്യർത്ഥന, നിങ്ങളുടെ KSRTC, നമ്മുടെ നിങ്ങളുടെ അല്ല, നമ്മുടെ സ്വന്തം KSRTCയിലെ എല്ലാ വ്യക്തികൾക്കും ഈ നമ്പർ ഷെയർ ചെയ്യുക, അവരുടെ കുടുംബങ്ങളിൽ ഷെയർ ചെയ്യുക. എല്ലാതരം സംശയങ്ങൾക്കും വിളിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. ആരോഗ്യമായിക്കോട്ടെ, കുട്ടികളുടെ കാര്യങ്ങളായിക്കോട്ടെ, കൗമാര കുട്ടികളുടെ പലതരം ടെൻഷൻ ആയിട്ട് എന്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മുടെ വിദഗ്ധർ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് അതിന് വിളിക്കുന്ന എന്തും ചോദിച്ച് ചെയ്യുക എന്നുള്ള ശീലം ഉണ്ടാക്കിയാൽ കേരളത്തിന്റെ ആരോഗ്യം നിങ്ങൾക്കൂടെ ഒരു പങ്കുണ്ട്, അത് നന്നാക്കിയെടുക്കാം. സോ അത് ദിശ. പിന്നെ അതുപോലെ ഇപ്പൊ ദിശയെ പറ്റി പറയുമ്പോൾ ഒരിക്കലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ അസുഖങ്ങൾ ഇതിനിടയ്ക്ക് പലതും വരാം. ഇപ്പൊ കോവിഡ് ആയിട്ട് എല്ലാവരും അടച്ചുപൂട്ടി അകത്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ അകത്ത് കഴിയുന്നത്ര നേരം ഇരിക്കാൻ സൂക്ഷിക്കാനൊക്കെ പറയും. അതുപോലെ മുതിർന്ന ആൾക്കാരെ നമ്മൾ അകത്ത് തന്നെ ഇരുത്തിയിരിക്കുന്നു, പുറത്ത് പോകാതിരിക്കാൻ, റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞു. അവർക്കൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അകത്ത് തന്നെ ഇരിക്കണം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനത്തെ നേരത്തെ, അല്ലെങ്കിൽ കോവിഡ് വന്നു കഴിഞ്ഞാലോ വീട്ടിൽ പരിചരണം, ഗൃഹപരിചരണം എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നേരത്താണ് ഈ ഹെൽപ്പ് ലൈൻ പോലെ തന്നെ കൺസൾട്ടേഷൻ. ഹെൽപ്പ് ലൈൻ എന്ന് വെച്ചാൽ സംശയങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ. കൺസൾട്ടേഷൻ എന്താ, ഒരു ഡോക്ടറോട് നമുക്ക് സംസാരിക്കണം നേരിട്ട്, നമുക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം, റിസൾട്ടിനെ പറ്റി ചോദിക്കണം. അപ്പൊ അങ്ങനെ കൺസൾട്ടേഷന് വേണ്ടി ഈ സഞ്ജീവനി എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ സഞ്ജീവനി OPD.in എന്ന് കമ്പ്യൂട്ടറുകളെ കയറാം, അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോണിലൊക്കെ ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഒരു ആശുപത്രി പോലെയാണത്. അതിനകത്ത് എപ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് കയറാം, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം, ടോക്കൺ എടുക്കാം, സമയം ഫിക്സ് ചെയ്യാം. ആ നേരം നിങ്ങൾക്ക് അലേർട്ട് വരും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യാലിറ്റി, ഇപ്പൊ കുട്ടികളുടെ ഡോക്ടർ ഉണ്ട്, ഗൈനക്ക ഡോക്ടർ അവിടെ ഉണ്ട്, മുതിർന്നവരുടെ ഡോക്ടർ ഉണ്ട്, ഓർത്തോ ഡോക്ടർമാർ, എല്ലിന്റെ ഡോക്ടർമാരുണ്ട്, കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ENT ഡോക്ടേഴ്സ് ഉണ്ട്, പലരും ഉണ്ട് അതിനകത്ത്. അതെല്ലാം നെറ്റിൽ കൂടെയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ബുക്ക് ചെയ്തിട്ട് ഒരു കൺസൾട്ടേഷൻ ഫിക്സ് ചെയ്ത് ചെയ്യാം. അപ്പൊ അത് വളരെ വളരെ പ്രയോജനം നിങ്ങൾക്ക് സഹായം ചെയ്യും. ഹോസ്പിറ്റലിലേക്ക് ഈ തിരക്കിലും തള്ളിലൊക്കെ പോകാതിരിക്കാൻ ഒരു നല്ല ഐഡിയ ആണ് ഈ സഞ്ജീവനി. അപ്പൊ അതൊന്നും ചെയ്യാം. അപ്പൊ ഇതെല്ലാം പറഞ്ഞ എന്തിനാണ്, ഈ സംശയങ്ങൾ വല്ലതും വരികയാണെങ്കിൽ അന്നേരം ഉടനെ പരിഹരിച്ച് വേണം മുമ്പോട്ട് പോകാൻ. വാക്സിനേഷനെ പറ്റി ഞാൻ അവിടെ വെച്ചാണ് ഈ പറയുന്നത്, സംശയത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ വാക്സിനേഷനെ പറ്റി ആയിക്കോട്ടെ, കോവിഡിന്റെ ചികിത്സയെ പറ്റി ആയിക്കോട്ടെ, അറിയാൻ വേണ്ടി വിളിക്കാം. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വല്ല മെസ്സേജും സോഷ്യൽ മീഡിയയിലോ നേരിട്ടോ പറയുകയാണ്, അത് ശരിയാണെന്ന് വെരിഫൈ ചെയ്യാൻ വിളിക്കാം.
ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് ഈ 4 സ്ട്രാറ്റജി ഓർമ്മയുണ്ടല്ലോ: മാസ്ക്, കൈ വൃത്തിയാക്കി വെക്കൽ, ശാരീരിക അകലം പാലിക്കൽ ആൻഡ് ഓൾസോ വാക്സിനേഷൻ. ഇത് കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്. അടുത്ത ഏരിയ എന്താണ്? നമ്മുടെ സ്ലൈഡ്സ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഏരിയ ആണ്. മുമ്പോട്ട് പോട്ടെ. ഇതെല്ലാം പിന്നെ ഈ ടെസ്റ്റിങ്ങിനെ പറ്റി ഒരു വാക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ടെസ്റ്റിങ്ങിനെ പറ്റി കുറെ ടെൻഷനും ആങ്സൈറ്റി ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് പോട്ടെ ടെസ്റ്റിങ്ങിനെ പറ്റി. അപ്പൊ ടെസ്റ്റിങ്ങിനെ പറ്റി എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ ഇഷ്ടംപോലെ കോവിഡ് ഒക്കെ നമ്മൾ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്? ചുമ്മാ ടെസ്റ്റ് ചെയ്താൽ വലിയ ശല്യമാവും കോവിഡ് എന്ന് പറയും. അത് പക്ഷെ ടെസ്റ്റ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് അറിയോ? ഒന്ന്, നമുക്ക് അത് അകത്തിരിക്കാൻ കുറച്ചുകൂടെ പ്രയോജനമാണ്. ഇത് വെറും ജലദോഷമായിരിക്കാം, ഇന്നാളെ കുളിച്ചുകൊണ്ടാണ്, ഇന്ന് മെനഞ്ഞാന്ന് വെയിൽ കൊണ്ടുകൊണ്ടാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ ആഹാരത്തിനകത്ത് പോകാത്ത ആഹാരം കഴിച്ചുകൊണ്ടാണ്, മറ്റേ ശീലമില്ലാത്ത കറി കൂട്ടിക്കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സ്വന്തമായിട്ട് തന്നെ ഒഴിയാൻ നോക്കും. അത് കോവിഡ് അല്ല എന്നൊരു ഗ്രാമമാണ്. പക്ഷെ ചിലപ്പോൾ കോവിഡ് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കോവിഡ് എല്ലാം തോന്നിയ എന്താണ്? നമ്മൾ വീട്ടിലും നാട്ടിലും എല്ലാം കറങ്ങി നടക്കും. കോവിഡ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാലോ അപ്പോൾ ഉടനെ ഡോക്ടറും നമ്മുടെ ലോക്കൽ ഹെൽത്തിലെ ചെയ്യും JPH ആശയൊക്കെ പറയുന്നവരെല്ലാം അനുസരിച്ച് വീട്ടിലിരിക്കാം 7 ദിവസം. 7 ദിവസം കൊണ്ട് വൻ ഭൂരിഭാഗം, മോർ ദൻ 95%, 96% കോവിഡുകൾ എല്ലാം നേരെയാകും. അവസാനത്തെ 3 ദിവസം കൊണ്ട് പനിയും കൂടെ ഇല്ലേ, പിന്നെ ടെസ്റ്റ് പോലും വേണ്ട. 8ാം ദിവസമൊക്കെ ജോലിക്ക് വന്നു തുടങ്ങാം. സൂക്ഷിച്ച് മാസ്ക് ഒക്കെ ഇട്ട് കുറച്ച് ആവശ്യം റെസ്റ്റൊക്കെ എടുത്ത് ജോലിക്ക് കൂടെ വന്നു തുടങ്ങാം. അപ്പൊ ആ രീതിയിലാണ് ഇപ്പോൾ കോവിഡിന്റെ ഐസൊലേഷൻ. അപ്പൊ അങ്ങനെ ഐസൊലേഷനിൽ ഇരിക്കാം. അത് എങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇനി വിദഗ്ധമായിട്ട് ഡോക്ടർ ജിതേഷ് പറയുക വരുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ജിതേഷ് അതൊക്കെ നല്ല ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അകത്തിരിക്കുന്ന ആള് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ കേട്ട് മനസ്സിലാക്കണം. കാരണം ചെയ്യുമ്പോൾ കറക്റ്റായി ചെയ്യണം. ചെയ്യുമ്പോൾ പകുതിക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെല്ലാം ഗുണമില്ലാണ്ട് പോകും. അതുകൊണ്ട് ഐസൊലേഷൻ രീതികളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. പിന്നെ അതുപോലെ ഇത് പോട്ടെ, ഇത് നീങ്ങട്ടെ. വാക്സിനേഷൻ പറഞ്ഞു. ഓക്കെ, അപ്പോ പ്രധാനമായിട്ട് കോവിഡിനെ പറ്റി പറഞ്ഞപ്പോ ഇപ്പൊ ഇത് ഒരു ഒരു മെഡിക്കൽ വിഷയത്തിന് മാറിക്കഴിഞ്ഞ് ഒരു ജനങ്ങളുടെ ഒരു സാമൂഹിക വിഷയമായി മാറിക്കഴിഞ്ഞു കോവിഡ്. കാരണം മറ്റൊരു 100 പേർക്കോ 1000 പേർക്കോ വരുന്ന രോഗം പോലെയല്ല, ഇത് നാട്ടിൽ മുഴുവൻ ഉള്ളൊരു കാര്യമാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും പങ്കാളിയാകണം. അപ്പൊ KSRTC നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സ്വന്തം KSRTC എനിക്ക് പറയാൻ വളരെ ഇഷ്ടമാണ്. ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കാത്ത ആളില്ല. ബസ് സ്റ്റാൻഡിൽ കൂടെ കടന്നു പോകുന്ന ലക്ഷക്കണക്കിനാണ് ആൾ ഡെയിലി ലൈഫിൽ ബസ് സ്റ്റാൻഡിൽ കടന്നു പോകുന്നത്. അപ്പൊ അനൗൺസ്മെന്റിന്റെ കൂട്ടത്തിലൊക്കെ, അത്യാവശ്യമുള്ള അനൗൺസ്മെന്റ്സിന്റെ കൂട്ടത്തിലൊക്കെ ഈ മാസ്കിന്റെ കാര്യവും പിന്നെ സൂക്ഷിക്കേണ്ട കാര്യവും വീട്ടിൽ ഗൃഹപരിചരണത്തിലിരിക്കുമ്പോൾ സ്വന്തമായിട്ട് എങ്ങനെ നിരീക്ഷിക്കണം എന്നുള്ളതിന്റെയൊക്കെ ഐഡിയാസ് ഇപ്പോൾ ഡോക്ടർ ജിതേഷ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പൊ അത് സ്വന്തം നിരീക്ഷിക്കണം എന്നുള്ളതും അങ്ങനെ പല പല കാര്യങ്ങളും അവിടെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഈ ഒരിക്കലും നല്ല റിക്വസ്റ്റ് ആണ് നിങ്ങളോട്. കാരണം ഇപ്പൊ നേരത്തെ ദിശയെ പറ്റിയും പറഞ്ഞു, ഈ സഞ്ജീവനി പറഞ്ഞു. ഇതെല്ലാം ആരോഗ്യത്തിനുള്ള ഹെൽപ്പാണ്. ഇനി ആരോഗ്യത്തിന് കേട് വരാതിരിക്കാൻ എന്താണ്? ഡെയിലി നല്ല ആരോഗ്യത്തിന്റെ കൊച്ചു അറിവ് കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾക്ക് ആരോഗ്യ വകുപ്പിനുണ്ട്. നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്ന ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് എന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ ഈ പരിപാടി നമ്മുടെ ആകാശവാണിന്റെ എല്ലാ നിലയത്തിലും കേരളത്തിൽ കൂടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് മലയാളം പ്രോഗ്രാമാണ്. വെറും 15 മിനിറ്റേ ഉള്ളൂ. സൺഡേ അടക്കം ഇതുണ്ട്. അപ്പൊ ഈ വെറും 15 മിനിറ്റ് നേരം എന്റെ ഒരു റിക്വസ്റ്റ് വെച്ചാൽ ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റം എല്ലാ സ്റ്റാൻഡുകളിലും മറ്റു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങളുടെ ഉന്നതമായിട്ടുള്ള ഓഫീസേഴ്സ് എല്ലാം ഒന്ന് ചേർന്ന് തീരുമാനിച്ചാൽ കൊള്ളാം. ആ 15 മിനിറ്റ് നേരം ഇത് റേഡിയോയിൽ കൂടെ ഉള്ളത് അവിടെ മൈക്കിൽ കൂടെ ഒന്ന് പ്ലേ ചെയ്യുക. കാത്തു നിൽക്കുന്ന ജനങ്ങളെല്ലാം കേൾക്കട്ടെ. വിഷയങ്ങൾ പലതുമായിരിക്കാം. കോവിഡ് ആയിരിക്കാം, പോസ്റ്റ് കോവിഡ് അസുഖങ്ങളായിരിക്കാം, മറ്റു നടുവേദന ആയിരിക്കാം, ചിലപ്പോ ഗർഭിണികളുടെ ആരോഗ്യത്തിനെ പറ്റിയായിരിക്കാം, ചിലപ്പോൾ കൗമാരക്കുട്ടികളുടെ അവരുടെ ഡെയിലി ലൈഫിലെ ടെൻഷൻസിനെ പറ്റിയായിരിക്കാം, പരീക്ഷ പേടിനെ പറ്റിയായിരിക്കാം, പലതുമുണ്ട്. അപ്പൊ ഇതെല്ലാം മാറി മാറി കേൾക്കാം. നല്ല രസകരമായിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പൊ അതൊന്ന് പ്ലേ ചെയ്യുക. അതും ബാക്കിൽ കൂടെ ആരോഗ്യത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ യൂസ് ചെയ്യുക. സോ അതും നല്ലതാണ്. കോവിഡിനെ പറ്റിയുള്ള പ്രോഗ്രാംസ് ഉണ്ട്, വിവിധ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അത് എല്ലാ സ്റ്റാൻഡിലും പ്ലേ ചെയ്താൽ അത് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും KSRTCന്റെ വക. സോ അത് നമ്മുടെ KSRTC നമ്മളെല്ലാവരും അതും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്നുള്ളത്. അപ്പോ നിങ്ങൾ ഏറ്റവും ഉന്നതമായ ഓപ്ഷൻസിനോടൊക്കെ ഡിസ്കസ് ചെയ്യാൻ നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാം. ഒത്തുകൂടിയിട്ട് ഇത് ഫിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും കോവിഡിന്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് ഞാൻ കൂടിയ മെഡിക്കൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, വലിയ വലിയ വാക്കുകളൊന്നുമില്ല. ഇതേ കോമൺ സെൻസ് നമുക്കും പകർത്താം. അപ്പൊ കോവിഡിനെതിരായിട്ട് പേടിയും ആശങ്കയൊന്നും അല്ല വേണ്ടത്.
അറിവോടുകൂടി ഒരു ജാഗ്രതയാണ്. അറിവ് വേണം, ഇത് നമ്മൾക്കും പ്രസക്തിയുള്ള കാര്യമാണ് ഈ കേൾക്കുന്നതെന്നുള്ള തോന്നൽ വേണം. പിന്നെ അതില് പെരുമാറ്റ മാറ്റങ്ങൾ. അപ്പൊ ഇന്നലെ വരെ ചെയ്യാത്ത കാര്യങ്ങൾ ഇന്നോട്ട് ചെയ്തു തുടങ്ങുക, ഇന്നലെ വരെ ശരിയില്ലാതെ ചെയ്ത് ഇന്നത് തിരുത്തി കുറച്ചുകൂടെ കറക്റ്റ് ആക്കുക. ആ രീതിയിലുള്ള പെരുമാറ്റത്തിൽ ബിഹേവിയർ ചേഞ്ച് ഇത്രയും നമ്മൾ ഉണ്ടാക്കാന്ന് നമുക്ക് ഒരു ജയിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓർഗനൈസ് എന്ത് തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെല്ലാം ഗൈഡൻസ് ആയിട്ട് എപ്പോഴും നമ്മൾ ആരോഗ്യവകുപ്പും ഗവൺമെന്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകും എന്നുള്ള വാഗ്ദാനം നമ്മൾക്ക് തരാൻ ഇപ്പോഴുള്ള കോൺഫിഡൻസ് ഉണ്ട്. കാരണം നമ്മൾ ചെയ്തു, കഴിഞ്ഞ 2 കൊല്ലം ചെയ്തു, അതിന്റെ ഗുണം കേരളത്തിന് നല്ലോണം കിട്ടി. ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യാം, അത് അതിന്റെ ബെനിഫിറ്റും ഗുണവും എല്ലാം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കിട്ടും. അപ്പൊ അതിന്റെ കൂടെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ പ്രൊട്ടക്ഷനും അത് സഹായകരമായിരിക്കും. നിങ്ങളുടെ ഫാമിലീസിനും ഒരു പ്രൊട്ടക്ഷൻ അതിൽ കൂടെ കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല. സോ താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നിങ്ങളോടും പിന്നെ നമ്മുടെ ടീം ലീഡേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മള് അമർ സാർ വളരെ വിശദമായിട്ട് രോഗം തടയുന്നത് എങ്ങനെ എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇനി നമ്മൾ 2ാം ഭാഗത്തിൽ പറയാൻ പോകുന്നത് എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഓടിച്ചിട്ട് പിടികൂടും എന്നുള്ള. ഞാനൊക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട് ആശുപത്രിക്ക് അകത്ത് കിടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. 1 മാസം മുമ്പ് വരെ ഞാൻ ആശുപത്രിക്ക് അകത്ത് തന്നെയായിരുന്നു. അത് കോവിഡ് വാർഡിൽ അടക്കം കയറി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നിട്ട് പോലും പിടിപെടാതിരുന്ന എനിക്ക് ഇപ്പൊ ഈ അടുത്ത ദിവസം ഒമിക്രോൺ ഒരു യാത്രയിൽ പിടിപെടുന്ന ഒരു സാഹചര്യം വന്നു. ഒമിക്രോൺ ഇറങ്ങിയതോടുകൂടി ആർക്കും പിടിപെടാവുന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അത് ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ഒമിക്രോൺ വകഭേദത്തെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം ആളുകൾക്കും വീട്ടിൽ ഇരുന്നുള്ള ഒരു ചികിത്സയുടെ മാത്രമേ ആവശ്യമുള്ളൂ. ഹോം ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു ചികിത്സയുടെ ആവശ്യമേ ഉള്ളൂ. കാരണം 97% ആളുകൾ നിലവിൽ തന്നെ വീടുകളിലാണ് ഉള്ളത്. അതേ സമയത്ത് ആശുപത്രിയിലുള്ള ഒരു 3% ആളുകളിൽ പകുതിയോളം പേര് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരെ വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വിടാവുന്ന രീതിയിൽ വളരെ ലഘുവായിട്ടുള്ള അസുഖങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് ചികിത്സിക്കാവുന്ന ഒരു രോഗമായിട്ട് ഇതിപ്പോ ചുരുങ്ങി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ വകഭേദം പോലെയുള്ള കൂടുതൽ ഗുരുതരമായ രോഗം ഉണ്ടാക്കുന്ന വകഭേദങ്ങൾ കുറഞ്ഞു വരികയും വളരെ ലഘുവായിട്ടുള്ള രോഗം ഉണ്ടാക്കുന്ന ഒമിക്രോൺ വകഭേദം കൂടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഗൃഹപരിചരണത്തിന്റെ അല്ലെങ്കിൽ വീട്ടിലിരുന്നുള്ള ചികിത്സയുടെ പ്രാധാന്യം വളരെ വലുതാണ്. അതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇനി ഉള്ള സെഷനിൽ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നേരത്തെ അമർ സാർ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എത്രയും നേരത്തെ ഒരു രോഗി പോസിറ്റീവ് ആവുന്നത് കണ്ടെത്തുന്നോ അങ്ങനെ അത്രയും നേരത്തെ നമുക്ക് ഇത് രോഗം മറ്റൊരാളിലേക്ക് പകരുന്നത് തടയാൻ വേണ്ടി സാധിക്കും. പുതിയ മാനദണ്ഡ പ്രകാരം ഏറ്റവും അവസാനം 2 ആഴ്ച മുമ്പ് വന്ന കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരം കേരളത്തിൽ അത് തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത്. 2 വിഭാഗം ആളുകൾക്കാണ് നമ്മൾ പരിശോധന നടത്തേണ്ടത്. ഒന്ന് രോഗലക്ഷണങ്ങളുള്ളവർ, രണ്ടാമത്തത് രോഗം സ്ഥിരീകരിച്ച ആളുകളുമായി സമ്പർക്കം പുലർത്തിയ ആളുകളിൽ നേരത്തെ നമ്മൾ സമ്പർക്കം പുലർത്തിയ എല്ലാവരെയും ടെസ്റ്റ് ചെയ്തിരുന്നു. അതിന് പകരം ഇപ്പോൾ സമ്പർക്കം പുലർത്തിയ ആളുകളിൽ അപകട സാധ്യത കൂടിയ ആളുകളെ മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് അപകട സാധ്യത കൂടിയവർ? ഒന്ന് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവര്, രണ്ടാമത് വിവിധ തരം അസുഖങ്ങളുള്ളവര്, പ്രമേഹം, പ്രഷർ, ഹൃദയത്തിന് തകരാറുകൾ, ഹൃദ്രോഗം അടക്കമുള്ള ഹൃദയത്തിന്റെ തകരാറുകള്, ശ്വാസകോശ രോഗങ്ങള്, കരൾ രോഗങ്ങള്, വൃക്ക രോഗങ്ങള്, വൃക്ക മാറ്റിവെച്ച ആളുകള്, അതേപോലെ അമിതമായ വണ്ണമുള്ള ആളുകൾ, അമിതവണ്ണം, പൊണ്ണത്തടി എന്ന് പറയാവുന്ന അമിതവണ്ണമുള്ള ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ അപകട സാധ്യത കൂടുതലാണ്. അപ്പം പോസിറ്റീവായ ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരിൽ ഈ അപകട സാധ്യത കൂടിയ ആളുകൾ മാത്രമേ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പരിശോധിക്കേണ്ടതുള്ളൂ. അല്ലാത്തവരൊക്കെ തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പരിശോധിക്കേണ്ടതുള്ളൂ. അപ്പൊ 2 തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മളിപ്പോൾ പരിശോധന നടത്തുന്നത് എന്നുള്ളത് ഓർക്കാം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു 97-98% ആളുകൾക്കും വീട്ടിൽ നിന്നുള്ള ചികിത്സയാണ് വേണ്ടത് എന്നുള്ളത് സൂചിപ്പിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ചികിത്സിക്കുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന ഓരോ കോവിഡ് രോഗിയും അല്ലെങ്കിൽ അവരുടെ പരിചാരകനും സ്വയം ഒരു ചെറിയ ഡോക്ടറായി മാറുകയാണ്. അപ്പൊ ഡോക്ടറുടെ കടമ എന്താണ്? ആദ്യം തന്നെ ഈ രോഗത്തെ തരംതിരിക്കണം. ചെറുതാണോ വലുതാണോ എന്നുള്ളൊരു തരംതിരിവ്. സാധാരണഗതിയിൽ നമ്മൾ 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്. വളരെ ലഘുവായ രോഗലക്ഷണങ്ങളുള്ളവർ, മിതമായത് അധികം ഗുരുതരമല്ലാത്ത രോഗലക്ഷണങ്ങളുള്ളവര്, ഗുരുതരമായ രോഗലക്ഷണങ്ങളുള്ളവർ, ഇങ്ങനെയാണ് തരംതിരിക്കുന്നത്. ആ തരംതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡം
രണ്ട് മാനദണ്ഡങ്ങളാണ്. ഒന്ന്, ഒരു മിനിറ്റിൽ നമ്മൾ എത്ര തവണ ശ്വാസം എടുക്കുന്നു എന്നുള്ളത്. സാധാരണഗതിയിൽ എടുക്കുന്ന ശ്വാസം ഒരു സെക്കൻഡ് സൂചിയുള്ള വാച്ച് ഉപയോഗിച്ച് നമ്മൾ എണ്ണുകയും അങ്ങനെ ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വാസം എടുക്കുന്നു എന്നുള്ളതാണ് ഒരു മാനദണ്ഡം. രണ്ടാമത്തെ മാനദണ്ഡം, നമുക്ക് ആരോഗ്യ വകുപ്പും പഞ്ചായത്തും ചേർന്ന് പോസിറ്റീവായ ആളുകളുടെ വീടുകളിലേക്ക് പൾസ് ഓക്സിമീറ്റർ എത്തിക്കുന്ന രീതി. പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഉപകരണം, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെറിയൊരു ഉപകരണം, വിരലിൽ ഘടിപ്പിച്ച് നമ്മൾ രക്തത്തിലെ ഓക്സിജന്റെ അളവ് തിരിച്ചറിയാനുള്ള ഒരു ഉപകരണമാണ്. അത് എങ്ങനെയാണ് ഉപകരണം എന്താണ്, എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം. അപ്പൊ നമ്മുടെ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചാണ്, ഒന്ന് ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വാസം എടുക്കുന്നു, രണ്ട് പൾസ് ഓക്സിമീറ്റർ വെച്ച് വിരലിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ഓക്സിജന്റെ അളവ് എത്രയുണ്ട്. ഈ രണ്ട് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട്ടിലിരിക്കുന്ന രോഗിയെ തരംതിരിക്കേണ്ടത്. ഒരു മിനിറ്റിൽ 24 താഴെയാണ് ശ്വാസം എടുക്കുന്നതിന്റെ എണ്ണമെങ്കിലും അതേപോലെ തന്നെ ഓക്സിജന്റെ അളവ് അതിൽ കാണിക്കുന്നത് 94 കൂടുതലാണെങ്കിലോ, ഓക്സിജന്റെ അളവ് കൂടുകയാണ് വേണ്ടത്. ഓക്സിജന്റെ അളവ് 94 കൂടുതലോ അല്ലെങ്കിൽ മിനിറ്റിൽ ശ്വാസം എടുക്കുന്നത് 24 താഴെയോ ആണെങ്കിൽ ആ രോഗിക്ക് കാര്യമായ രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് കണക്കാക്കാം. വളരെ ലഘുവായ ഒരു രോഗമുള്ള ഒരാളാണെന്ന് കണക്കാക്കാം. ഇനി ശ്വാസം എടുക്കുന്നത് ഒരു മിനിറ്റിൽ 24നും 29നും ഇടയിലാണെങ്കിൽ, അതേപോലെ ഓക്സിജന്റെ അളവ് 94 താഴെ പോയി 91നും 94നും ഇടയിലാണെങ്കിൽ അവർക്ക് മിതമായ രോഗലക്ഷണങ്ങളുണ്ട്. അവരെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അവരെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അവർക്ക് ഒരു ചെറിയ പ്രശ്നം തന്നെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ സഹായം തേടിയ ശേഷം വേണം ഇവരെ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ. അതുകൊണ്ട് ഈ വിഭാഗത്തിൽ വന്നാൽ ഉടനെ ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കണം. ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ശ്വാസം എടുക്കുന്നത് ഒരു മിനിറ്റിൽ 30 അതിൽ കൂടുതലോ ഉണ്ടാവുകയോ ഓക്സിജന്റെ അളവ് 90 അതിൽ താഴെയോ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഗുരുതരമായ രോഗലക്ഷണമായി അവര് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടത്, എത്രയും പെട്ടെന്ന് കോവിഡ് ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇത് ദിവസം 3 തവണ ഈ പരിശോധന നടത്തിയിട്ട് വേണം ഓരോ തവണയും നമ്മൾ ഈ തരംതിരിവും ഉണ്ടാക്കാനും. അതേപോലെ അതിൽ എപ്പോഴെങ്കിലും ഒരാള് ലഘുവായ രോഗലക്ഷണമുള്ള ഒരാള് മിതമായ രോഗലക്ഷണത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ഉടനെ ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കണം, അവരുടെ ഉപദേശം തേടണം. അതോടൊപ്പം അവരെപ്പോഴെങ്കിലും ഗുരുതര രോഗലക്ഷണത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ഉടനെ അവരെ കോവിഡ് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. ആ സംവിധാനം ഒരുക്കി വരുന്ന സമയത്തിനിടയ്ക്ക് നമുക്ക് ഓക്സിജന്റെ അളവ് കൂട്ടാനുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കാം. ഇനി അടുത്തത് ആരെയൊക്കെ വീട്ടിലിരുത്താം എന്നുള്ളതാണ്. ഈ രോഗിയായി കഴിഞ്ഞാൽ, പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആരെയൊക്കെ വീട്ടിലിരുത്താം, ആരെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. നേരത്തെ പറഞ്ഞതുപോലെ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരാണ് ഭൂരിപക്ഷവും, അവരെ നമുക്ക് വീട്ടിലിരുത്താം. പിന്നെ ആദ്യത്തെ വിഭാഗം ലഘുവായ രോഗലക്ഷണമുള്ളവർ, അവരെയും നമ്മളെ വീട്ടിലിരുത്താം. ഇനി ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ ഓക്സിജന്റെ അളവ് 95ൽ കൂടുതലാണെങ്കിലും അവർക്ക് വീട്ടിൽ തന്നെ തുടരാവുന്നതാണ്, ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ അതേ രോഗങ്ങൾ തന്നെ. ആർക്കൊക്കെയാണ് അപകട സാധ്യത കൂടിയ രോഗങ്ങൾ ഉള്ളത്, പ്രായക്കൂടുതല്, മറ്റു രോഗങ്ങളുള്ളവര്, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിൽ ഇരുത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസറുടെ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള PHCയിലെ അല്ലെങ്കിൽ CHCO ഏതാണ് നിങ്ങളുടെ പഞ്ചായത്തിന്റെ ആശുപത്രിയെങ്കിൽ ആ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറുടെ ഒരു ഉപദേശം തേടിയ ശേഷം മാത്രം, അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഇവരെ വീട്ടിലിരുത്താൻ പാടുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തെ നമുക്ക് ചെറിയ രോഗലക്ഷണങ്ങളുള്ളവരും 95ൽ കൂടുതൽ ഓക്സിജൻ ഉള്ളവരെയും നമുക്ക് മറ്റാരുടെയും സമ്മതമൊന്നുമില്ലാതെ തന്നെ വീട്ടിൽ ഇരുത്താവുന്നതാണ്. ആരോഗ്യവകുപ്പിനെ വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കണം അവർ വിളിക്കുമ്പോൾ എന്ന് മാത്രം. ഈ പ്രായാധിക്യമുള്ള ആളുകളെയും ഈ രോഗങ്ങളുള്ള ആളുകളെയും ആദ്യം തന്നെ മെഡിക്കൽ ഓഫീസറുടെ ഒരു ഉപദേശം തേടിയ ശേഷം മാത്രമേ വീട്ടിലിരുത്താൻ പറ്റുള്ളൂ. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ HIV രോഗമുള്ളവര്, അതേപോലെ ക്യാൻസറിന് കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സ ചെയ്യുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവര്, ആസ്മ അടക്കമുള്ള പല രോഗങ്ങൾക്ക്, ആസ്മ, ശ്വാസകോശ സംബന്ധമായ മറ്റു രോഗങ്ങൾക്കൊക്കെ തന്നെ ദീർഘകാലമായി സ്റ്റീറോയിഡ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവര്, പിന്നെ അവയവ വൃക്ക മാറ്റി വെക്കുകയും കരൾ മാറ്റി വെക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് അത് റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കുന്നവർ, ഇത്തരത്തിൽ പല വിഭാഗം ആളുകൾക്കും പ്രതിരോധ ശേഷി കുറവുണ്ടാവും. അത്തരം രോഗങ്ങളുള്ള ആളുകളെ ഗൃഹപരിചരണത്തിൽ വെക്കുന്നതിന് മുമ്പ് 2 പേരുടെ അനുമതി നമ്മൾ തേടേണ്ടതുണ്ട്. ഒന്ന് അവിടുത്തെ PHC മെഡിക്കൽ ഓഫീസർ,
എന്നിട്ട് ആ PHC മെഡിക്കൽ ഓഫീസർ ഈ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണോ, ക്യാൻസറിന്റെ ചികിത്സയാണെങ്കിൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്, അതല്ല HIV ചികിത്സയാണെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ്, അതല്ല അവർക്ക് മറ്റ് അവയവ മാറ്റി വെക്കൽ നടത്തിയതാണെങ്കിൽ ആ ബന്ധപ്പെട്ട ഡോക്ടർ, സർജറി ചെയ്തത് ചികിത്സിക്കുന്നതായിട്ടുള്ള ഡോക്ടർ, ഇവരും മെഡിക്കൽ ഓഫീസറും തമ്മിൽ സംസാരിച്ച ശേഷം വേണം ഇവരെ വീട്ടിൽ വെക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ. അപ്പൊ വീട്ടിൽ വെക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിൽ 3 വിഭാഗമുണ്ട്. ആദ്യത്തെ വിഭാഗത്തെ നമുക്ക് നേരിട്ട് വീട്ടിൽ തന്നെ ചികിത്സ തുടരാം. രണ്ടാമത്തെ വിഭാഗത്തിന് നമ്മൾ മെഡിക്കൽ ഓഫീസറുടെ അഭിപ്രായം തേടണം. മൂന്നാമത്തെ വിഭാഗത്തിന് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെയും മെഡിക്കൽ ഓഫീസറുടെയും അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമേ വീട്ടിൽ വെക്കാൻ പറ്റുള്ളൂ. ഇനി വീട്ടില് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്നുള്ളത്, ഹോം ഐസൊലേഷൻ എന്നാണ് നമ്മൾ അതിന് പറയുക. ക്വാറന്റൈനും ഐസൊലേഷനും തമ്മിലുള്ള വ്യത്യാസവും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. രോഗമില്ലാത്ത ഒരാളെ ഒറ്റയ്ക്ക് മാറ്റി പാർപ്പിക്കുന്നതിനെയാണ് നമ്മൾ ക്വാറന്റൈൻ എന്ന് പറയുന്നത്. രോഗം വന്നു കഴിഞ്ഞാൽ അയാളെ മാറ്റി പാർപ്പിക്കുന്നതിനെ നമ്മൾ ഐസൊലേഷൻ എന്നാണ് പറയാ. അത് വീട്ടിൽ ഐസൊലേഷനിൽ ഇരിക്കുമ്പോൾ അതിനെ ഹോം ഐസൊലേഷൻ എന്നാണ് പറയുകയെങ്കിലും പേരിട്ടത് ഹോം ഐസൊലേഷൻ എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു റൂം ഐസൊലേഷൻ ആയിരിക്കണം. ഒരു റൂമിനകത്തായിരിക്കണം ഇയാളെ മാറ്റിയിരുത്തുന്നത്. ഐസൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇയാളെ മാറ്റിയിരുത്തേണ്ടതുണ്ട്. രോഗമില്ലാത്ത ആൾക്കാരുമായി യാതൊരുവിധ സമ്പർക്കവും ഇല്ലാതിരിക്കണം. അങ്ങനെ സമ്പർക്കം ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു പ്രത്യേക മുറി അതിന് വേണം. ആ മുറിയിൽ ബാത്റൂം വേണം. ഇയാൾ പുറത്തൊന്നും പോകേണ്ടി വരരുത്. ആ രോഗിക്ക് പരിചാരകരെയോ കുടുംബക്കാരെയോ അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ പ്രതിനിധികളെയോ ഒക്കെ അതാത് സമയത്ത് വിവരങ്ങൾ അറിയിക്കാനും ആരോഗ്യവകുപ്പുകാർക്ക് തിരിച്ച് അദ്ദേഹത്തെ വിളിച്ച് വിവരങ്ങൾ ആരായാനും രോഗവിവരങ്ങൾ ആരായാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ രോഗിക്ക് ഒരു ഫോണ് അവിടെ വേണ്ട. ഒന്നുകിൽ ലാൻഡ് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണെങ്കിലും ആ രോഗിക്ക് കിട്ടുന്ന രീതിയിൽ ആ മുറിക്ക് അകത്ത് വേണം. ഈ 2 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമും അതേപോലെ തന്നെ ഒരു ഫോൺ സൗകര്യവും നിർബന്ധമായിട്ട് ഉണ്ടാവണം. 24 മണിക്കൂറും അദ്ദേഹത്തെ പരിചരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പരിചാരകനോ പരിചാരികയോ വേണം. ആരെങ്കിലും ഒരാളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതേപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള സമ്പർക്കവും വരാത്ത രീതിയിൽ ഈ വ്യക്തി ഐസൊലേഷനിൽ കഴിയേണ്ടതുണ്ട്. ഭക്ഷണം, മരുന്ന് തുടങ്ങിയ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ മുൻകൂട്ടി കാണണം. അതേപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ നമ്പർ, പഞ്ചായത്ത് മെമ്പറുടെ നമ്പർ, ആ പഞ്ചായത്തിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നമ്പർ, അടിയന്തര സാഹചര്യത്തിൽ വിളിക്കേണ്ട ദിശ അടക്കമുള്ള കൺട്രോൾ റൂം അടക്കമുള്ള നമ്പറുകൾ, ഇതെല്ലാം രോഗിയുടെയും പരിചാരകരുടെയും കയ്യിൽ വേണം. ഇതൊന്നും ഉറപ്പുവരുത്തേണ്ടത്. ഇത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് കൊടുക്കും. ഈ പോസിറ്റീവ് ആണെന്നുള്ള വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവർ ഈ വിവരങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി രോഗി എന്ത് ചെയ്യണം? രോഗിക്ക് വേണ്ട സൗകര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി അടുത്തത് രോഗി എന്ത് ചെയ്യണം എന്നുള്ളത്. ഏറ്റവും പ്രധാനം 8 മണിക്കൂർ ഉറക്കം, ഭക്ഷണം, വെള്ളം. ഈ 3 ഏറ്റവും പ്രധാന കാര്യങ്ങൾ. 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അതിൽ കൂടുതൽ റെസ്റ്റ് എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പക്ഷെ 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങണം. രണ്ടാമത്തെ കാര്യം, ഭക്ഷണം സാധാരണ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അത് കഴിക്കുക. കഴിക്കാൻ താല്പര്യമുള്ളതും സാധാരണ കഴിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണം. വലിയൊരു പഥ്യമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ ക്ഷീണിച്ചിരിക്കുന്ന ഒരാളെ കൂടുതൽ ക്ഷീണത്തിലേക്ക് തള്ളിവിടേണ്ടതില്ല. പ്രത്യേകിച്ച് പ്രമേഹം, പ്രഷർ പോലത്തെ ആളുകൾക്ക് അവർ സാധാരണ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണമല്ല, അവർക്കൊരു പ്രത്യേക ഭക്ഷണ രീതിയുണ്ട്. ആ ഭക്ഷണ രീതി തന്നെ തുടരുക. അതിനകത്ത് 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എക്സ്ട്രാ ആയിട്ട് ചേർക്കേണ്ടതുണ്ട്. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് ഭക്ഷണത്തിന്റെ കൂടെ ചേർക്കുക. സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ പഴങ്ങളും പച്ചക്കറികളും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നുള്ളത് കൊണ്ടും ശോധന മെച്ചപ്പെടുത്തും, അതുപോലെ ഉറക്കം നന്നായിട്ട് കിട്ടും, ക്ഷീണം മാറ്റും എന്നൊക്കെ ഉള്ളത് കൊണ്ട് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. പ്രത്യേകിച്ച് ഒമിക്രോൺ വകഭേദത്തിൽ നല്ല കടുത്ത പനിയൊക്കെ ആദ്യത്തെ 2-3 ദിവസം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പനിയൊക്കെയുള്ള സമയമാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അത് ഒരു ദിവസം 4 ലിറ്റർ വെള്ളം ഞങ്ങൾക്കൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും കുടിക്കാൻ ആ രോഗം വന്നു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 ലിറ്റർ വെറും വെള്ളം കുടിക്കുന്നതിന് പകരം എന്താണോ കഴിക്കാൻ താല്പര്യം തോന്നുന്നത്, ചായ ആണെങ്കിൽ ചായ, കട്ടൻ ചായ ആണെങ്കിൽ കട്ടൻ ചായ, ജ്യൂസുകളാണെങ്കിൽ ജ്യൂസുകൾ, മറ്റെന്തെങ്കിലും ആ തരത്തിലുള്ള വെള്ളമാണെങ്കിൽ മാറി മാറി ഒരു ദിവസത്തിന്റെ പല തവണയായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3-4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കുന്നതോടുകൂടി ഒരു പരിധി വരെ ശരീരത്തിലേക്ക് വെള്ളത്തിന്റെ അംശം എത്തുകയും ചെയ്യും എന്നുള്ളതും ഓർക്കുക. അതുകൂടാതെയാണ് ഞാൻ 3-4 ലിറ്റർ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞത്. മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യം പറ്റുമെങ്കിൽ ആ റൂമിൽ TV ഉണ്ടെങ്കിൽ TV, അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് യൂട്യൂബിലോ എന്താണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാട്സാപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ സന്തോഷം. കാരണം ടെൻഷൻ വരാൻ നല്ല സാധ്യതകളാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി
ഉള്ള ഉല്ലാസം നൽകുന്ന പ്രവർത്തികളിൽ ഏർപ്പെടാൻ വേണ്ടി രോഗിക്ക് നിർദ്ദേശം കൊടുക്കുക. അടുത്തത് കായിക അധ്വാനം. നമ്മൾ ഒരു റൂമിൽ ഏതായാലും അടച്ചിരിക്കുകയാണ്, അപ്പൊ പിന്നെ റൂമൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി കളയാം. പുസ്തകങ്ങൾ ഷെൽഫ് അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് അടുക്കി പെറുക്കി വെക്കാം. ബാത്റൂമിലൊക്കെ കുറെ കാലമായിട്ട് അഴുക്ക് കട്ട പിടിച്ചിരിക്കുന്നുണ്ട്, അതൊക്കെ ഉരച്ച് കഴുകി കളയാം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വരും. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കടുത്ത കായികാധ്വാനം വേണ്ട പ്രവർത്തനങ്ങൾ രോഗം വന്ന് ഒരു 3 മാസത്തേക്ക് ചെയ്യാതിരിക്കുന്നതാണ് അപകട സാധ്യത കുറയ്ക്കാൻ നല്ലത്. കാരണം ഇപ്പോഴും കളിക്കാൻ പോയി, കോവിഡ് മാറി 2 ആഴ്ച കഴിഞ്ഞ് കളിക്കാൻ പോയി, ഷട്ടിൽ കളിക്കാൻ പോയ, വോളിബോൾ കളിക്കാൻ പോയ, ഫുട്ബോൾ കളിക്കാൻ പോയ ആളുകൾ അവിടെ കുഴഞ്ഞു വീണ് മരിച്ച കഥകളൊക്കെ പത്രത്തിലും വാട്സാപ്പിലും ഒക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നു. അതിനൊരു പ്രധാന കാരണം കായികാധ്വാനം, കടുത്ത കായികാധ്വാനം കോവിഡ് വന്ന ഒരാൾക്ക് ഒരു 2-3 മാസത്തേക്ക് മാറ്റിവെക്കണം എന്നുള്ളതാണ്. അത് അനുസരിക്കാതെ വരുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് രോഗിയായി ഇരിക്കുന്ന സമയത്ത് ആ ഉള്ള സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കായികാധ്വാനത്തിൽ ഏർപ്പെട്ടിട്ട് മറ്റെന്തെങ്കിലും പ്രവൃത്തികളിൽ പുസ്തകങ്ങൾ വായിക്കാവുന്നതാണ്, വീഡിയോകൾ കാണാവുന്നതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുക, പാത്രം കഴുകുക, ഭക്ഷണം കഴിച്ച പാത്രം കഴുകുക, സ്വന്തം ഡ്രസ്സ് അലക്കിയിടുക, അതൊന്നും വേറൊരാൾക്ക് കൊടുത്ത് അയാൾക്ക് രോഗം വരുന്ന സാഹചര്യമാണ്. അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ കൂടുതൽ കായികാധ്വാനം വേണ്ട ഒരു കാര്യവും ചെയ്യരുത്. മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടത്. ഇനി മാസ്കിന്റെ കാര്യം നേരത്തെ അമർ സാർ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. രോഗിയെ പരിചരിക്കുന്ന ആളുകൾ വീട്ടിനുള്ളിൽ സാധാരണ നടക്കുമ്പോൾ ഒരു 3 ലെയറുള്ള മെഡിക്കൽ മാസ്ക് ഉപയോഗിക്കണം എന്നുള്ള നിർബന്ധമാണ്. മെഡിക്കൽ മാസ്ക് ധരിക്കുന്ന സമയത്ത് അതിന്റെ മൂക്കിന്റെ മുകളിൽ മോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്ട്രിപ്പ് അതിന്റെ മുകളിലുണ്ട്, കുറച്ച് ഉറപ്പുള്ള ഒരു സ്ട്രിപ്പ്. ആ ഭാഗം മുകളിലായിട്ട് വെച്ച് കഴിയുമ്പോൾ പുറം ഭാഗം ഔട്ടർ സൈഡ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ മടക്ക്, ഈ ഇടതുവശത്ത് കാണുന്ന ഈ പടത്തിൽ കാണുന്നത് പോലെ മടക്കുകൾ താഴോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് അതിന്റെ പുറം ഭാഗം. അപ്പൊ ഈ മൂക്കിന്റെ മുകളിൽ മോൾഡ് ചെയ്യാനുള്ള സ്ട്രിപ്പ് മുകളിലും മടക്കുകൾ താഴോട്ടും ആവുന്ന രീതിയിൽ വേണം മാസ്ക് ധരിക്കാൻ. രോഗിയെ പരിചരിക്കാൻ പോകുന്ന സമയത്ത് ഈ മാസ്ക് അവിടെ മാറ്റിവെച്ചിട്ട് N95 മാസ്ക് എടുത്ത് ധരിക്കേണ്ടതുണ്ട്. അപ്പൊ രോഗിയോടുമായിട്ട് ബന്ധമില്ലാത്ത സമയത്ത് പോലും ഈ പരിചരിക്കുന്ന ആള് 3 ലെയറുള്ള മെഡിക്കൽ മാസ്ക് ഉപയോഗിക്കണം. ബാക്കിയുള്ളവരൊക്കെ തുണി മാസ്ക് ഉപയോഗിച്ചാൽ മതി. പക്ഷെ പരിചരിക്കുന്ന ആള് നിർബന്ധമായിട്ടും മെഡിക്കൽ മാസ്ക് ഉപയോഗിക്കണം. അയാൾ രോഗിയുടെ അടുത്തേക്ക് പോകുന്ന, രോഗിക്ക് ഭക്ഷണം കൊടുക്കാനോ മരുന്ന് കൊടുക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് N95 മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കണം. രോഗിയുടെ റൂമിന്റെ പുറത്ത് ഒരു മേശ വെച്ചിട്ട് അവിടെ എല്ലാ സാധനങ്ങളും വെച്ചു കൊടുക്കുക, ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചു കൊടുക്കുക. രോഗി കഴിക്കുന്ന പാത്രം പുറത്ത് മേശപ്പുറത്ത് വെക്കാൻ പറയുകയും എന്നിട്ട് വാതിൽ അടയ്ക്കുകയും ചെയ്യുക. അതിനുശേഷം രോഗിക്ക് ഭക്ഷണം അതിനകത്ത് വിളമ്പി കൊടുത്ത ശേഷം പോരുന്ന സമയത്ത് ഭക്ഷണം വിളമ്പിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരിചരിക്കുന്ന ആൾ അവിടുന്ന് മാറിയ ശേഷം രോഗി അതെടുത്ത് ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകി കമിഴ്ത്തി വെക്കുക. അടുത്ത ഭക്ഷണത്തിന്റെ സമയത്ത് മാത്രം ആ പാത്രം എടുത്ത് പുറത്ത് വെക്കുക. ഈ പാത്രം കഴുകേണ്ടതും തുണി അലക്കേണ്ടതും ഒക്കെ കഴിയുന്നതും രോഗി തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അഥവാ രോഗിക്ക് തീരെ പറ്റാത്തത്ര എന്തെങ്കിലും ആവശ്യത ഉള്ള ഒരു രോഗിയാണെങ്കിൽ അവരുടെ ഡ്രസ്സും ഇതൊക്കെ തന്നെ നമ്മൾ നന്നായിട്ട് സോപ്പിൽ ഇട്ട് കുറച്ച് സമയം ഇട്ട് വെച്ച ശേഷം വേണം കഴുകാൻ. പാത്രം കഴുകാൻ ഒക്കെ തന്നെ ഗ്ലൗ ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്. ഈ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും 8 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്നും, അതേപോലെ തന്നെ നനവുണ്ടാവുകയോ അഴുക്ക് പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. ഉപയോഗശേഷമുള്ള മാസ്ക് ഒരു പേപ്പർ ബാഗിനകത്ത് മുറിച്ച ശേഷം സൂക്ഷിക്കുക. എന്നിട്ട് കുറച്ച് സമയം കുറെ മണിക്കൂറുകൾ സൂക്ഷിച്ച് വെച്ച ശേഷം നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയാം. ഇപ്പൊ നമുക്ക് വീടുകളിലൊക്കെ ആകുമ്പോൾ അത് കത്തിച്ച് കളയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓരോ ദിവസത്തേതും വേറെ വേറെ പേപ്പർ ബാഗിലാക്കി സൂക്ഷിക്കുക. 72 മണിക്കൂർ, അതായത് 3 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ അത് എടുത്ത് ആ കടലാസ് ബാഗ് സഹിതം കത്തിച്ച് കളയേണ്ടത്. അല്ലാതെ അതിന്റെ ഇടയ്ക്ക് തൊട്ടടുത്ത ദിവസം തന്നെ എടുത്ത് കൈകാര്യം ചെയ്യരുത്. പിന്നെ മാസ്ക് തൊട്ട ശേഷം ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും മാസ്കിന്റെ മുൻഭാഗം തൊടാൻ പാടില്ല. ഇനി അഥവാ തൊട്ടുപോയാലോ അല്ലെങ്കിൽ മാസ്ക് അഴുക്കിയോ ഏതെങ്കിലും രീതിയിൽ മാസ്ക് കൈകാര്യം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ കൈകൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം. സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാതെ മുഖത്തോ വായയിലോ മൂക്കിലോ ഒന്നും സ്പർശിക്കാൻ പാടില്ല എന്നുള്ളതും ഓർക്കുക. കൈകളുടെ ശുചിത്വം വളരെ പ്രധാനമാണ്. ഏറ്റവും ചുരുങ്ങിയത് 40 സെക്കൻഡ് എങ്കിലും സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകണം. സോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നന്നായിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. വെള്ളം ഉപയോഗിച്ച് കഴുകിയ ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ച്, ഉണങ്ങിയ തുണിയോ ഉപയോഗിച്ച് കൈ തുടച്ച് വൃത്തിയാക്കുക, ഉണക്കുക. ആ തുണി നനഞ്ഞു കഴിയുമ്പോൾ അതെന്തായാലും മാറ്റണം. പിന്നെ ഉണങ്ങി കഴിഞ്ഞാൽ അത് വീണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഗ്ലൗസ് അഥവാ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പും ശേഷവും കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം എന്നുള്ളത് ഓർക്കാം. ഇനി രോഗിയുമായിട്ട് എന്തെങ്കിലും രീതിയിൽ രോഗിയുടെ സ്രവങ്ങളുമായിട്ട്, ഉമിനീരുമായിട്ടോ അല്ലെങ്കിൽ രോഗി ഒന്ന് ചുമച്ചു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് രോഗി വാതിൽ തുറന്നൊന്ന് ചുമച്ചു, അല്ലെങ്കിൽ രോഗിയുടെ വാതിലിന്റെ ഡോറ് രോഗി തൊട്ട ഭാഗത്ത് നമ്മളൊന്ന് തൊട്ടുപോയി, ആ എന്തെങ്കിലും രീതിയിൽ രോഗിയുടെ സ്രവങ്ങളുമായിട്ട് സംസർഗം ഉണ്ടായി എന്ന് സംശയം തോന്നുകയാണെങ്കിൽ
അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഗ്ലൗ ധരിക്കുക. അങ്ങനെ ഒരു സമ്പർക്കം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ അതിനുശേഷം ഉടനെ തന്നെ കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രോഗി ഉപയോഗിച്ച പാത്രങ്ങളും അതേപോലെ ടവലുകളും ബെഡ്ഷീറ്റുകളും ഒക്കെ കഴിയുന്നതും രോഗി തന്നെ കഴുകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അല്ലാത്ത പക്ഷം അത് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ രോഗിയോട് പറയുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും സോപ്പ് വെള്ളത്തിൽ കിടന്ന ശേഷം മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. ട്രിപ്പിൾ ലെയർ മാസ്ക് ഉപയോഗിക്കുന്ന കാര്യവും പറഞ്ഞു. ഇനി അടുത്തത്, ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി അടുത്തത്, എപ്പോഴാണ് നമുക്കൊരു അലാം അടിക്കേണ്ടത്, ഒരു അപകട സാധ്യത, അപകട സൂചന കിട്ടുന്നത് എപ്പോഴാണ്? അതിനെയാണ് നമ്മൾ റെഡ് ഫ്ലാഗ്, ചുവന്ന കൊടി എപ്പോഴും ഉയർത്തുന്നത് അപകട സൂചനയായിട്ടാണ്. അതുകൊണ്ടാണ് അതിന് റെഡ് ഫ്ലാഗ് സൈൻ എന്ന് പറയുന്നത്. അപകട സൂചന നൽകുന്ന റെഡ് ഫ്ലാഗ് സൈൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ശ്വാസതടസ്സം, ശ്വാസത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, നേരത്തെ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് വരിക. നെഞ്ചെടുപ്പ്, സാധാരണഗതിയിൽ നമ്മളെ ഹൃദയം ഇടിക്കുന്നത് നമ്മൾ അറിയാറില്ല. നമ്മൾ ഓടുകയോ കയറ്റം കയറുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഹൃദയം ഇടിപ്പ് ഒരു നെഞ്ചിടിപ്പായിട്ട് നമ്മൾ അറിയുന്നത്. അപ്പൊ ഈ വെറുതെ ഇരിക്കുമ്പോൾ പോലും രോഗിക്ക് നെഞ്ചിടിപ്പ് വരുന്നുണ്ടെങ്കിൽ അതൊരു അപകട സൂചനയാണ്. നെഞ്ച് വേദന ഉണ്ടാവുക, നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ചത് തോന്നുക, അത് ഹൃദയത്തിന് തകരാറ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഇതൊക്കെ അപകട സൂചനകളാണ്. കാലില് നീരുണ്ടാവുക, ബോധക്ഷയം ഉണ്ടാവുക, പരിസരബോധമില്ലാതെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുക, ശ്വാസമുട്ടലോ കിതപ്പും ഉണ്ടാവുക, അമിതമായിട്ടുള്ള ക്ഷീണം, എണീക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്ഷീണം, ചുമച്ച് തുപ്പുമ്പോൾ അതിനകത്ത് രക്തം കാണുക, തലകറക്കം, നെഞ്ചിടിപ്പ്, അതേപോലെ തന്നെ മൂത്രത്തിന്റെ അളവ് കുറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന പ്രമേഹം, പ്രഷർ പോലെയുള്ള നേരത്തെയുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കൂടുതൽ ഗുരുതരമാവുക, പ്രമേഹമോ പ്രഷറോ ഒക്കെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഉയരുക, ഇതൊക്കെ തന്നെ അപകട സൂചനകളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏത് അപകട സൂചന ഉണ്ടെങ്കിലും ഉടനെ തന്നെ ആ രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി രോഗി ഹോം ഐസൊലേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ തരംതിരിച്ചതും രോഗിക്ക് അപകട സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയുന്നതും ഒക്കെ നമ്മൾ ഓക്സിജന്റെ അളവ്, രക്തത്തിലെ ഓക്സിജൻ എത്രത്തോളം, എത്ര ശതമാനം ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്. അതിനാണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഉപകരണം നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ചിത്രത്തിനകത്ത്, ഉപകരണത്തിനകത്ത് 2 നമ്പറുകൾ കാണാം. ഈ കാണുന്നത്, ഇതിന്റെ മുകളിൽ ചെറുതായിട്ട് നമുക്ക് SpO2 എന്ന് എഴുതിയ കാണാം. SpO2 എന്ന് പറയുന്നതാണ് ഓക്സിജന്റെ അളവ്, ഓക്സിജൻ സാച്ചുറേഷൻ അല്ലെങ്കിൽ രക്തത്തിലെ ഓക്സിജന്റെ അളവ്. നമ്മളെ പൾസ് റേറ്റ്, ഹൃദയം മിടിക്കുന്നതിന്റെ റേറ്റ് ആണ് ഇവിടെ PR എന്ന് എഴുതിയതിന്റെ താഴെയായിട്ട് ഈ വശത്ത് കാണുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഓഫ് ആയിരിക്കും ഉപകരണം, അതിന്റെ ഈ ബട്ടൺ ഇവിടെ പല രീതിയിലായിരിക്കും, പല ഉപകരണത്തിനുള്ള ബട്ടൺ, ആ ബട്ടൺ ഞെക്കി അതിനെ ഓൺ ആക്കുകയും ഓൺ ആയ ഉടനെ വിരലിലേക്ക് ഘടിപ്പിക്കുകയും ചെയ്യും. ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു ചൂണ്ടുവിരലിലേക്ക് ഘടിപ്പിക്കുന്നതാണ്. അത് ഘടിപ്പിക്കുന്നതിന് മുമ്പ് വിരല് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിരിക്കണം, നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിരിക്കണം, കഴുകി തുടച്ച് വൃത്തിയാക്കിയിരിക്കണം. അഥവാ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ റീഡിംഗ് തെറ്റായിരിക്കും. അതുകൊണ്ട് നെയിൽ പോളിഷ് ഇല്ലാത്ത വിരലിൽ വേണം ഇത് ഉപയോഗിക്കാൻ. നെയിൽ പോളിഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ നെയിൽ പോളിഷ് കളഞ്ഞ ശേഷം വേണം പൾസ് ഓക്സിമീറ്റർ ഘടിപ്പിക്കാൻ. അങ്ങനെ ഘടിപ്പിച്ച് കഴിയുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഇതിൽ വരകൾ മാത്രമേ കാണുന്നുള്ളൂ, മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വരകൾ കാണാം. അത് കഴിയുമ്പോൾ നമ്പറുകൾ അക്കങ്ങൾ തെളിഞ്ഞു തുടങ്ങും. അക്കങ്ങൾ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ഉടനെ ആ റീഡിംഗ് എത്രയാന്ന് നോക്കരുത്, അത് തെളിഞ്ഞ് മിന്നിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. 95, 96, 97 എന്നൊക്കെ പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയും അതിൽ ഇടതുവശത്ത് കാണാൻ SpO2 എന്ന് പറയുന്നതിന്റെ താഴെയുള്ള നമ്പർ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ, അത്രയും സമയം കാത്തു നിൽക്കണം, 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് സ്റ്റേബിൾ ആവും, പിന്നെ മാറാതിരിക്കും. അപ്പോഴുള്ള റീഡിംഗ് ആണ് ശരിയായ റീഡിംഗ്. അല്ലാതെ ഇത് നമ്പർ കാണിക്കുമ്പോൾ തുടങ്ങിയുമ്പോഴുള്ള റീഡിംഗ് തന്നെ എടുത്തു കഴിഞ്ഞാൽ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അതിന്റെ ബ്ലിങ്കിങ് ഒക്കെ നിന്ന്, മാറുന്നതൊക്കെ നിന്ന്, ഒരു സ്ഥലത്ത് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, ചാഞ്ചാട്ടമൊക്കെ നിന്ന് കഴിയുമ്പോൾ വേണം ആ റീഡിംഗ് എടുക്കാൻ. ആ റീഡിംഗ് ആണ് നമ്മൾ 95 അതിൽ കൂടുതലോ വേണം എന്ന് പറഞ്ഞത്. 95-ൽ താഴെ പോകുമ്പോഴേക്ക് അപകട സാധ്യത കൂടിയതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുക. ഇനി 94-ന് മുകളിലാണ്, 95 അതിൽ കൂടുതലാണെന്ന് തന്നെ വെക്കാം. ദിവസം 3 നേരം ഇത് നോക്കേണ്ടതുണ്ട്. അതിന്റെ കൂടെ 2 വിധത്തിൽ ഇത് നോക്കണം. പൾസ് ഓക്സിമീറ്ററിന്റെ റീഡിംഗ് നോക്കും. ഒന്ന് ആദ്യം വെറുതെ ഇരുന്നിട്ടും നോക്കുക, കഴിയുന്നതും ഇരുന്നിട്ട്, കിടന്നിട്ടല്ല, കഴിയുന്നതും ഇരുന്നിട്ട് വേണം പൾസ് ഓക്സിമീറ്റർ റീഡിംഗ് നോക്കാൻ. അതല്ല ക്ഷീണം കൊണ്ട് കിടക്കുകയാണെങ്കിൽ കിടന്ന് നോക്കിയാലും കുഴപ്പമില്ല, കഴിയുന്നതും ഇരുന്ന് നോക്കുക. രണ്ടാമത്തെ കാര്യം, ഇരുന്ന് നോക്കിയിട്ട് അതിന്റെ റീഡിംഗ് ഒന്നൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ച ശേഷം അടുത്തത് ചെയ്യാനുള്ളത് ഒരു 6 മിനിറ്റ് റൂമിനകത്ത് വെറുതെ ഒന്ന് നടക്കുക. വെറുതെ ഓടി നടക്കുകയൊന്നും വേണ്ട, സാധാരണ പോലെ ഒന്ന് റൂമിൽ ഉള്ള ഗ്യാപ്പിൽ ഒന്ന് കട്ടിലുകൾക്ക് ഇടയ്ക്കുള്ള കൂടെയൊക്കെ എവിടെയാണോ ഗ്യാപ്പിൽ, ആ ഗ്യാപ്പിൽ കൂടെ ഒരു 5-6 മിനിറ്റ് ഒന്ന് നടന്ന ശേഷം വീണ്ടും ഇത് വിരലിൽ ഘടിപ്പിച്ച് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒന്ന് നോക്കുക. അപ്പൊ ആദ്യം നോക്കിയ റീഡിങ്ങിനേക്കാൾ
കുറവായിരിക്കും രണ്ടാമത് നോക്കുന്ന റീഡിങ്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ആ കുറവ് വ്യത്യാസം എന്ന് പറയുന്നത് 3 അതിൽ കൂടുതലോ ആണെങ്കിൽ, 3-ൽ കൂടുതലാണെങ്കിൽ അപകട സാധ്യത ഉണ്ട് എന്നർത്ഥം. 95-ൽ കൂടുതൽ ഉണ്ട് എന്ന് പറഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. നടന്നു കഴിഞ്ഞ് കുറയുന്നത് 3-ൽ കൂടുതൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു അപകട സാധ്യതയാണ്. അത് ആരോഗ്യവകുപ്പിനെ അപ്പൊ തന്നെ വിവരം അറിയിക്കണം എന്നുള്ളത് നോക്കുക. അതോടൊപ്പം തന്നെ രോഗി 1 മിനിറ്റിൽ എത്ര തവണ ശ്വാസം എടുക്കുന്നുണ്ടെന്നൊക്കെ നോക്കേണ്ടത് നടക്കുന്നതിന് മുമ്പാണ്. അത് റെസ്റ്റിംഗ് സ്റ്റേജിലുള്ളതാണ്. ഞാൻ നേരത്തെ 25-ന്റെ കണക്കൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ആ കണക്കൊക്കെ നോക്കേണ്ടത് നടക്കുന്നതിന് മുമ്പാണ്. പൾസ് ഓക്സിമീറ്ററിന്റെ റീഡിംഗ് നടക്കുന്നതിന് മുമ്പും നടന്നതിന് ശേഷവും നോക്കുകയും അതിന്റെ വ്യത്യാസം 3-ൽ കൂടുതലില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇതൊക്കെയാണ് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ഞാൻ ഈ പറഞ്ഞ 24-ന്റെ കണക്കൊക്കെ തന്നെ പറഞ്ഞത് 12 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൾസ് റേറ്റും ഇതൊക്കെ തന്നെ വ്യത്യാസം ഉണ്ടാവും. അത് അതാത് സമയത്ത് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി അഥവാ പൾസ് ഓക്സിമീറ്റർ കിട്ടിയില്ല എന്ന് വെക്കാം, നാളെ കിട്ടുള്ളൂ, മറ്റന്നാളെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടാനേ ഇല്ല, ഉള്ള പൾസ് ഓക്സിമീറ്റർ എല്ലാം എല്ലാ രോഗികൾക്കും കൊടുത്തു, പുതിയതിന് വാങ്ങിയിട്ട് വേണം എന്നൊക്കെയാണ് പഞ്ചായത്തിൽ നിന്നോ ആരോഗ്യവകുപ്പിൽ നിന്നോ നിങ്ങളോട് പറയുന്നെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. പൾസ് ഓക്സിമീറ്റർ ഇല്ലാതെ തന്നെ ഏതാണ്ട് അതിന്റെ ഒരു 3/4 ഭാഗത്തോളം ഗുണമുള്ള ഒരു ടെസ്റ്റ് നമുക്ക് വീട്ടിൽ ചെയ്യാം. സിംഗിൾ ബ്രത്ത് ഹോൾഡിംഗ് ടെസ്റ്റ്. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ, ബ്രത്ത് ഹോൾഡിംഗ്, ബ്രത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം പിടിച്ചു നിർത്തുന്ന ടെസ്റ്റ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ പോലെ ഉള്ളിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിട്ട് കഴിഞ്ഞിട്ടല്ല ശ്വാസം പിടിച്ചു നിർത്തേണ്ടത്. സാധാരണ പോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, അല്ലാതെ നീട്ടി വലിക്കണ്ട. സാധാരണ പോലെ ശ്വാസത്തിലേക്ക് ഉള്ളിലേക്ക് എടുക്കുന്നു. ഉള്ളിലെടുത്ത ശേഷം നമ്മൾ പുറത്ത്, സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക, ഉള്ളിലേക്ക് വലിച്ചാൽ ഉടനെ നമ്മൾ തന്നെ അറിയാതെ പുറത്തേക്ക് വിടും. ഇത് അതിന് പകരം നമ്മൾ ബോധപൂർവം ഉള്ളിൽ പിടിച്ചു നിർത്തുക. എന്നിട്ട് സെക്കൻഡ് സൂചിയുള്ള ഒരു വാച്ചിൽ സമയം നോക്കുക, എത്ര സെക്കൻഡുകൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു. പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക, പുറത്തേക്ക് വിടരുത്. അപ്പൊ പരമാവധി പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് എത്ര സെക്കൻഡ് പിടിച്ചു നിർത്താൻ പറ്റുന്നു എന്ന് നോക്കുക. ഏറ്റവും ചുരുങ്ങിയത് നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യന് 25 സെക്കൻഡ് എങ്കിലും ഇങ്ങനെ സാധാരണ രീതിയിൽ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം പുറത്തേക്ക് വിടാതെ പിടിച്ചു നിർത്താൻ സാധിക്കണം. 25 സെക്കൻഡെങ്കിലും സാധിക്കണം എന്നുള്ളതാണ്. അത് 15 സെക്കൻഡിന്റെയും 25 സെക്കൻഡിന്റെയും ഇടയിൽ മാത്രമേ സാധിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ചെറിയ തോതിൽ അപകടമുള്ള യെല്ലോ കാറ്റഗറിയിലാണ് എന്നാണ് അർത്ഥം. അങ്ങനെ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കേണ്ടതുണ്ട്. ഇനി അത് 15 സെക്കൻഡിൽ താഴെയാണെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ അപകടമുള്ള അടിയന്തര ചികിത്സ ആവശ്യമുള്ള റെഡ് കാറ്റഗറിയിലാണ്, ചുവന്ന വിഭാഗത്തിലാണ് നിങ്ങൾ. റെഡ് കാറ്റഗറിയിൽ ആയതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായിട്ട് ഡോക്ടറെ വിവരം അറിയിച്ച് അടിയന്തരമായിട്ട് ആശുപത്രിയിലേക്ക് മാറേണ്ടതുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങളുടെ രോഗിയെ മാറ്റേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സാധാരണ പോലെ ശ്വാസം എടുത്തിട്ട് ഉള്ളിലേക്ക് വലിച്ച് എന്നിട്ട് പുറത്തു വിടാതെ പിടിച്ചു നിൽക്കുകയും അത് എത്ര സമയം പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് സെക്കൻഡ് സൂചിയുള്ള ഒരു വാച്ച് വെച്ച് അളക്കുകയും അത് 25-ൽ കൂടുതലുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. 15-നും 25-നും ഇടയിലാണെങ്കിൽ അപകട സാധ്യത ഉണ്ടായി വരുന്നു എന്നും 15-ൽ കുറവാണെങ്കിൽ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് രോഗി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. ഇനി അങ്ങനെ ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞ ഒരു രോഗി നടക്കുന്നതിന് മുമ്പ് നോക്കിയപ്പോഴോ നടന്ന ശേഷം നോക്കിയപ്പോഴോ എപ്പോഴെങ്കിലും ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞ ഒരു രോഗി, ഇനി അതേപോലെ തന്നെ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എല്ലാ അവയവങ്ങളെയും ബാധിക്കും. പക്ഷെ ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കാൻ പോകുന്നത് തലച്ചോറിനെയാണ്. തലച്ചോറ് പണി മുടക്കിയാൽ നമ്മളെല്ലാ പണിയും മുടക്കും. അതുകൊണ്ട് തന്നെ തലച്ചോറിന് യാതൊരു അപകടവും സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഓക്സിജന്റെ അളവ് എത്രയും പെട്ടെന്ന് ഉയർത്താനുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. ആശുപത്രിയിൽ എത്തിയാലല്ലേ ഓക്സിജൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വീട്ടിലിരുന്നു കൊണ്ട് ഓക്സിജന്റെ തോത് ഉയർത്താനുള്ള പ്രവർത്തനം നമ്മൾ നടത്തേണ്ടത്. അതിനുള്ള ഒരു തന്ത്രമാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന സെൽഫ് പ്രോണിങ് അല്ലെങ്കിൽ സ്വയം കമിഴ്ന്ന് കിടക്കുന്ന ഒരു എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ നല്ലൊരാൾ 88, 89 ഒക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് 95-ന് മുകളിലേക്ക് ഉയർത്താൻ ഇത് സഹായിക്കുന്നതായിട്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുള്ള ഒരു സാധനമാണ്. ഒരുപാട് ആപ്പുകളൊക്കെ മൊബൈലിൽ കിട്ടാനുണ്ട്, അതിൽ പലതും അശാസ്ത്രീയമാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും പോകണ്ട. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. 4 പൊസിഷൻ അതിൽ തിരിച്ച് 5ാമത് ആദ്യത്തേലേക്ക് തിരിച്ചു വരിക. അങ്ങനെ 5 പൊസിഷനുകളാണ് നമ്മൾ ഇതിലൂടെ പോകേണ്ടത്. 4 പൊസിഷനെ പറ്റി ഞാൻ വിശദമായിട്ട് പറയാം. ആദ്യം പറഞ്ഞതുപോലെ സ്വയം കമിഴ്ന്ന് കിടക്കൽ രീതി അല്ലെങ്കിൽ പ്രോൺ പൊസിഷൻ എന്ന് പറയുന്നത് കൊണ്ട് ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോൺ പൊസിഷൻ തന്നെയാണ്, അല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കുന്ന പൊസിഷൻ തന്നെയാണ്.
അതിനായിട്ട് നമുക്ക് 3 മുതൽ 5 വരെ തലയണകൾ വേണം. അപ്പൊ രോഗിക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ പുറത്തു നിന്ന് തലയണ റൂമിലേക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ ആ തലയണ രോഗിയുടെ രോഗം മാറി ഒരാഴ്ച കഴിയാതെ അത് പുറത്തേക്ക് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ തലയണ 3 എണ്ണം, അല്ലെങ്കിൽ ചുരുങ്ങിയത് 3 എണ്ണം, പറ്റുമെങ്കിൽ 5 എണ്ണം വേണം. ഈ 5 തലയണകൾ എവിടെയൊക്കെ വെക്കും എന്നുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ കിടന്നിട്ട് തലയണ അടിയിൽ വെക്കുകയല്ല വേണ്ടത്. നമ്മുടെ ശരീരത്തിന്റെ വലുപ്പം നമുക്കറിയാം. അതിനനുസരിച്ച് കട്ടിലിന്റെ മുകളിൽ തലയണകൾ ആദ്യമേ ഒരുക്കി വെക്കുകയും അതിനുശേഷം ആ തലയണകളുടെ മുകളിലേക്ക് നമ്മൾ കയറി കിടക്കുകയും വേണം, കമിഴ്ന്ന് കിടക്കുകയും വേണം. എവിടെയൊക്കെയാണ് തലയണ വേണ്ടത്? ഒരു തലയണ വേണ്ടത് കഴുത്തിന്റെ താഴെയായിട്ടാണ്, കഴുത്തിന്റെയും മുഖത്തിന്റെയും ഭാഗത്തായിട്ടാണ്. രണ്ടാമത്തതായിട്ട് 1 അല്ലെങ്കിൽ പറ്റുമെങ്കിൽ 2 തലയണകൾ വയറും നെഞ്ചും തുടകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഭാഗത്ത്, ഈ 3ന്റെയും ഇടയിലായിട്ട് 2 തലയണകൾ വെക്കാം. പിന്നെ കാലിന്റെ മുട്ടിന്റെ താഴെയായിട്ട് 2 തലയണകൾ കൂടെ വെക്കാം. ഇനി അഥവാ 3 തലയണയുള്ളെങ്കിൽ ഈ 3 സ്ഥലത്തും ഓരോ തലയണ വെച്ചാൽ മതി. 5 എണ്ണം ഉണ്ടെങ്കിൽ കഴുത്തിന്റെ താഴെ മാത്രം 1 വെക്കാം, മറ്റു 2 സ്ഥലത്തും 2 എണ്ണം വീതം വെക്കാം. അതായിരിക്കും ഏറ്റവും ഗുണകരം. ഇങ്ങനെ ഒരുക്കി വെച്ച ശേഷം അതിന്റെ മുകളിലേക്ക് കയറി കിടക്കുക, കമിഴ്ന്ന് കിടക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇതാണ് പ്രോൺ പൊസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് കിടക്കേണ്ടതുണ്ട്. ചുരുങ്ങിയത് അരമണിക്കൂർ, പരമാവധി 2 മണിക്കൂർ വരെ കിടന്നു കഴിഞ്ഞാൽ ശ്വാസത്തിലെ അല്ലെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും, ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ ടെക്നോളജി എന്താന്ന് വെച്ചാല്, നമ്മുടെ ശരീരത്തിലെ ശ്വാസകോശത്തിനകത്തുള്ള ചെറിയ 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 അറകളിലൂടെയാണ് വായുവിലെ ഓക്സിജനെ രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. അപ്പൊ കൂടുതൽ അറകളുള്ള ഒരു സ്ഥലത്ത് പോയാല് എന്ത് സംഭവിക്കും? കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ അറകൾ ഉള്ളത് നമ്മുടെ മുതുകില്, അതായത് പുറം ഭാഗത്താണ്, ബാക്കിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മലർന്നു കിടക്കുമ്പോൾ ഈ രോഗം വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ദ്രാവകങ്ങൾ, ചെറിയ തോതിൽ ദ്രാവകങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ആ ദ്രാവകങ്ങൾ, സ്രവങ്ങളൊക്കെ തന്നെ പിൻഭാഗത്ത് പോയി അടിഞ്ഞിരിക്കുകയും അപ്പൊ ആ ഓക്സിജൻ അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ, സാധാരണ രോഗി അല്ലാത്തൊരവസ്ഥയിൽ ഇതൊന്നും പ്രശ്നമല്ല. രോഗി ആവുന്ന സമയത്താണ് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുന്നത്. അപ്പം മലർന്നു കിടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് ദ്രാവകങ്ങൾ പോകും. അപ്പൊ കമിഴ്ന്ന് കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദ്രാവകങ്ങൾ മുന്നിലേക്ക് മാറുകയും പിൻഭാഗത്തുള്ള കൂടുതൽ അറകളുള്ള ഭാഗത്ത് നിന്ന് കൂടുതൽ ഓക്സിജൻ ശരീരത്തിലേക്ക് കയറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ ഇതിനകത്ത് കയറ്റിയെടുക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ പൊസിഷനിൽ നമ്മൾ ഒരു അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ കിടന്ന ശേഷം രണ്ടാമത്തെ പൊസിഷനിലേക്ക് മാറി കിടക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇടതുവശം ചരിഞ്ഞു കിടക്കുക. അങ്ങനെ ചരിഞ്ഞു കിടക്കുമ്പോൾ ഒരു തലയണ കെട്ടിപ്പിടിക്കുക. നമുക്ക് നേരത്തെ എന്തായാലും മിനിമം 3 തലയണ ഉണ്ടല്ലോ. ഒരു തലയണ തലയുടെ അടിയിൽ വെക്കുക, രണ്ടാമത്തെ തലയണ കെട്ടിപ്പിടിക്കുക. നമുക്ക് കൈകൾ സമാധാനമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് തലയണ അവിടെ വെക്കുന്നത്. അത് കൈകൾ കംഫർട്ടബിൾ ആയ രീതിയിൽ ആ തലയണയ്ക്ക് ചുറ്റിപ്പിടിക്കുക. മൂന്നാമത്തെ തലയണ കാലുകളുടെ ഇടയിൽ വെച്ച ശേഷം കാലിന്റെ മുട്ടുകൾ അല്പം ഒന്ന് മടക്കി വെക്കാം. ഒരുപാട് മടക്കി വെക്കണ്ട, നമുക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുന്നത് ഏത് പൊസിഷനിലാണോ അത്രയും മടക്കി വെക്കുക. താഴത്തെ കാലിനേക്കാൾ ഒരു അല്പം കൂടെ കൂടുതൽ മുകളിലത്തെ കാലുകൾ മടക്കി വെച്ചാൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും, സ്വസ്ഥമായിട്ട് കിടക്കാൻ വേണ്ടി സാധിക്കും. ഈ പൊസിഷനിലും ഒരു അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ കിടക്കണം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ലാറ്ററൽ പൊസിഷൻ ആണ്. അതായത് ഇടതുവശത്തേക്ക് എങ്ങനെയാണോ ചരിഞ്ഞു കിടന്നത് അതേപോലെ വലതുവശത്തേക്ക് മറ്റേ സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുന്നു. വേറെ മാറ്റമൊന്നുമില്ല. ഇടതുവശം ചരിഞ്ഞു കിടന്നതിന് പകരം വലതുവശം ചരിഞ്ഞു കിടക്കുന്നു എന്നുള്ള മാറ്റമേ ഉള്ളൂ. നാലാമത്തത് നമ്മൾ കുത്തനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചാരി ഇരിക്കുകയാണ്. കാലുകൾ മുന്നോട്ട് നീട്ടിവെച്ച് ഷോൾഡർ അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, നമ്മൾ മിമിക്രിക്കാരെ സഖാവ് VS-നെ കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവർ നേരെ മുകളിലേക്കാണ് പൊക്കുക. നമ്മൾ പൊക്കുന്നത് അതിനെ കുറച്ചൊന്ന് മാറ്റണം, ഒന്ന് പുറകിലേക്ക് കൂടെ ചേർത്ത് പൊക്കണം. കാരണം നെഞ്ച് നല്ലോണം വിരിഞ്ഞു നിൽക്കണം. നമ്മൾ സിനിമയിലൊക്കെ വലിയ എന്താ പറയാ വില്ലന്മാരോ അല്ലെങ്കിൽ ഹീറോകളൊക്കെ നെഞ്ച് വിരിച്ച് നിൽക്കുന്നില്ല, അതുപോലെ നെഞ്ച് നല്ലോണം ഒന്ന് വിരിച്ച് നിൽക്കണം. വിരിച്ചിട്ട് വേണം ഇരിക്കാൻ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ അങ്ങനെയും ഇരിക്കാം. ചിലർക്ക് പ്രത്യേകിച്ച് ശ്വാസമുട്ടൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കാൻ, ചാരി ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സാധാരണ കാണുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കൈ രണ്ടും പുറകിലേക്ക് കുത്തിയിട്ട് അങ്ങനെ ചാരിയിരിക്കുന്നതാണ്. 2 കൈകളും കുറച്ച് പുറകിലേക്ക് നീട്ടി കുത്തി വെച്ചിട്ട് ചാരിയിരിക്കുന്നതാണ് അവർക്ക് കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവുന്നത്. എങ്ങനെയാണ് കംഫർട്ടബിൾ അങ്ങനെ ഇരിക്കാവുന്നുള്ള ഈ 4 പൊസിഷനുകളും മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയും തിരിച്ചു വീണ്ടും ഒന്നാമത്തെ പൊസിഷനിൽ വരിക. അങ്ങനെ ഒരു ദിവസം 16 മണിക്കൂർ വരെ ഇത്തരം ആകെ മൊത്തത്തിൽ 16 മണിക്കൂർ വരെ ഇങ്ങനെ ഈ പൊസിഷനുകളിൽ നിൽക്കാൻ പറ്റും നമുക്ക് ഓക്സിജന്റെ അളവ് മെച്ചപ്പെടുത്താൻ വേണ്ടി. എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നില്ല, കുറച്ച് സമയമൊക്കെ ചെയ്താൽ നല്ലതാണ്. 16 മണിക്കൂറൊക്കെ ചെയ്യുന്നത് ഈ ഓക്സിജന്റെ അളവിൽ ചെറിയ ചെറിയ കുറവ് വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും പരമാവധി പറ്റുന്നത്ര സമയം ഒരേ പൊസിഷനിൽ ഇരിക്കരുത്. ഒരു പൊസിഷനിൽ പരമാവധി 2 മണിക്കൂറേ പാടുള്ളൂ. അത് കഴിയുമ്പോൾ അടുത്ത പൊസിഷൻ, അതിന്റെ അടുത്ത പൊസിഷൻ, അങ്ങനെ
ചാക്രികമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. ഇനി ആരൊക്കെ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, ഗർഭിണികൾക്ക് ഒരു കാരണവശാലും കമിഴ്ന്ന് കിടക്കാൻ പാടില്ല. അവർക്ക് ഈ ചരിഞ്ഞു കിടക്കുന്ന ഇടതുവശം ചരിഞ്ഞും വലതുവശം ചരിഞ്ഞും ഇരിക്കുന്നതുമായിട്ടുള്ള പൊസിഷനൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. ഹൃദയ സംബന്ധമായ ഗുരുതര രോഗമുള്ള ആൾക്കാർ ഈ കമിഴ്ന്ന് കിടക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. അവർക്ക് ചാരി ഇരിക്കുന്നതും ചരിഞ്ഞു കിടക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡേ പലപ്പോഴും അവർക്ക് കംഫർട്ടബിൾ ആവുള്ളൂ. അങ്ങനെയുള്ള പൊസിഷനിൽ കിടക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഓക്സിജന്റെ അളവിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ കഴിയുന്നത് ആശുപത്രിയിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. പിന്നെ നട്ടലിനോ ഇടുപ്പലിനോ ഒക്കെ പരിക്ക് പറ്റിയിട്ട് കിടപ്പിലായ ആളുകളുണ്ട്. അവരെ ഈ രീതിയിൽ നമുക്ക് ഈ പൊസിഷനിലൊന്നും അവരെ കിടത്താൻ പറ്റില്ല. അവരെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പൊസിഷൻ മാറ്റങ്ങളൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ശരിയാവുന്നില്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് നമ്മൾ മാറ്റേണ്ടി വരും. പിന്നെ വയറിനും നെഞ്ചിലും ഒക്കെ തന്നെ വലിയ സർജറികളൊക്കെ ചെയ്യുന്ന ആളുകൾ അതിന്റെ മുറിവ് ശരിയായ രീതിയിൽ ഉണങ്ങുന്നത് വരെ ഈ കമിഴ്ന്ന് കിടക്കുന്ന പൊസിഷൻ ഒന്നും തന്നെ സാധിക്കുന്നതല്ല. ഭക്ഷണം കഴിച്ച് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഈ പണിക്ക് നിൽക്കരുത്. കാര്യമായിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പോയി കമിഴ്ന്ന് കിടക്കരുത്. അഥവാ കിടന്നിടത്ത് മയങ്ങി പോവുകയും അറിയാതെ ഈ തികട്ടി വരികയോ ഛർദ്ദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ലങ്സിലേക്ക് കയറി പോകാനും ശ്വാസതടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു കാരണവശാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ നേരത്തേക്ക് കമിഴ്ന്ന് കിടക്കരുത്. പൊസിഷൻ മാറിക്കൊണ്ടിരിക്കണം. തലയണ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ക്രമീകരിക്കണം എന്നുള്ളത് ഓർക്കുക. 16 മണിക്കൂർ വരെ ഇത് ചെയ്യാമെന്നുള്ളതും ഓർക്കുക. എപ്പോഴാണ് ഹോം ഐസൊലേഷൻ, ഇതൊക്കെ നമ്മൾ ഇതുവരെ ഹോം ഐസൊലേഷൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെയാണ് പറഞ്ഞത്. എപ്പോ ഇതെല്ലാം കൂട്ടിക്കെട്ടി നമുക്ക് സാധാരണ പോലെ ജീവിക്കാൻ തുടങ്ങാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് രോഗം വന്നു കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ മാറി 3 ദിവസം വരെ 7 ദിവസം വരെയാണ് നമ്മുടെ ഐസൊലേഷൻ വരുന്നത്. അതിൽ അവസാനത്തെ 3 ദിവസം രോഗലക്ഷണങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ 8ാമത്തെ ദിവസം മുതൽ നമ്മൾ പുറത്തിറങ്ങാം. പക്ഷേ ഒരു 7 ദിവസം കൂടെ ഒരു സ്വയം നിരീക്ഷണത്തിലിരിക്കണം. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ പരമാവധി ഒതുങ്ങി ജീവിക്കണം ഒരു 7 ദിവസം കൂടെ. അങ്ങനെ 14 ദിവസം പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. മാസ്ക് ധരിക്കുന്നത് നമ്മൾ ഈ പൂർണ്ണമായിട്ടും അത് പിൻവലിക്കുന്നത് വരെ നമ്മൾ തുടരേണ്ടതുണ്ട്. രോഗിയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ തുടരേണ്ടതുണ്ട്. ഹോം ഐസൊലേഷന്റെ കാലാവധി കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്ന ഒരു സംവിധാനം നിലവിലുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ടെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല. കൃത്യമായിട്ട് രോഗത്തെ പറ്റി നമുക്ക് കൂടുതൽ കേസുകൾ പഠിച്ചതിലൂടെ മനസ്സിലായപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം 7 ദിവസം കഴിഞ്ഞാൽ രോഗം പകരാനുള്ള സാധ്യതയില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പുറത്തു വിടുന്നതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ടെസ്റ്റ് നമ്മൾ ഒഴിവാക്കിയത്. ഇപ്പൊ രണ്ട് തരം ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. ഒന്ന് രോഗലക്ഷണങ്ങളുള്ളവര്, രണ്ടാമത്തത് രോഗിയുമായി സമ്പർക്കം ഉണ്ടായ നേരത്തെ ഞാൻ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും അപകട സാധ്യത കൂടുതലുള്ള ചില രോഗങ്ങളുള്ള ആളുകൾ. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി പൾസ് ഓക്സിമീറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ടെമ്പറേച്ചർ നോക്കുന്ന ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വീട്ടിൽ ലഭ്യമാണെങ്കിൽ അത് നമുക്ക് ഒന്നുകിൽ മുഖത്ത് അല്ലെങ്കിൽ കൈത്തണ്ടയിൽ ഒരു 5 സെന്റിമീറ്റർ മുതൽ 15 സെന്റിമീറ്റർ വരെ വിട്ട് പിടിച്ചിട്ട് അതിന്റെ കാഞ്ചി പോലെ, തോക്കിന്റെ കാഞ്ചി പോലെ ഒരു ട്രിഗർ ഉണ്ട്. അതിനെ ട്രിഗർ വലിച്ചു കഴിയുമ്പോൾ അതിനകത്തു നിന്നുള്ള ഇൻഫ്രാറെഡ് രശ്മികൾ ശരീരത്തിൽ പോയി തട്ടി തിരിച്ച് അതിന്റെ ലെൻസിലേക്ക് തന്നെ വരികയും അപ്പം ശരീരത്തിന്റെ ഊഷ്മാവ് അതിനെ അളക്കാൻ പറ്റുകയും ചെയ്യും. അത് അളന്നാൽ നല്ലതാണ്. ഡിജിറ്റൽ തെർമോമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഈ വലതുവശത്ത് കാണുന്ന ഈ സ്റ്റീൽ ഭാഗമാണ് ടെമ്പറേച്ചർ അളക്കുന്ന ഭാഗം, താപനില അളക്കുന്ന ഭാഗം. ആ ഭാഗം കക്ഷത്തിൽ വരുന്ന രീതിയിൽ കൈകളുടെ ശരീരത്തിന്റെ ഇടയിൽ വെക്കുകയും അത് 1 മിനിറ്റ് ആണ് അതിന്റെ ഒരു സമയം. ആ സമയം കഴിയുമ്പോൾ ഭൂരിപക്ഷം മെഷീനുകളിലും ഒരു ബീപ്പ് സൗണ്ട് വരികയോ ചിലതിൽ ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സമയമാകുമ്പോൾ നമ്മൾ അത് എടുത്തിട്ട് അതിന്റെ റീഡിങ് എത്രയാണെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. പൾസ് ഓക്സിമീറ്റർ ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്ലൂക്കോമീറ്റർ, ഷുഗർ, പ്രമേഹമുള്ള ആളുകൾക്ക് മിക്കവാറും ആളുകളുടെ കയ്യിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ടാവും. അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കുക. കാരണം കോവിഡ് വരുന്ന സമയത്ത് ഷുഗർ പെട്ടെന്ന് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ദിവസവും ഒരു തവണയെങ്കിലും ഷുഗർ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പരിശോധിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഗ്ലൂക്കോമീറ്റർ ആദ്യം ഓണാക്കിയ ശേഷം അതിനകത്തേക്ക് സ്ട്രിപ്പ് ഘടിപ്പിക്കുക. അതിനുശേഷം കൈയുടെ ഏതെങ്കിലും ഒരു വിരൽ നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം കഴിയുന്നതും സോപ്പിട്ട് കഴുകി തുടച്ചുണക്കുക. അതിനുശേഷം ഇതിന്റെ കൂടെ മെഷീന്റെ കൂടെ കിട്ടിയിട്ടുള്ള നീഡിൽ അല്ലെങ്കിൽ ആ പിന്ന് ഉപയോഗിച്ച് വിരലിൽ ഒരു കുത്തി ആദ്യത്തെ തുള്ളി രക്തം വരുന്നത് പഞ്ഞി കൊണ്ട് തുടച്ചു കളഞ്ഞ ശേഷം രണ്ടാമത് വരുന്ന തുള്ളി രക്തം മെല്ലെ ഈ സ്ട്രിപ്പിന്റെ ഈ ഭാഗത്ത് കൊണ്ടുപോയി തൊടുക. സ്ട്രിപ്പ് കൊണ്ടുപോയിട്ട് മെഷീൻ അടക്കം സ്ട്രിപ്പ് കൊണ്ടുപോയിട്ട് ആ രക്തത്തിന് മുകളിൽ പതുക്കെ പോയി തൊടുക. പതുക്കെ അതിൽ തൊട്ട് കഴിയുമ്പോൾ രക്തം തനിയെ ഇതിനുള്ളിലേക്ക് കയറി പോവുകയും കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ ഇവിടെ റീഡിങ് വരികയും ചെയ്യുക. അതാണ് നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ്.
രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്. നമ്മൾ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു അല്പമൊക്കെ കൂടിയ ഒരു വാല്യൂ ആണ് ഗ്ലൂക്കോമീറ്ററിനകത്ത് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടിയത് വലിയ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ വലിയൊരു വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഷുഗർ കൂടി വരുന്നതാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചികിത്സയിലേക്ക് നീങ്ങേണ്ടി വരും, ആശുപത്രിയിലേക്ക് മാറേണ്ടി വരും. അതുകൊണ്ട് പ്രമേഹ രോഗികൾ നിർബന്ധമായിട്ടും കോവിഡിന്റെ ചികിത്സയിൽ ഇരിക്കുന്ന 7 ദിവസവും രാവിലെ വെറും വയറ്റിലെങ്കിലും ആ രക്തപരിശോധന ഒന്ന് നടത്തേണ്ടത് ആവശ്യമാണ്. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന പിന്തുണ സഹായങ്ങളെ പറ്റി അമർ സാർ വളരെ വിശദമായിട്ട് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പഞ്ചായത്ത് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകളുണ്ട്, ജില്ലാ തലത്തിൽ കൺട്രോൾ റൂമുകളുണ്ട്, ജില്ലാ തലത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുണ്ട്. ആ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ കീഴിൽ കോവിഡ് രോഗികൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുള്ള 108 ആംബുലൻസുകളുണ്ട്. ഒരു അടിയന്തര സാഹചര്യത്തിൽ രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ആ ആംബുലൻസുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്നും കിട്ടിയിട്ടില്ല, ഈ നമ്പറുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ മേഖലയിൽ, നിങ്ങൾ താമസിക്കുന്ന മേഖലയിലുള്ള കൺട്രോൾ റൂം നമ്പറൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ ദിശയിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതുമാണ്. ഇനി ഇതിനപ്പുറത്ത് നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് കോവിഡ് പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ സമ്പർക്കമായിട്ടോ പുറത്തിറങ്ങാതെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ, ഗുരുതരമായിട്ടുള്ള പെട്ടെന്ന് ചികിത്സ വേണ്ടി വരുന്ന നെഞ്ചുവേദനയോ അല്ലെങ്കിൽ ഒരു അപകടം പറ്റുമോ ഒക്കെ ഉള്ളത് ഒരു കാരണവശാലും ഈ സഞ്ജീവനി വഴി പോകാൻ ശ്രമിക്കരുത്. ഗുരുതരമായ രോഗങ്ങൾ അടിയന്തരമായിട്ട് ആശുപത്രിയിൽ തന്നെ പോകണം. മറ്റുള്ള രോഗങ്ങൾക്ക് നമുക്ക് ആശുപത്രിയിൽ പോയി നമ്മുടെ അടുത്ത് നിന്ന് രോഗം അവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു രോഗികളിൽ നിന്ന് നമുക്ക് രോഗം കിട്ടാനോ ഉള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ സഞ്ജീവനി എന്ന് പറയുന്ന ഓൺലൈൻ OP സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മുടെ നല്ലൊരു ആശുപത്രിയിൽ ഉണ്ടാവുന്ന OP സംവിധാനം പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, രോഗി ആരാണോ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഈ സഞ്ജീവനിയുടെ പോർട്ടലിൽ, ഈ പറയുന്ന പോർട്ടലിൽ പോയിട്ട്, ഇവിടെ കാണുന്ന പോർട്ടലിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഗൂഗിളിൽ തെരഞ്ഞാൽ മതി, അല്ലെങ്കിൽ അതിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. ഇവിടെ ഇതിൽ പോയിട്ട് നമ്മൾ ഈ സഞ്ജീവനി OPD എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP ഒക്കെ തന്നെ KSRTC ജീവനക്കാർക്ക് പരിചയമുള്ളതാണ്. നിങ്ങളുടെ ഇതിലൊക്കെ തന്നെ രജിസ്ട്രേഷനിലൊക്കെ തന്നെ അതേ സംവിധാനം ഉപയോഗിക്കുന്നതാണ്. ആ OTP നമ്മൾ കൊടുക്കുന്നതോടുകൂടി നമ്മൾക്ക് അതിനകത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാവും. രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിയുമ്പോൾ നമ്മളെ വെയിറ്റിംഗ് റൂമിലേക്ക് കടത്തിവിടും. വെയിറ്റിംഗ് റൂമിൽ, നമ്മൾ ആശുപത്രിയിലെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന പോലെ ഓൺലൈൻ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയും നമ്മളെ ഊഴമാവുമ്പോൾ നമ്മളെ ഡോക്ടറുടെ റൂമിലേക്ക് കടത്തിവിടും. ആ ഡോക്ടർ നമ്മളെ പരിശോധിക്കും. പരിശോധിച്ച ശേഷം ഡോക്ടർ നമ്മളെ വിവരങ്ങളൊക്കെ ചോദിക്കും. വിശദമായിട്ട്, നമ്മൾ ഡോക്ടർക്ക് നേരിട്ട് പരിശോധിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് വളരെ വിശദമായിട്ട് നമ്മൾ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഡോക്ടറുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുക. അത് കഴിയുമ്പോൾ ഡോക്ടർ ഒരു തീരുമാനത്തിൽ എത്തി കഴിയുമ്പോൾ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ അവിടെ ഈ സഞ്ജീവനി പോർട്ടലിൽ ഡോക്ടർ ചേർക്കും. ആ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആ ഡൗൺലോഡ് ചെയ്ത പ്രിസ്ക്രിപ്ഷനുമായിട്ട് രോഗികൾക്ക് മരുന്ന് വാങ്ങാവുന്നതാണ്. ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരും അതേപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകളുടെ സേവനവും ഈ സഞ്ജീവനിയിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കഴിയുന്നതും ആശുപത്രിയിൽ പോകുന്നത് ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ വേണ്ടി. ഇനിയിപ്പോ കോവിഡ് ഒന്നുമല്ല, നിങ്ങളിപ്പോ വെറുതെ ലീവായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പനി വന്നു, ചെറിയൊരു പനി ജലദോഷമൊക്കെ വന്നു, എന്ത് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ഈ സഞ്ജീവനിയിൽ കയറി ഡോക്ടറുടെ അഭിപ്രായം തേടി സാധാരണ ഒരു ഡോക്ടറെ കാണുന്നതിന്റെ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഡോക്ടർ നേരിട്ട് നിങ്ങളെ പരിശോധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളെ പരിശോധിക്കാതെ ചികിത്സ നിർദ്ദേശിക്കാൻ പറ്റാത്ത ഒരു രോഗമാണെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം തരും. നിങ്ങൾ അടുത്തുള്ള ആശുപത്രിയിൽ പോകേണ്ടതുണ്ട് എന്ന്. തൽക്കാലത്തേക്ക് മരുന്ന് തരികയോ അല്ലെങ്കിൽ ഒരു മരുന്നും തരാതെ നിങ്ങൾ അടിയന്തരമായിട്ട് ആശുപത്രിയിൽ പോകേണ്ടതുണ്ട് എന്ന് പറയുകയോ ചെയ്യും. അപ്പം വലിയ ഗുരുതരമല്ലാത്ത അടിയന്തര ചികിത്സ ആവശ്യമില്ലാത്ത രോഗങ്ങൾക്കൊക്കെ തന്നെ ഈ സഞ്ജീവനിയുടെ ഒരു സേവനം, ഈ സഞ്ജീവനി OPയുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജനറൽ ഡോക്ടർമാരുമുണ്ട്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമുണ്ട്. ആ ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പും ടാബും കമ്പ്യൂട്ടറും ഒന്നും വേണമെന്നില്ല, മൊബൈലിൽ തന്നെ, ആൻഡ്രോയിഡ് മൊബൈലിൽ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ളത്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വേണം രജിസ്റ്റർ ചെയ്യാൻ. ആരുടെയെങ്കിലും കയ്യിലുള്ള മൊബൈൽ നമ്പർ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൽ കയറാൻ പറ്റാതെ OTP അയാൾ അന്വേഷിച്ച് പോകേണ്ടി വരും. അതിന് പകരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ഏതാണോ അതിലേക്ക് അതിന്റെ നമ്പർ ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രോഗിയായിട്ട് ഇരിക്കുന്ന ഗൃഹപരിചരണത്തിലിരിക്കുന്ന രോഗി ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എടുത്ത് വെച്ചിട്ട് ദിവസത്തിൽ 3 നേരം ഈ പറയുന്ന 5 കാര്യങ്ങൾ, താപനില നോക്കാൻ തെർമോമീറ്റർ അവിടെ ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ നോക്കുക, ഇല്ലെങ്കിൽ അത് വിട്ടേക്കാം. മറ്റു 4 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് ഓക്സിജന്റെ അളവ്, ഹൃദയത്തിന്റെ മിടിപ്പിന്റെ തോത്, പൾസ് റേറ്റ്, അല്ല പിന്നെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്, നമുക്ക് സ്വയം എന്ത് തോന്നുന്നു, മെച്ചപ്പെട്ടോ അല്ലെങ്കിൽ മോശമായോ അതോ അതേപടി തുടരുകയാണോ എന്നുള്ളത് അതും നോട്ട് ചെയ്ത് വെക്കണം. ശ്വാസം എങ്ങനെയാണ്, ശ്വാസം എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടിയിട്ടുണ്ടോ,
കുറഞ്ഞിട്ടുണ്ടോ, അതല്ല പഴയതുപോലെ തന്നെ ഇരിക്കുകയാണോ, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കണോ, എന്താണെന്നുള്ളത് ഈ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കണം. അത് നമ്മളെ ഒരു പെട്ടെന്ന് ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ചികിത്സ കുറെ കൂടി കൃത്യമാക്കാൻ സഹായിക്കും. എപ്പോ മുതലാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് തുടങ്ങിയത്, എത്ര സമയം ആയിട്ടുണ്ടാവും തുടങ്ങിയിട്ട് എന്നൊക്കെ തീരുമാനിക്കാനും കൂടുതൽ എന്താ പറയാ ഇപ്പൊ മോണോക്ലോണൽ ആന്റിബോഡി പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ആന്റിവൈറൽ മരുന്ന് പോലെയുള്ള മരുന്നുകളൊക്കെ വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഇത് വലിയൊരു സഹായമായിട്ട് മാറും. അങ്ങനെ ആ പേപ്പർ എഴുതി വെക്കുകയും ആ പേപ്പർ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അത് പേപ്പർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. ഇനി ആശുപത്രിയിലൊന്നും പോകേണ്ടെങ്കിൽ പോലും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെ വിളിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് സഹായകരമാവും. എന്റെ SpO2 ഇന്നലെ 3 എണ്ണം ഇത്രയായിരുന്നു, ഹാർട്ട് റേറ്റ് ഇത്രയായിരുന്നു, എനിക്ക് ശ്വാസത്തിൽ 3 തവണയും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, എനിക്ക് മെച്ചപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് കൃത്യമായിട്ട് കൊടുക്കാനും ഇത് സഹായിക്കും എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് നിർബന്ധമായിട്ടും രോഗികൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പേപ്പറിനകത്ത് ഈ 3 തവണ എങ്കിലും ദിവസം ഇത് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഗൃഹപരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ ഇത് എടുത്തു പറയാനുള്ള ഒരു കാരണം, ഇനി അങ്ങോട്ട് രോഗം വന്നിട്ടുള്ളതിൽ 97-98% ആളുകളും വീട്ടിലാണ് ഇരിക്കാൻ പോകുന്നത്. വീട്ടിലിരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾക്ക് വീട്ടിൽ സ്വയമേവ ചെയ്യാൻ പറ്റാത്തതില്ല, ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ ആകെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൾസ് ഓക്സിമീറ്റർ, ഗ്ലൂക്കോമീറ്റർ പോലെയുള്ള സാധനങ്ങളുടെ ലഭ്യതയാണ്. അതിന് പൾസ് ഓക്സിമീറ്ററിന് പകരമുള്ള ഒരു സംവിധാനവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഉപയോഗിക്കുക. കഴിയുന്നത്ര ആളുകൾക്ക് പൾസ് ഓക്സിമീറ്റർ എത്തിച്ചു കൊടുക്കാനൊക്കെയുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി പഞ്ചായത്തുകളും ആരോഗ്യവകുപ്പും ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ആ പൾസ് ഓക്സിമീറ്റർ അവർ ലഭ്യമാക്കുമ്പോൾ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാനും ആവശ്യം കഴിഞ്ഞ ഉടനെ തിരിച്ചു കൊടുത്ത് അടുത്ത രോഗിക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. അത് അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്ത് കേടുവരുത്തിയാൽ ആർക്കും ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. താഴെ വീഴാതെ നോക്കണം. ഇലക്ട്രോണിക് ഉപകരണമാണ്, അതൊന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിയിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും അതിന്റെ പ്രവർത്തനം പിന്നീട് ചിലപ്പോൾ തകരാറിലാവാൻ സാധ്യതയുണ്ട്. അടുത്ത രോഗിയുടെ പൾസ് ഓക്സിമീറ്ററിലെ റീഡിംഗ് ഒക്കെ ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമ്മൾ അയാളുടെ ചികിത്സയിൽ ബുദ്ധിമുട്ട് നേരിടും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. എല്ലാവർക്കും ആർക്കും രോഗം വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. അതോടൊപ്പം അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് സ്വന്തം വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ പരമാവധി ചികിത്സ തേടാൻ ശ്രമിക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ എപ്പോൾ ആശുപത്രിയിൽ പോകണമെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ആവശ്യമെങ്കിൽ ആശുപത്രിയിൽ പോവുക. താങ്ക് യു. വന്നു മാറിയവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഒരു സംശയം. മാഡം, ശരിക്കും കോവിഡ് 80% പേർക്കും യാതൊരുവിധ ലക്ഷണങ്ങളും ഇല്ലാതെയാണ് വരുന്നത്. ചിലർക്ക് മൈൽഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളോട് കൂടിയാണ് വരുന്നത്. വെറും 3% പേർക്കൊക്കെയാണ് കുറച്ചെങ്കിലും സീരിയസ് ആയിട്ടുള്ള വിധത്തിൽ വരുന്നുള്ളൂ. അപ്പൊ ഈ 3% വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മള് മറ്റുള്ള രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ, ശ്വാസ തടസ്സം വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുള്ളത്. നമുക്ക് സാധാരണഗതിയിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ പോലെ വന്നാൽ നമ്മൾ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളിൽ ഡോക്ടർമാരുണ്ട്, എല്ലാ PHCയിലും ഡോക്ടർമാരുണ്ട്, അവരെ കാണുക. അവരെ ഉപദേശിക്കുകയാണെങ്കിൽ CHCയിലേക്കോ താലൂക്ക് ആശുപത്രികളിലേക്കോ പോകാവുന്നതാണ്. ഒന്നിലധികം തവണ കോവിഡ് വരുന്ന ആൾക്കാർ പിന്നീട് ഉണ്ടാകുന്ന സ്ഥിരമായ പ്രശ്നങ്ങൾ എന്തെല്ലാം? കോവിഡ് വന്നവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയുമോ? BP ഷുഗർ വേരിയേഷൻ ഉണ്ടാകുമോ? അത് ശരിക്കും പറയുന്നത് കുറെ ഒരു പരന്നൊരു ചോദ്യമാണിത്. സാധാരണഗതിയിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കോവിഡ് വന്നിട്ടുള്ള കുറേയധികം രോഗികളെ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം ആ രോഗമുള്ള സമയത്തെല്ലാം മൈൽഡ് ആയിട്ടുള്ള രോഗലക്ഷണങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ദീർഘകാല അടിസ്ഥാനത്തിൽ അവർക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ളത് പറയാൻ ഉള്ള നമ്മൾക്ക് ശാസ്ത്രീയമായ പഠനങ്ങൾ വന്നിട്ടില്ല ഇപ്പോഴും. അത് കൂടുതലായി വരുന്നവർക്കാണ് അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. തൃശ്ശൂരിൽ ഞാൻ DM ആയിരിക്കുമ്പോൾ 3 പ്രാവശ്യത്തിൽ കൂടുതൽ വന്നിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ആ അസുഖങ്ങൾ ഉണ്ടായ സമയത്ത് മാത്രം മൈൽഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാര്യങ്ങൾ കണ്ടിരുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും അയാൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള അസുഖങ്ങളൊന്നും വന്നതായി കണ്ടിട്ടില്ല. പക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള അസുഖങ്ങൾ വരാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ടാകും, ഓരോ അവയവത്തിനും വരുന്ന അസുഖങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് വലിയൊരു സ്റ്റഡിക്ക് ശേഷമൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന്റെ തെളിവുകൾ ഇനിയും ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിനൊരു വളരെ കൃത്യമായ ഉത്തരം പറയാൻ പറ്റില്ല. നമുക്ക് 8
ദിവസത്തിന് ശേഷം പോസിറ്റീവായി കണ്ടാൽ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഞാൻ വിചാരിക്കുന്നത് ഒരു പ്രൈമറി കോണ്ടാക്ട് ആയിട്ടുള്ള ഒരാള് മറ്റൊരാൾ രോഗിയുമായി സമ്പർക്കത്തിൽ ഇരുന്നിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടും ഒന്നും കാണാതെ 8ാമത്തെ ദിവസം രോഗലക്ഷണങ്ങൾ കണ്ട് പോസിറ്റീവായി എന്നാണ് ഞാൻ ഗണിക്കുന്നത്. അങ്ങനെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു രോഗി ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യണം. വീട്ടിലിരിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ വീണ്ടും 7 ദിവസം വീട്ടിലിരിക്കേണ്ടതും 7 ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസങ്ങൾക്ക് ശേഷം രോഗലക്ഷണങ്ങൾ ഇല്ലാതെ വരുമ്പോൾ, അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് 3 ദിവസം തീർച്ചയായും രോഗലക്ഷണങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. വീട് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോം ഐസൊലേഷൻ എന്ന വിധത്തിലാണ് ഞാൻ പറയുന്നത്. ഹോം ഐസൊലേഷൻ എല്ലാം റൂം ഐസൊലേഷൻ ആണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോക്ടർ ജിതേഷ് അത് വ്യക്തമായി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോസിറ്റീവ് ആണ് എന്ന് കണ്ടാൽ നമ്മളൊരു റൂമിൽ ഐസൊലേറ്റഡ് ആവുകയും നമുക്ക് 3 ദിവസത്തേക്ക് യാതൊരു ലക്ഷണങ്ങളില്ലാന്ന് കാണുകയും മൊത്തത്തിൽ നമ്മളെ രോഗലക്ഷണം കണ്ടിട്ട് 7 ദിവസം ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ പ്രിക്കോഷനായ മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ആൻഡ് സാനിറ്റൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിന് പുറത്തിറങ്ങാവുന്നതുമാണ്. മാഡം, മറ്റൊരു രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാം. പോസിറ്റീവായി 8 ദിവസത്തിന് ശേഷം വീണ്ടും അവർ ടെസ്റ്റ് ചെയ്ത് നമ്മളുടെ അതൊരു ടെസ്റ്റിങ്ങിന്റെ ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ RT-PCR ടെസ്റ്റ് നെഗറ്റീവ് ആൻഡ് ചിലപ്പോ 90 ദിവസം വരെയും 100 ദിവസം വരെയും എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റഡികൾ പറയുന്നത് 7 ദിവസം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പകർത്താനുള്ള കഴിവ് തുലോ 0 ആണെന്നാണ്. അതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ടാവാം, എന്നാലും ഏറ്റവും കൂടുതലും 0 ആണെന്നുള്ള ഒരു നിഗമനത്തിന്റെ പേരിലാണ് ശാസ്ത്രീയമായ വിശകലനത്തിന്റെയും സ്റ്റഡിയുടെയും ഭാഗമായിട്ടാണ് 7 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത്. കോവിഡ് വാക്സിൻ എടുത്ത ശേഷം ആ ദിവസം പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് പ്രതിരോധ ശേഷി, വാക്സിൻ ശേഷി പ്രതികൂലമായി ബാധിക്കുമോ? ഒന്നും കൂടി പറയാമോ? മാഡം ഉദ്ദേശിച്ചത് ഇതായിരിക്കണം. കോവിഡ് വാക്സിൻ എടുത്ത ശേഷം ആ ദിവസം പനി വന്നത് കൊണ്ട് പാരസെറ്റമോൾ ഉപയോഗിച്ചു. ആ ഉപയോഗം നമ്മൾക്ക് വാക്സിൻ കൊണ്ടുണ്ടാവുന്ന പ്രതിരോധ ശേഷിയെ ബാധിക്കുമോ എന്നാണ് ചോദ്യം എന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെ ഒരു ഇതെടുത്തും നമ്മൾ പറഞ്ഞിട്ടില്ല. ശരീരവേദനയ്ക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കും നമ്മൾക്ക് പാരസെറ്റമോൾ ഉപയോഗിക്കാവുന്നതാണ്. അത് പാരസെറ്റമോൾ ഒരിക്കലും വാക്സിനെ ശക്തിയെ നശിപ്പിക്കുകയോ ആന്റിബോഡി പ്രൊഡക്ഷനെ കുറയ്ക്കുകയോ ചെയ്തതായി ഒരു പഠനങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. കഴുത്തിന് പിൻഭാഗത്തെ വേദനയും തലക്കനം ഇവയ്ക്കൊക്കെ പരിഹാരം നിർദ്ദേശിക്കുമോ? പിന്നെ കലശലായ ശരീരവേദനയും, ഇത് കോവിഡ് രോഗിക്കാണോ അതോ രോഗം ഇല്ലാത്ത ഒരാൾക്കാണോ എന്നുള്ളതൊന്ന് വ്യക്തമാക്കിയാൽ കുറച്ചുകൂടെ. എന്ത് തന്നെ ആണെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫോൺ എടുക്കുക. നിങ്ങള് നമ്മളുടെ സംവിധാനത്തില് നമുക്ക് ഇപ്പൊ തന്നെ നമ്മളുടെ ഡോക്ടർ വ്യക്തമായും പറഞ്ഞു തന്ന ഈ സഞ്ജീവനി പ്ലാറ്റ്ഫോമിൽ കയറി ഡോക്ടറുമായി സംസാരിക്കുക. പോസിറ്റീവ് ആയവരിൽ നിന്ന്, അതും മറ്റേ ചോദ്യത്തിന്റെ തുടരാണ്. വേറെ ഒരാൾ ചോദിച്ചിരിക്കുന്നേ ഒന്നുള്ളൂ. 14 ദിവസം വരെ രോഗം മറ്റുള്ളവർക്ക് പകരാം എന്നിരിക്കെ 7 ദിവസം കഴിഞ്ഞ ഉടനെ ഡ്യൂട്ടിക്ക് പോകുന്നത് രോഗവ്യാപനം കൂട്ടില്ലേ? ഞാൻ മറുപടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് 7 ദിവസം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പകർത്താനുള്ള ശേഷി തുലോം 0 ആണ് എന്നുള്ള വിധത്തിലാണ് സ്റ്റഡീസ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് ഇന്റർനാഷണൽ സ്റ്റഡീസ് ആണ്. തന്നെയുമല്ല, നമ്മൾക്ക് സെൻട്രൽ ഗവൺമെന്റും ICMR അവരുടെ സ്റ്റഡികളിലും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതനുസരിച്ചാണ് ഗൈഡ് ലൈനിൽ ചേഞ്ചസ് വരുന്നത്. ആളില്ലാത്തത് കൊണ്ടല്ല 7 ദിവസം കഴിഞ്ഞ് പോവാമെന്ന് പറയുന്നത്, അതിനുശേഷം പകരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ശാസ്ത്രീയ അടിത്തറ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് ഒന്നുകൂടെ ഊന്നി പറയുന്നു. കോവിഡ് കഴിഞ്ഞവർ പിന്നീട് 3 മാസക്കാലം കഠിനാധ്വാനം ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട്. 12 മുതൽ 14 മണിക്കൂർ വരെ നമ്മുടെ ബസ്സുകൾ ഓടിക്കുന്നത് കഠിനാധ്വാനത്തിൽ പെടുമോ? ഡോക്ടർ ജിതേഷ്. അല്ല, നമ്മുടെ ബസ്സുകൾ ഓടിക്കുന്ന അതിന് കുറച്ചൊരു അധ്വാനം വേണ്ട ജോലിയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ പവർ സ്റ്റിയറിംഗ് വണ്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് അതിനെ നമ്മള് കായിക അധ്വാനം എന്നുള്ളൊരു ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഒരുപാട് ഇതുണ്ട്. അപ്പൊ ഞാൻ ഈ 3 മാസം വരെ ചെയ്യരുത് എന്ന് പറയുന്നത് കടുത്ത മരം മുറിക്കലോ കിളക്കലോ അതുപോലെയുള്ള പിന്നെ കായിക വിനോദങ്ങള്, കളികള്, ഫുട്ബോള്, വോളിബോൾ പോലത്തെ കളികള്, അതുപോലെ ഷട്ടിൽ കളിക്കാൻ പോകുന്നത്, പിന്നെ ഓട്ടം, രാവിലെയുള്ള ഓട്ടം എന്നുള്ള നടത്തം ചെറിയ തോതിലുള്ള ഒരു നടത്തത്തിനപ്പുറത്ത്
വളരെ ബ്രിസ്ക് ആയിട്ടുള്ള നടത്തം നടക്കുന്ന ആളുകളുണ്ട്. കൈകൾ വീശി, നമ്മൾ തിരുവനന്തപുരം മ്യൂസിയത്തിലൊക്കെ പോയാൽ കാണുന്ന പോലെ കൈകൾ വീശി നടക്കുന്ന ആളുകളുണ്ട്. അത്തരം അധ്വാനമുള്ള പ്രവർത്തികൾ മാത്രമേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെയും അതിന്റെ ഗണത്തിൽപ്പെടുത്തേണ്ടതില്ല. നമ്മളിപ്പോ എല്ലാം കോവിഡിന്റെ തലയിൽ വെച്ചിട്ട് നമ്മൾ മെല്ലെ ഊരാനുള്ള ഒരു രീതി എടുക്കണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പിന്നെ അതുപോലെ ജിതേഷ്, അല്ല എല്ലാവരോടും പറയാൻ വേണ്ടി ഇപ്പൊ ജോലി സ്ഥലത്തൊക്കെ പടി കയറേണ്ടി വരുന്നു. അപ്പൊ നമ്മളെ ഓഫീസ് വല്ല മുകളിലാണ്, അങ്ങനെയൊക്കെ വല്ല സ്ഥലത്തും ജോലി സ്ഥലത്തോ കടകളൊക്കെ പടി കയറേണ്ടി വരികയാണെങ്കിൽ അത് ഓടി ഭയങ്കര സ്പീഡിലൊന്നും കയറരുത്, സാവകാശത്തിൽ കയറുക എന്ന് പറയും. ഇതൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ള കോവിഡ് വിഭാഗത്തിന്റെ തലവനായിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാം പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഓടിക്കയറണ്ട, നമുക്ക് സാധാരണ എങ്ങനെ ചെയ്യാൻ തോന്നും, പിന്നെ കോവിഡ് മാറിയപ്പോ ഓക്കെ ആണെന്ന് സ്വയം ഒരു പരീക്ഷിക്കൽ അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓടിക്കയറരുത്, പതുക്കെ കയറുക, റെസ്റ്റ് എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നാണക്കേടൊന്നും ഇല്ല, അതെല്ലാവർക്കും ക്ഷീണം തോന്നും. അതുകൊണ്ട് പലരും നാണക്കേടാണ് റെസ്റ്റ്, ക്ഷീണം എന്നൊക്കെ പറയാം. അത് അങ്ങനെ ഓവർ എക്സെപ്റ്റ് ചെയ്യുക, അത് ചെയ്യരുത്. അടുത്തൊരു ചോദ്യം എനിക്ക് തോന്നുന്നു അമർ സാറിന് സഹായിക്കാൻ പറ്റുമായിരിക്കും. എന്റെ മകൾക്ക് ചുമ മാറുന്നില്ല, ലിവോളിൻ സിറപ്പ് കൊടുത്തു. ഒന്നാമത് ഈ ലിവോൾ എന്ന് പറയുന്നത് ചുമയ്ക്കുള്ള ഒരു മരുന്നല്ല. ശരിക്കും ലിവോൾ എന്ന് പറയുന്നത് ശ്വാസം മുട്ട് തോന്നുന്ന ആസ്മ വർഗത്തിൽപ്പെട്ട ശ്വാസം മുട്ടുണ്ടെങ്കിൽ അതിന് ആശ്വാസം കൊടുക്കുന്ന റിലീവർ മരുന്നാണ് ലിവോൾ എന്ന് പറയുന്നത്. ചുമയ്ക്ക് ഇപ്പൊ ഒരു വൈറൽ ഫീവർ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചുമ പറഞ്ഞാൽ കാണാം. അപ്പൊ അതിന് ഈ നേരത്തെ പറഞ്ഞപ്പോ ചൂട് പാനീയങ്ങൾ കഴിഞ്ഞാൽ ഡോക്ടർ വിദേശ് പറഞ്ഞ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. അത് വളരെ വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈവൻ വെറും വെള്ളത്തിന് പകരം നമുക്ക് എനർജികൾ കിട്ടാൻ വേണ്ടി അത് ചൂട് കഞ്ഞിവെള്ളമാക്കാം. ആ കഞ്ഞിവെള്ളം പനിയൊക്കെ ഉള്ളപ്പോൾ ആൾക്കാർക്ക് വായിക്ക് രുചിയില്ല. അപ്പൊ ഈ കഞ്ഞിവെള്ളത്തിൽ ഉപ്പും പിന്നെ ചെറുനാരൻ നീരും കൂടെ കുറച്ച് പിഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ എത്ര പനിയുള്ള നാക്കിൻ കയ്പുള്ള ആൾക്കോ കുട്ടിക്കോ അത് ഫ്രീക്വന്റ് ആയിട്ട് ചെറിയ അളവ് ഫ്രീക്വന്റ് ആയി കുടിക്കും. അപ്പൊ ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു വലിയ കുട്ടിയാണെങ്കിൽ ഓരോ 5 മിനിറ്റ് ഒരു 3 ടീസ്പൂൺ വെച്ച് കുടിക്കുക. ഒരു വയസ്സൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ ഓരോ 5 മിനിറ്റ് 2 സ്പൂൺ വെച്ച് ഇതുപോലെ ചൂട് കഞ്ഞിവെള്ളം സാമാന്യം നല്ല ചൂടിൽ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെ കൊണ്ട് തന്നെ മരുന്നില്ലാണ്ട് കുറെ ചുമകളൊന്നും മാറും. പിന്നെ ഏതെങ്കിലും ചുമ 2 ആഴ്ചയ്ക്ക് അപ്പുറം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ഒന്ന് കൺസൾട്ടേഷൻ വേണം. അപ്പൊ ഇപ്പോഴത്തെ നിലയ്ക്ക് അത് ഈ സഞ്ജീവനി വഴി പീഡിയാട്രിക്സ് ഒപിയിലേക്ക് കയറി ഒന്ന് കൺസൾട്ട് ചെയ്യാം ആദ്യം പ്രാഥമികമായിട്ട്. എന്നിട്ട് എന്തെങ്കിലും വേണ്ടി വന്നാൽ ഡോക്ടർ നേരിട്ട് കാണാനുള്ള ഒരു സംവിധാനം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ഡോക്ടർ ഏരിയയിലുള്ള കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാനും ശ്രമിക്കുക. കാരണം 2 ആഴ്ച കഴിഞ്ഞല്ലോ, 2 ആഴ്ച കോവിഡ് എല്ലാം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ സ്റ്റീം ഇൻഹലേഷൻ, ആവി ശ്വസിക്കൽ വളരെ യൂസ്ഫുൾ ആണ്. അത് അധികം അമിതമായി പോകരുത്. പക്ഷെ ഫ്ലാസ്കിന്റെ ഉള്ളിലൊക്കെ തിളച്ച വെള്ളം എടുത്ത് ഈ പുട്ടുകുളവും കമ്പിളി മൂടലൊന്നും വേണ്ട. ഫ്ലാസ്കിൽ എടുത്ത് വെച്ച് ഇപ്പൊ ഒരു ഫ്ലാസ്ക് ആണെങ്കിൽ ഇത് അടുത്ത് വെച്ച് വായിന്റെ അടുത്ത് വെച്ച് മൂടി പൊക്കി അങ്ങനെ വായിൽ കൂടെ മാത്രം വലിച്ചു കയറ്റാം. അപ്പൊ അത് ചെയ്യാം. പിന്നെ മരുന്നുകൾ ഒരിക്കലും സ്വന്തമായിട്ട് കടയിൽ പോയി മേടിക്കുകയോ അല്ലെങ്കിൽ ടിവിയുടെ പരസ്യത്തിൽ കണ്ടു ചുമയുണ്ടല്ലോ എല്ലാം മരുന്നും തരൂ എന്നൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ അങ്ങനെ പോയി വാങ്ങിച്ചു കളയരുത്. അയൽവക്കത്തോ മറ്റു ഫ്രണ്ട്സോ മറ്റു വീട്ടുകാർ വാങ്ങിച്ച മരുന്നിൽ അതിന്റെ അംശങ്ങൾ ഇവിടെ കുട്ടിക്ക് കൊടുക്കരുത്. അതൊക്കെ ഡോക്ടർ മാത്രം പറഞ്ഞിട്ട് മാത്രമേ കൊടുക്കാവൂ. കോവിഡ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് ആന്റിജൻ ടെസ്റ്റ് അല്ലേ കൂടുതൽ ഫലപ്രദം എന്നാണ് മാഡം ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല മാഡം. കോവിഡ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് ആന്റിജൻ അല്ലേ കൂടുതൽ എളുപ്പം അല്ലെങ്കിൽ കൂടുതൽ ഫലപ്രദം? എളുപ്പം എപ്പോഴും ആന്റിജൻ ടെസ്റ്റ് തന്നെയാണ്. നമുക്ക് ആന്റിജൻ ടെസ്റ്റ് ഒരു സ്ക്രീനിങ് ടെസ്റ്റിന്റെ വിഭാഗത്തിൽ പെടുന്നതും വളരെ പെട്ടെന്ന് പോസിറ്റിവിറ്റി തരുന്നതുമാണ്. പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അത് പിന്നീട് ഒന്നും ചെയ്യേണ്ടതില്ല, പോസിറ്റീവായി പരിഗണിച്ച് നമ്മളിപ്പോ പറഞ്ഞ പോലെയുള്ള ഹോം ഐസൊലേഷൻ കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോവുക. പക്ഷേ രോഗലക്ഷണങ്ങളുള്ള ഒരു ഫ്രണ്ട് ലൈൻ വർക്കർക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ എനിക്കുള്ള ചുമയും പനിയും കോവിഡ് അല്ല എന്ന് 100% ഉറപ്പിക്കാൻ പറ്റില്ല. അവര് RT-PCR തന്നെ ചെയ്യേണ്ടതുണ്ട്. ബ്രിട്ടനിൽ കോവിഡിന് ജലദോഷത്തിന് തുല്യമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയും ആ വഴിക്ക് പ്രഖ്യാപിക്കാറായോ? കോവിഡിന്റെ തുടർ ബുദ്ധിമുട്ടുകൾ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോഴും നമ്മൾ ജാഗ്രതയുടെ കാര്യത്തിൽ പിന്നോക്കം പോയോ എന്നൊക്കെയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡ് ആദ്യമേ തന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് അമർ സാർ പറയുകയുണ്ടായി, ഇത് ജലദോഷം ഉണ്ടാക്കുന്ന അണുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അണു തന്നെയാണെന്ന്. ഈ കോവിഡ് ഇനി മനുഷ്യരാശിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവാനായിട്ട് സാധ്യതയില്ലാത്ത ഒരു വൈറസ് ആണ്. അതുകൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ജലദോഷപ്പനി പോലെ തന്നെ ഇത് ആകുകയും ഇപ്പോ ഇതിന് ഇത്രയും പ്രചാരം കിട്ടിയതും ഇമ്പോർട്ടൻസ് കിട്ടിയതും ഇത് ഒരു ന്യൂ വൈറസ് ആയതുകൊണ്ടാണ്. രൂപമാറ്റങ്ങൾ വന്ന് ന്യൂ വൈറസ് ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രധാന പ്രശ്നം വന്നത്. മനുഷ്യരാശിക്ക് ഇതുവരെയും അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്രയേറെ മുൻകരുതൽ വെച്ചത്. ഇനി നമ്മുടെ വാക്സിനേഷൻ യൂണിവേഴ്സൽ ആയി കഴിഞ്ഞു. ഏകദേശം നമ്മളുടെ ജനവിഭാഗങ്ങളില് നല്ലൊരു ശതമാനത്തിന് ആളുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റഡിയില്
സെക്കൻഡ് വേവിനിടയിൽ നടന്ന സ്റ്റഡിയിൽ 80% വരെയും ജനങ്ങൾക്ക് ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞു എന്ന് കാണുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി കുറച്ചു നാളും കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം ഇമ്മ്യൂണിറ്റി നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജലദോഷപ്പനി പോലെ അപ്രസക്തമായ ഒരു അസുഖമായി സമീപഭാവിയിൽ മാറാം. അടുത്ത ചോദ്യം ഒരു ആവർത്തനമാണ്. ഒമിക്രോണിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. അതെനിക്കൊന്ന് അമർ സാർ വിശദമായി പറഞ്ഞതാണ്. സാറ് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുന്ന. അതെ അതെ, ഇപ്പോ പ്രധാന ഒന്നെന്ന് വെച്ചാൽ ലക്ഷണം വേണമെന്നില്ല, അതൊന്നും കൂടെ മനസ്സിൽ വെക്കണം. ഇപ്പൊ ലക്ഷണം വന്നാലേ അസുഖമുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് കാര്യം, ലക്ഷണം ഇല്ലാത്തവർക്കും അസുഖം കിട്ടി അത് പകർത്താനൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ പറയുമ്പോൾ പനി വരാം, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു ലക്ഷണം. അത് ചെറിയ പനിയാകാം, വലിയ പനിയാകാം, അങ്ങനെ ഒരു തെർമോമീറ്റർ വെച്ചപ്പോൾ അളക്കുന്നതിൽ തന്നെ പനി ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യത്തിന് നമുക്ക് വ്യക്തമായി ഉത്തരം വേണം. ഒന്ന്. പിന്നെ രണ്ടാമത്തെ അതിന് തുമ്മലോ മൂക്കൊലിപ്പോ തൊണ്ടകാരലോ തൊണ്ടവേദനയോ അതൊക്കെ വരാം. മൂന്നാമത് നല്ല ക്ഷീണം. ഈ മൂന്നാമത് പറഞ്ഞ ലക്ഷണമാണ് ഏറ്റവും ഇന്നത്തെ നിലയ്ക്ക് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രധാനമായിട്ട് എടുക്കുന്നത്. നല്ല ക്ഷീണം അമിതമായിട്ട്, അതായത് നമ്മൾ സാധാരണഗതി ജോലി ചെയ്യാൻ വരുന്നതിന് അപ്പുറമുള്ള ഒരു ക്ഷീണം തോന്നുക വളരെ സിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ കാലിനും കൈക്കൊക്കെ നല്ല കിളപ്പ് തോന്നുക, തലവേദന തോന്നുക, അതൊക്കെ അതിന്റെ കൂടെ വരാം. കണ്ണിന്റെ ബാക്കിലും തലയിലൊക്കെ വേദന തോന്നുക, പിന്നെ അതൊക്കെ തോന്നാം. ഈ മനോരുചി ഇല്ലായ്മ അത് വലിയ സൂചനയായിട്ട് എടുക്കണ്ട. കാരണം എന്നാൽ നമ്മളോടൊക്കെ തന്നെ എത്രയോ പേഷ്യൻസ് ഒന്ന് ചോദിക്കാറുണ്ട്, എനിക്ക് നല്ല കടുത്ത പനിയും ഭയങ്കര തലവേദനയും ക്ഷീണവും എല്ലാം ഉണ്ട്, പക്ഷെ മണം ഒക്കെ ഉണ്ട്. അപ്പൊ ഒമൈക്രോൺ അല്ലല്ലോ അല്ലേ, അപ്പൊ കോവിഡ് അല്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ മണം എന്ന് വെച്ചാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മണം പോകുന്നതൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഉള്ളൂ. ആദ്യകാലത്തൊക്കെ കുറച്ചുകൂടെ മണം പോയിരുന്നു. ഇപ്പോ കോവിഡിന് മണമൊക്കെ ഉണ്ട്. അപ്പൊ കോവിഡ് ആണെങ്കിലും ബിരിയാണിയൊക്കെ മണക്കാം, നമുക്ക് കുഴപ്പമില്ല. അടുത്തത് മെക്കാനിക് വിഭാഗം ജീവനക്കാർ 3 മാസം വരെ ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ജിതേഷ് സാർ അതിന് മറുപടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സാറിന് ഒന്നുകൂടെ ഇതിന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും? മെക്കാനിക് പറഞ്ഞു കഴിഞ്ഞാണ് അതിനകത്ത് ഈ ഭാരപ്പെട്ട ജോലി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കോവിഡിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലി അല്ലാത്ത നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സ്ട്രെയിൻ വേണ്ട ജോലികളാണെങ്കിൽ അതിന്റെ പുറത്ത് നമ്മൾ കോവിഡിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഈ എക്സസൈസുകള്, കടുത്ത എക്സസൈസുകൾ, ജിമ്മിൽ പോകല്, കളികള് പോലെയുള്ള സാധനങ്ങളാണ്. അല്ലാതെ നമ്മളെ റുട്ടീൻ ജോലിയുടെ ഭാഗമായിട്ടുള്ളത് എല്ലാവർക്കും, നമ്മളെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് ആർക്കും അത് ഒഴിവാക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. എങ്കിൽ ഈ വലിയ മറ്റേ ഇപ്പൊ എഞ്ചിൻ ഇറക്കൽ പോലെയുള്ള അതൊക്കെ ഇപ്പൊ മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതില് കടുത്ത ഒരുപാട് വെയിറ്റ് താങ്ങുന്ന പ്രവർത്തനങ്ങൾ, അത്തരം ചില കാര്യങ്ങളിൽ നിന്ന് മാത്രം ഒന്ന് സാധ്യമെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. കോവിഡ് വന്നു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ പ്രഗ്നന്റ് ആവുന്നതിൽ പ്രോബ്ലം ഉണ്ടോ എന്നാണ് ഒരു ചോദ്യം. മാഡം, സാധാരണ രീതിയിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു 2-3 മാസത്തേക്ക് നമ്മുടെ പ്രതിരോധ ശേഷി ചിലപ്പോൾ കുറഞ്ഞിരിക്കാം. പോസ്റ്റ് കോവിഡ് അവസ്ഥകൾ ശരീരത്തിൽ ഒരു മാറ്റങ്ങൾ പലതും ഉണ്ടാകുന്ന, സാധാരണയുള്ള ജലദോഷ പനികളെക്കാളും കൂടുതൽ അവസ്ഥകൾ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താവുന്ന വൈറസാണ് കോവിഡ്. അപ്പോൾ അതുകൊണ്ട് ഒരു കോമൺ സെൻസ് എന്ന നിലയ്ക്ക് പ്രഗ്നൻസി ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം അതിനകത്ത് പ്രഗ്നൻസിയുടെ തുടക്കം വളരെ വളരെ പ്രധാനമായിട്ടുള്ള സമയമാണ്. അപ്പോൾ കോവിഡിന്റെ ഒരു കഷ്ടപ്പാടും ബോഡിക്കുള്ള ഡാമേജുകളും പൂർണ്ണമായി റിക്കവർ ചെയ്ത് എല്ലാം നേരെ പെർഫെക്റ്റ് ഹെൽത്ത് വരുന്ന മുമ്പേ പ്രഗ്നൻസിയുടെ തുടക്കം അവിടെ ഇടുന്നത് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് ഒരു ഡ്രോബാക്ക് ആയിരിക്കാം. അതുകൊണ്ട് കുറച്ചുകൂടെ പോസ്റ്റ്പോൺ ചെയ്യാമെങ്കിൽ ചെയ്യുന്നതാണ് എപ്പോഴും ഉചിതം എന്ന് നമ്മൾ പറയും. ഇപ്പൊ പ്രഗ്നന്റ് ആയിപ്പോയി എന്ന് പറഞ്ഞ പ്രശ്നമല്ല, പക്ഷെ നമ്മൾ പ്ലാൻഡ് പ്രഗ്നൻസി ആണല്ലോ ഇപ്പൊ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ അത് കുറച്ചുകൂടെ നീട്ടി 3 മാസം കഴിഞ്ഞാകാവുന്നത് 6 മാസം കഴിഞ്ഞും ആകാം, നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ആ വിധത്തിൽ ചിന്തിക്കാം. ബസ്സിന്റെ ഇന്റീരിയർ ഒക്കെ ക്ലീൻ സാനിറ്റൈസ് ചെയ്യുന്നതിനെ പറ്റി ആരെങ്കിലും ചോദിച്ചിരുന്നോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും KSRTC ബസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഡെയിലി ഓഫീസിൽ വരുന്ന അല്ലാതെ വരുമെങ്കിലും എന്തെങ്കിലും ഒരു ദൂരം പോകണമെങ്കിലോ ഈവൻ ഈ പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകണമെങ്കിൽ എപ്പോഴും ഞാൻ ഓട്ടോനേക്കാളും പ്രിഫർ ചെയ്യുന്ന ഒരു KSRTC ബസ് കയറി പോകാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ക്രൗഡ് നമ്മൾ പുറത്തുനിന്നും അകത്തുനിന്നും കാണുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ വരുന്നതും പറയാറുണ്ട്. ആറ്റിങ്ങാണ്ടൊക്കെ ട്രിവാൻഡ്രത്തേക്ക് ഓഫീസിലേക്ക് വരുന്ന സ്റ്റാഫ് ഒക്കെ നല്ല തിരക്കിലാണ് വരുന്നത്. ബോണ്ട് ബസ് ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല തിരക്കുണ്ട്. അപ്പോ ഈ ബസ്സുകളുടെ അകം വൃത്തിയാക്കുന്ന പ്രധാനമാണ്. ഏറ്റവും ശക്തിയുള്ളത് ആക്ച്വലി ഏറ്റവും വില കുറഞ്ഞൊരു വസ്തുവാണ് ബ്ലീച്ചിങ് പൗഡറാണ്. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ ലായനി 1% ലായനി എന്ന് പറയുന്നത് ഒരു റേഷ്യോ, അതായത് ഇപ്പൊ 1 ലിറ്ററിനാണെങ്കിൽ 6 ടീസ്പൂൺ വേണം. അപ്പൊ 10 ലിറ്റർ കലക്കിന് 60 ടീസ്പൂൺ വേണം. അപ്പൊ ആ കണക്കിന് ആവുന്ന മഗ്ഗുകളിലൊക്കെ അങ്ങനെ അത് ആ രീതിയിൽ ഇത് പ്രൊപ്പോർഷനിൽ വേണം കലക്കാൻ. അതായത് ലേശം വെള്ളവും സ്വല്പം പൊടി അങ്ങനെയല്ല, ആ ഓരോ ലിറ്ററിനും 6 സ്പൂൺ കണക്കാക്കിയ റേഷ്യോയിൽ ആണ് കലക്കുന്നത്. അത് ആദ്യം വേണ്ട പൊടിയെടുത്ത് അതിനകത്ത് ലേശം വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കി
പിന്നെ അത് നമ്മൾ അളന്ന് വെച്ച വെള്ളം കൊണ്ട് കംപ്ലീറ്റ് ഡൈല്യൂട്ട് ചെയ്ത് കലക്കി അത് ഊറാൻ 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ലായനിയാണ് യൂസ് ചെയ്യേണ്ടത്. അത് സ്പ്രേ ചെയ്യും. ഇപ്പൊ ബസ്സിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുപ്പി ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ ഈസി ഈ ബസ് സ്റ്റാൻഡിലൊക്കെ എന്തെങ്കിലും സ്പ്രേയിങ് മെക്കാനിസം കുറച്ചുകൂടി ഇപ്പൊ പമ്പ് വെച്ച് നിറച്ചിട്ട് സ്പ്രേ ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അത് ഏത് ബസ് സ്റ്റോപ്പിലും ഫോൾട്ടിലും ആൾക്കാർ ഇറങ്ങുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില സ്ഥലത്ത് നിർത്തിയിട്ട് ഡീസൽ അടിക്കാൻ അകത്ത് പോയി വരുമ്പോഴേക്കും എല്ലാ ജനങ്ങളോടും ഇറങ്ങിയിരിക്കാൻ പറയും. അപ്പൊ ആ നേരത്തൊന്നും ചെയ്യാമെങ്കിൽ അത് 2 സെക്കൻഡ് എടുക്കുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ബസ്സിന്റെ ഇന്ത്യയിൽ കുറച്ചുകൂടെ ക്ലീൻ ആവും. ഒരു ഹോൾട്ടുള്ള സ്റ്റോപ്പിലാണെങ്കിൽ അവിടെ വെച്ച് ചെയ്യാം. ഒരു യാത്ര കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന മുമ്പേ വേണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥലമോ, അല്ലെങ്കിൽ അറ്റവയ്ക്ക് സാധാരണ ഈ വെള്ളത്തിന്റെ കുപ്പിയിലപ്പുറത്ത് ഈ ടൈപ്പ് അറ്റാച്ച്മെന്റ് ഇതിന്റെ ഇങ്ങനെ അടിക്കാൻ നല്ല ഈസിയാണ്. ഇങ്ങനെ അടിക്കുമ്പോൾ ഈസിയാണ്. അപ്പൊ വളരെ സ്പീഡിൽ 2 പേർക്ക് ചേർന്നിട്ട് ഒരു ബസ്സിന്റെ അകം വൃത്തിയാക്കിയാൽ അവർക്കും നല്ലതാണ്, കയറുന്ന പാസഞ്ചേഴ്സിനും നല്ലതാണ്. ഇത് ഞാൻ പറയാൻ കാരണം പല സ്ഥാപനങ്ങളിലും ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ച് അത് പരിസരത്തെല്ലാം വിതറി. ബസ് സ്റ്റാൻഡിൽ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് പരിസരത്തെല്ലാം വെള്ളം മരത്തിൽ പൊടി ഇങ്ങനെ കിടക്കുന്നതാണ് തറയിൽ. ഇങ്ങനെ പൊടി ഇട്ടുകൊണ്ട് യാതൊരു ഉപയോഗം അതിനെക്കൊണ്ടില്ല. അത് ഒരു വിധത്തിലും രോഗസംക്രമണത്തിന് തടയില്ല. ബ്ലീച്ചിങ് പൗഡർ മുഴുവൻ വേസ്റ്റ് ആകും. ഇത് കാണുന്നവർക്ക് കണ്ണിനൊരു സുഖം മാത്രമേ ഉള്ളൂ ഇങ്ങനെ പൊടി ചുറ്റുവിടുന്നത്. അതുകൊണ്ട് അങ്ങനെ പൊടിയിട്ട് വേസ്റ്റ് ആക്കാതെ ഈ സൊല്യൂഷൻ മാത്രം ലായനി മാത്രമേ വർക്ക് ചെയ്യൂ. ഈ വെള്ളം കലക്കിയിട്ട് കഴുകാന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല, വലിയ ഏരിയ കഴുകാൻ. അപ്പൊ സ്പ്രേ ആണ് നമുക്ക് ഉള്ളതിൽ ഏറ്റവും കുറച്ച് ചെലവും ഏറ്റവും കുറച്ച് മെനക്കെടുത്തും ഏറ്റവും കൂടുതൽ ഉപയോഗവും ഉള്ളത് സ്പ്രേ ചെയ്യുന്നതാണ്. ഫൈൻ ആയിട്ടുള്ള സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് പ്രയോഗിക്കാവുന്ന കാര്യമാണ്. എല്ലാവരും ചേർന്നാൽ അത് ഈ നമ്മുടെ ബസ്സുകളുടെ അകവും ഈവൻ ബസ് സ്റ്റാൻഡുകൾ പോലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പവർ സ്പ്രേ വെച്ചൊക്കെ ബസ് സ്റ്റാൻഡിലും ബസ്സിന്റെ അകത്ത് കുപ്പിയിലോ അല്ലെങ്കിൽ ജാറിലോ അല്ലെങ്കിൽ സ്റ്റാൻഡിനകത്ത് പാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്പ്രേ വെച്ച് വൃത്തിയാക്കിയാൽ ജീവനക്കാർക്കും കൊള്ളാം, പാസഞ്ചേഴ്സിനും കൊള്ളാം.